പ്രൈസ് ദ ലോർഡ്. അരോമ ടിവിയിലെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. നിങ്ങളോടൊപ്പം അനുഗ്രഹീതമായ ഒരു സാക്ഷ്യവുമായിട്ട് വീണ്ടും ഒരു പ്രാവശ്യം കൂടെ കടന്നു വരുവാൻ ദൈവം അവസരം ഒരുക്കി തന്നത് ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വളരെ അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം നിങ്ങളോട് ഒരുമിച്ച് ഷെയർ ചെയ്യുവാൻ ദൈവം സഹായിച്ചു. നിങ്ങൾക്ക് ഏവർക്കും അത് അനുഗ്രഹമായി തീർന്നു എന്നുള്ളതായ നിങ്ങളുടെ കമൻസ് ഞങ്ങൾക്ക് കാണുവാനും ഫോൺ കോളുകളിലൂടെ മനസ്സിലാക്കുവാനും ഒക്കെ ഇടയായി തീർന്നു. അതുപോലെ തന്നെ കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇന്നും വ്യത്യസ്തമായ ഒരു ജീവിതാനുഭവമായി നിങ്ങളോടൊപ്പം ആയിരിക്കുമ്പോൾ ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ കേൾക്കാം. അവസാനം സ്കിപ്പ് ചെയ്യാതെ കേൾക്കുക. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നമ്മൾ ക്ഷണം സ്വീകരിച്ച് ഇന്ന് നമ്മോടൊപ്പം ജീവിതാനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നതിന് ജോയിൻ ചെയ്തിരിക്കുന്നത് കർത്താവിൻ്റെ ദാസൻ MK സദൻ അവറുകളാണ്. കർത്താവിൻ്റെ ദാസിനെ പരിചയപ്പെടുത്തുന്നത് ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. കർത്താവിൻ്റെ ദാസൻ MK സദൻ അവറുകളെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമ ടിവിയിലെ പ്രേക്ഷകരോടൊപ്പം ഞങ്ങൾ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സന്തോഷമായിരിക്കുന്നു. എവിടെ നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്? ഞാൻ സൂററ്റ് ബസ് സ്റ്റാൻഡ് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ്. ഓക്കെ. ഗുജറാത്തില് സൂററ്റ് ബസ് സ്റ്റാൻഡ് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന്. ഓക്കെ. ഒന്ന് പരിചയപ്പെടുത്താമോ? വീട്ടിൽ ആരൊക്കെ ഉണ്ട്? എന്ത് ചെയ്യുന്നു? ഞങ്ങള് 2 സഹോദരിമാരുണ്ട്. പിന്നെ വേറെ ആരും ഇല്ല അങ്ങനെ ബന്ധുക്കളായിട്ട്. പിന്നെ അമ്മാവൻ, മക്കള്, കുഞ്ഞമ്മമാര് അങ്ങനെയുള്ളവരൊക്കെ ഉള്ളൂ. ഞാൻ ഒറ്റയാണ്. ഓക്കെ. എന്ത് ചെയ്യുന്നു? ഭാര്യയായിട്ടോ അല്ലെ മക്കളായിട്ടോ ഇപ്പൊ ആരും ഇല്ല. എന്റെ സിംഗിളാണ്. എന്ത് ചെയ്യുന്നു? ഞാന് സേവയാണ് മുഖ്യം. പിന്നെ പെയിന്റിങ്ങിന്റെ കോൺട്രാക്ട് കിട്ടിക്കഴിഞ്ഞാൽ, സ്കൂളിലെ വലിയ പണികൾ കിട്ടിക്കഴിഞ്ഞാൽ ഇടയ്ക്ക് ചെയ്യാറുണ്ട്. ഇപ്പോഴും പണിയുണ്ട്, പണി നടന്നുകൊണ്ടിരിക്കുന്നു. സുവിശേഷ വേല ചെയ്യുന്നു വില്ലേജുകളിൽ, അല്ലയോ? അതെ, സുവിശേഷമാണ് മുഖ്യം. അത് ശരി. സുവിശേഷ വേലയുണ്ട്. അപ്പോൾ ജോലിയും ചെയ്യുന്നു, സുവിശേഷ വേലയും ചെയ്യുന്നു. അതെ. ഓക്കെ. ആകട്ടെ, എന്താണ് അരോമ ടിവിയിലെ പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്? കർത്താവിന്റെ ദാസനെ തുടർമാനായിട്ട് സംസാരിക്കാം. പ്രൈസ് ദി ലോർഡ്. അരോമ ടിവിയിലേക്ക് വരുവാൻ കർത്താവിന്റെ ദാസനിലൂടെ എനിക്കൊരു അവസരം ലഭിച്ചതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഞാൻ വിശ്വാസത്തിൽ വന്നിട്ട് 87 വന്നതാണ്. പക്ഷെ എനിക്ക് ഒരു പ്രാവശ്യം ഫെന്നി പാസ്റ്ററുടെ ഇതിൽ എനിക്ക് സാക്ഷ്യം പറയാൻ അവസരം കിട്ടി. പിന്നെ രണ്ടാമത് കിട്ടിയിരിക്കുന്ന അവസരമാണ് പാസ്റ്ററുടെ കൂടെ, അരോമ ടിവിയുടെ കൂടെ എന്റെ ശബ്ദം മറ്റൊരിലേക്ക് പകർത്തുവാൻ എനിക്ക് പോയി ഒരാളോട് പറയാനുള്ള അവസരം ഇല്ലെങ്കിലും ഇങ്ങനെ ഒരു അവസരം തന്ന പാസ്റ്റർക്കും ഈ സേവയ്ക്കും വേണ്ടി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. എനിക്ക് ഇങ്ങനെ ഒരു സൗഭാഗ്യം സത്യത്തിലത് എനിക്ക് മനസ്സിൽ ഓർക്കാത്തൊരു കാര്യമാണ്. അതിലെനിക്ക് സന്തോഷമുണ്ട്. കർത്താവിന്റെ ദാസിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, ആ സേവയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവം എന്നെപ്പോലെ പലരെയും ഈ ലോകത്തിന് പ്രകടമാക്കിക്കൊണ്ട് അവരെയെല്ലാം വിശ്വാസത്തിന്റെ മാർഗത്തിലേക്ക് കൊണ്ടുവരുവാൻ, നശിച്ചു പോകുന്ന ആൾക്കാരെ നല്ല വഴിയിലേക്ക് കൊണ്ടുവരുവാൻ ചെയ്യുന്ന സേവയ്ക്ക് ദൈവത്തിന്റെ തുണയും സ്വർഗീയ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഞാനൊരു ഹിന്ദു കുടുംബത്തിലെ അംഗമാണ്. അച്ഛൻ 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അച്ഛൻ മരിച്ചായിരുന്നു. പിന്നെ ഞങ്ങളെ 2 സഹോദരിയും അമ്മയും ഞാനും ആയിരുന്നു. അമ്മാവന്റെ സംരക്ഷണത്തിലാണ് ഞാൻ ജീവിച്ചത്. അദ്ദേഹം എന്നെ 10ാം ക്ലാസ് വരെ പഠിപ്പിച്ചു. ബുദ്ധിമുട്ടിന്റെ ഘട്ടത്തിലായിരുന്നു. 8ാം ക്ലാസ് കഴിഞ്ഞപ്പോഴേ ഞാൻ ഉഴപ്പി. 8ൽ 3 കൊല്ലം പഠിച്ചു, 9ൽ 2 കൊല്ലം പഠിച്ചു, 10ൽ തോറ്റതിൽ റാങ്ക് മേടിച്ചു. അത്ര നല്ല വിദ്യാഭ്യാസത്തിൽ ഞാൻ പാസ്സായിരിക്കുന്നു. അപ്പോ എല്ലാം എന്തെന്ന് പറഞ്ഞാൽ തെറ്റായ വഴിയിലായിരുന്നു എന്റെ യാത്ര മുഴുവൻ. അങ്ങനെ 28ാമത്തെ വയസ്സിൽ ഞാൻ ഗുജറാത്തിലേക്ക് വന്നു. നാട്ടിലെ കൊച്ചിൻ ഷിപ്പ്യാർഡിൽ ഞാൻ ജോലി ചെയ്തിട്ടുണ്ട്. ഒരു ചിട്ടി കമ്പനിയിൽ ജോലി ചെയ്തിട്ടുണ്ട്. മിലിറ്ററി ചേരാനായിട്ട് ഞാൻ ബെൽഗാമിൽ പോയി ആദ്യമായിട്ട്. പക്ഷെ അവിടെ ഒന്നും എത്തിപ്പിടിക്കാൻ സാധിച്ചില്ല.
ഗുജറാത്തിൽ വന്നത് ഒരു തോൽവിയായിട്ട് ഇപ്പോഴും ഞാൻ കണക്കാക്കുന്നു. എന്ന് വെച്ചാൽ ഗുജറാത്തിൽ വന്നപ്പോൾ നാട്ടിൽ 7 രൂപ ശമ്പളം കിട്ടിയിരുന്ന സ്ഥലത്ത് ഗുജറാത്തിൽ വന്നപ്പോൾ അത് 4 രൂപയാണ് ശമ്പളമായത്. 78-ലെ ശമ്പളം 4 രൂപ. 12 മണിക്കൂർ ചാലുവായപ്പോൾ അവര് 6 രൂപ തന്നില്ല, 5 രൂപയെ തന്നുള്ളൂ. അത്രയും കഷ്ടമായിരുന്നു. പക്ഷെ നാട്ടിലുള്ള എന്നെ സൂററ്റിലേക്കുള്ള യാത്രയായപ്പം ആൾക്കാരുടെ ആഹ്ലാദമൊക്കെ ഞാൻ മനസ്സിൽ ഓർക്കുമ്പോൾ തിരിച്ചു പോകാൻ എനിക്ക് മനസ്സും വരുന്നില്ല. അവരെ എല്ലാം ദുഃഖിപ്പിക്കേണ്ടി വരുമല്ലോ എന്ന് വിചാരിച്ച് കഷ്ടം അനുഭവിച്ച് ഇവിടെ തന്നെ നിന്നു. ഇവിടെ കിട്ടിയ ജോലി എന്ന് പറഞ്ഞാൽ പ്രിന്റിങ് ആൻഡ് ഡൈയിങ്ങില് സാരി പ്രിന്റ് ചെയ്യുന്നതിൽ കളർ മിക്സ് ചെയ്യുന്ന ജോലിയാണ് കിട്ടി. ഇവിടെ വഴിയിൽ ഓടി നടക്കുന്നവർക്കും ആ പണി കിട്ടും. നാട്ടിൽ നിന്ന് വന്നിട്ട് നമുക്ക് കിട്ടിയ പണി അതാണ്. അത് വളരെ കഷ്ടമായിരുന്നു. അത് ഞാൻ ഏതാണ്ട് 8 കൊല്ലം ചെയ്തു. അത് കെമിക്കലിന്റെ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ശരീരത്തെ വല്ലാതെ ബാധിച്ചു. ആഹാരത്തിന് വലിയ ഠികാനയൊന്നുമില്ല. ശരീരത്തിന് ആസ്മയുടെ ആരംഭത്തിൽ തുടങ്ങി. 8 കൊല്ലം കഴിഞ്ഞപ്പോൾ അത് TB ആയിട്ട് മാറി. അത് ബുദ്ധിമുട്ടായി. അങ്ങനെ ഞാൻ TB ആയിട്ട് നാട്ടിൽ പോകാതിരിക്കുമ്പോൾ ഇവിടെ നിന്ന് എന്നെ കൊണ്ടുവന്ന ആളുടെ ഒരു സഹോദരൻ നാട്ടിലേക്ക് പോയി. അവർ നാട്ടിൽ ചെന്ന് പറഞ്ഞു, സദൻഭായി അധികകാലം ജീവിക്കുമെന്ന് തോന്നുന്നില്ല, അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ കണ്ടീഷൻ അങ്ങനെയാണ്. അപ്പോൾ ഞാൻ നാട്ടിലായിരുന്ന സമയത്ത് സ്നേഹിച്ചിരുന്ന ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. അത് സത്യത്തിൽ അത് വേറൊരാളുടെ ഭാര്യയാണ്. പക്ഷെ ഞങ്ങൾ സ്നേഹത്തിലായിരുന്നു. അവര് ഒരു കെട്ടുമായിട്ട് അവരുടെ തുണിയുമായിട്ട് അവര് സൂററ്റിലേക്ക് വരിക ചെയ്ത് അദ്ദേഹത്തിന്റെ കൂടെ. അതും ഒരു വലിയ ഭാരമായി. പക്ഷെ അവർ വന്നത് കൊണ്ട് എന്റെ ശരീരത്തിന് വിശ്രമമായിരുന്നു. അവർ വളരെ ഒന്നും ഒരു അഭിമാനം നോക്കാത്ത ഒരു സ്ത്രീയായിരുന്നു. അവര് റെയിൽവേ ട്രാക്കിൽ പോയി കരി പെറുക്കിക്കൊണ്ട് വന്നാണ് ഞങ്ങൾ ആഹാരം വെച്ചിരുന്നത്. ആരെങ്കിലും ആഹാരം തന്നാൽ അത്രയ്ക്ക് ബുദ്ധിമുട്ടി ജീവിച്ചു. അപ്പോ ജീവിക്കാൻ ഒരു ആശയില്ലാത്ത രീതിയിലാണ് നമ്മുടെ ജീവിതം മുമ്പോട്ട് പോയിക്കുന്നത്. ഞാൻ എപ്പോഴും പറയും, ഞാൻ എപ്പോ വീണു പോകുമോ അത് എനിക്കറിയത്തില്ല. ആ ഒരു സ്ഥിതിയിലേക്ക് പിന്നെ പെട്ടെന്ന് TBയുടെ അസുഖം ബാധിച്ചതുകൊണ്ട് പണിക്ക് പോകാനും നിവൃത്തിയില്ല. സൂററ്റിൽ ജീവിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലായിരുന്നു. പക്ഷെ സൂററ്റ് വിട്ടു പോകാനും പറ്റില്ല. അതേ രൂപത്തിലായി. അങ്ങനെ വൈഫ് ഇടയ്ക്കിടയ്ക്ക് പറയുമായിരുന്നു, എനിക്ക് ഒന്ന് തിരുപ്പതി പോയാൽ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ട്. എന്റെ കയ്യിലാണെങ്കിൽ പൈസയില്ല, വാടക കൊടുക്കാൻ പൈസയില്ല. ഒരു ദിവസം ഞങ്ങള് ആ വാടക വീട്ടിൽ നിന്ന് രാത്രിക്ക് രാത്രി ഉള്ളതൊക്കെ കെട്ടിപ്പറിക്കാൻ ഇറങ്ങി. അന്ന് 165 രൂപ കയ്യിലുണ്ടായിരുന്നു. അപ്പോ വാടക കൊടുത്താൽ ഈ പൈസ തീരും, പിന്നെ മുമ്പോട്ട് വേറൊരു വഴിയില്ല. അവിടെ നിന്ന് ഞങ്ങൾ കള്ളവണ്ടി കയറി നന്ദുർബാർ എന്ന് പറയുന്ന സ്ഥലത്ത് ഇറങ്ങി. നന്ദുർബാറിൽ നിന്ന് ടിക്കറ്റ് എടുത്ത് ഷോലാപൂരിൽ ഇറങ്ങി. ഷോലാപൂരിൽ നിന്ന് കള്ളവണ്ടി കയറി രയിച്ചൂർ ഇറങ്ങി. രയിച്ചൂർ ഒരു ദിവസം അവിടെ താമസിച്ചു. അവിടെ രയിച്ചൂരിന് ഇപ്പുറമുള്ള കൃഷ്ണാനദിയിൽ ഇറങ്ങി ഞങ്ങള് കുളിച്ചു. അവിടെ തന്നെ തുണിയെല്ലാം തിരുമി ആഹാരം വെച്ച്. ഉപ്പുണ്ടായിരുന്നില്ല, ബാക്കി എല്ലാ സാധനം ഉണ്ടായിരുന്നു. ഉപ്പില്ലാണ്ട് ചപ്പാത്തി അവിടെ ഇരുന്ന് കഴിച്ചു. അവിടെ നിന്ന് കയറി വരുമ്പോൾ അവിടെ ഒരു അമ്പലമുണ്ട്. പിന്നെ ഇനി എങ്ങോട്ടാ പോകണ്ടേ, ഒരു നിവൃത്തിയില്ലല്ലോ. ആ അമ്പലത്തിന്റെ മുമ്പിൽ ഞങ്ങൾ 2 ചിട്ടി ഇട്ടു. എന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടിയിൽ വെച്ച് പരിചയപ്പെട്ട ഒരു തമിഴൻ എന്നോട് പറഞ്ഞു, ബറോഡയിൽ ടയറിന്റെ പണിയുണ്ട്, പോയാൽ ചിലപ്പോൾ കിട്ടും. ഞങ്ങൾ ബറോഡ എന്നും തിരുപ്പതി എന്ന് എഴുതി 2 കടലാസ് ദേവിയുടെ മുമ്പിൽ ഇട്ടിട്ട് അതിൽ നിന്ന് ഒരെണ്ണം എടുത്തു. അപ്പൊ അതിൽ നിന്ന് കിട്ടിയത് തിരുപ്പതിയാണ്. നേരെ തിരുപ്പതിക്ക് പോയി, ബാലാജി മന്ദിരത്തിലേക്ക്. അതും റേച്ചൂരിൽ നിന്ന് കള്ളവണ്ടിയാണ് കയറുന്നത്. പിന്നെ ഞങ്ങളുടെ കയ്യിൽ പൈസയില്ല. കള്ളവണ്ടി കയറി ഞങ്ങള് എറളകുണ്ട എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തി. രാത്രി ഒരു 3 മണിയായപ്പോ TTR പിടിച്ചപ്പോ ഞാൻ പറഞ്ഞു, ഞങ്ങൾ അമ്പലത്തിൽ പോവാണ്. അമ്പലത്തിൽ പോകുന്നത് ടിക്കറ്റ് ഇല്ലാണ്ടാണോ? ഞാൻ പറഞ്ഞു. അപ്പോ എന്റെ മനസ്സിൽ എപ്പോഴും മരണചിന്തയാണ്. ഏതോ അവസാനിക്കാൻ പോകുന്നു, ഒരു ആശയില്ലാത്ത ജീവിതം. അപ്പോൾ TTRോട് ഞാൻ വളരെ കടക്കായിട്ട് പറഞ്ഞു, അമ്പലത്തിലേക്ക് പോകുന്ന ഭഗവാനോട് എന്തെങ്കിലും മേടിക്കാനാണ്, കാശുമായിട്ടാണോ അങ്ങോട്ട് പോകുന്നത്? എന്നിട്ട് അദ്ദേഹത്തിന് മനസ്സിലായി നമ്മുടെ സംസാരം കേട്ടപ്പോ എന്തോ പ്രശ്നത്തിലാണ്. ഉടനെ അയാൾ എന്റെ കയ്യിൽ ഒരു വാച്ച് ഉണ്ടായിരുന്നു, വാച്ച് തരാമെന്ന് ചോദിച്ചു. ഞാൻ ഉടനെ ഊരി കൊടുത്തു. അയാൾ കാലത്ത് 6 മണിക്ക് 22 രൂപയുടെ 2 ടിക്കറ്റും 8 രൂപയും തന്നു. ഒരു കണക്കുമില്ലാത്ത പൈസ. എന്തെങ്കിലും ആവട്ടെ, 8 രൂപ കിട്ടി. എന്നാലും അത് ചെലവാക്കിയില്ല. ഞങ്ങൾ വണ്ടിയിൽ ചായ കുടിക്കാതെ പോലും വെള്ളം കുടിക്കാതെ പോലും ഞങ്ങൾ ഇരിക്കുക, ചെലവാക്കിയില്ല. തിരുപ്പതി സിറ്റിയിൽ ഞങ്ങൾ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് ഞങ്ങൾ നേരെ പോയത് ബസ് സ്റ്റാൻഡിലേക്കാണ്. അപ്പൊ ബസ് സ്റ്റാൻഡിൽ നിന്ന് പിന്നെ കള്ളവണ്ടി കയറാൻ പറ്റില്ല. അപ്പൊ അവിടെ ടിക്കറ്റിന് വില ചോദിച്ചപ്പോ അന്ന് 4 രൂപയാണ്. അപ്പൊ ആ 2 പേർക്കുള്ള ചാർജാണ് ഈ TTR നമുക്ക് 8 രൂപ തന്നു. ഞങ്ങൾ അങ്ങനെ തിരുപ്പതി പോയി. അവിടെയും പൈസ ഇല്ല, അവിടെ ആഹാരം ഫ്രീ ആണ്. 3 ദിവസം അവിടെ താമസിച്ചു.
പക്ഷെ ഞാനൊരു ഹിന്ദുമത വിശ്വാസിയാണ്. ഞാൻ വളരെ ഭക്തിയോടുകൂടി തന്നെ പ്രാർത്ഥിച്ചു. പക്ഷെ തെറ്റാണെങ്കിലും ഞാൻ ദൈവത്തോട് പറഞ്ഞു, നീ സ്വർണത്തിന്റെ മുമ്പിൽ ഇരിക്കുന്ന ഒരു അല്പം എനിക്ക് തന്നാൽ എന്റെ ജീവിതം രക്ഷപ്പെടുമല്ലോ. പക്ഷെ അവിടെ നിന്ന് നമുക്ക് ആഹാരം കിട്ടിയെന്നല്ലാണ്ട് അതിനപ്പുറത്തേക്ക് ഒന്നും പറ്റിയില്ല. പിന്നെ നിരാശയായിട്ട് ഇറങ്ങാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പെണ്ണുങ്ങൾക്കൊരു സ്വഭാവമുണ്ട്, സാരിത്തുമ്പിൽ പൈസ കിട്ടുമെന്ന്. ഞാൻ അവിടെ നിന്ന് തൊഴുതിട്ട് തിരിയുമ്പോ വൈഫിനോട് ചോദിച്ചു, നിന്റെ കയ്യിൽ വല്ലതും ഉണ്ടോ തിരിച്ച് താഴെ ഇറങ്ങാനായിട്ട്, 8 രൂപ വേണം. അപ്പൊ അവര് പറഞ്ഞു, എന്റെ സാരിത്തുമ്പിൽ 10 രൂപയാണ്. ആ 10 രൂപയിൽ 8 രൂപ കൊടുത്ത് താഴ്ത്തിറങ്ങി. ഞങ്ങളൊരു ആശ്രമത്തിൽ പോയി എഴുതി കൊടുത്തു അഡ്രസ്സ്. ഞങ്ങൾ കറങ്ങാൻ വന്നതാണ്. അവര് ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് റൂം തന്നു. അത് കഴിഞ്ഞിട്ട് ആഹാരം കഴിക്കണം. ഈ 2 രൂപയെ കയ്യിലുള്ളൂ. ആ 2 രൂപ കൊണ്ടുപോയി ഞങ്ങൾ 1 രൂപയ്ക്ക് അരി മേടിച്ചു, 1 രൂപയ്ക്ക് പച്ചപ്പട്ടാണം മേടിച്ചു. അപ്പൊ തീ കത്തിക്കാൻ നമ്മുടെ പാത്രങ്ങളൊക്കെ നമ്മുടെ കയ്യിലുണ്ട്, തീ കത്തിക്കാൻ ഒന്നുമില്ല. അവിടെ നടന്നിട്ട് 2-3 കൊള്ളി ഉണങ്ങിയ കൊള്ളി കിട്ടി. നല്ല സിറ്റിയാണ്. അവിടെ നമുക്ക് ഒരു ചിരട്ട കിട്ടി. പക്ഷെ ആ ചിരട്ടയില് അമേദ്യമായിരുന്നു. ഞാൻ അതൊന്നും നോക്കാൻ പോയില്ല. മരിക്കാൻ പോകുന്നവരല്ലേ, നശിച്ചാൽ എന്തിന് മറ്റൊരു ചിന്ത. ആ അമേദ്യം മുട്ടിക്കളഞ്ഞേച്ച് ആ ചിരട്ടയെ ഞാൻ റൂമിൽ കൊണ്ടുവന്നു. ഈ കൊള്ളിയും ചിരട്ടയും കൂടി ഈ പട്ടാണയും എല്ലാം കൂടി. അപ്പോഴും ഉപ്പില്ല. ഞാനൊരു കല്യാണ പാർട്ടി നടക്കുന്നുണ്ട്, അവിടെ കലവറ നടക്കുന്നുണ്ട്. അയാളോട് പോയി ഇച്ചിരി ഉപ്പ് ചോദിച്ചു. അയാൾ ഉപ്പ് തന്നു. ആ ഉപ്പിട്ട് അവിടെ അന്ന് ആഹാരം കഴിച്ചു. എന്ന് വെച്ചാൽ 1 നയാ പൈസ പിന്നെ ഞങ്ങളുടെ കയ്യിലില്ല. ചെന്നിരിക്കുന്നത് ആന്ധ്രയിലാണ്, തിരുപ്പതി സിറ്റിയിലാണ്. ആ ആഹാരം കഴിച്ച് നേരം വെളുത്ത് ഇറങ്ങിയിട്ട് ഞങ്ങൾ 2 പേരും ഭിക്ഷ യാചിക്കുക. അങ്ങനെ ഭിക്ഷ യാചിക്കാൻ ഒരു അവസരം ദൈവം എനിക്ക് തന്നു. ഭിക്ഷ യാചിച്ചു തിരുപ്പതി സിറ്റിയില് ഏതാണ്ട് 9 മണി തൊട്ട് 3 മണി വരെ ഭിക്ഷ യാചിച്ചു. 31 രൂപ 25 പൈസ കിട്ടി. ഒരു നഷ്ടമില്ലാത്ത ജോലിയാണ് സത്യം. അപ്പോ ഒരു ടാക്സി ഡ്രൈവർ യൂണിയനിലെ ഒരാള്, അയാള് മനുഷ്യനായി കണ്ട ഒരാളാണ്. അദ്ദേഹം എനിക്ക് 25 രൂപ തന്നു. അതോട് കൂട്ടിയാണ് കേട്ടോ ഈ 31 രൂപ 25 പൈസ. അപ്പൊ ആദ്യം ഭിക്ഷ അയക്കാൻ ഇറങ്ങിയിട്ട് ആദ്യം എനിക്ക് കിട്ടിയത് 25 പൈസയാണ്. ഞങ്ങളുടെ കയ്യിൽ പെട്ടിയുണ്ട്, ഞങ്ങളുടെ കയ്യിൽ ഡ്രസ്സുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ ആൾക്കാർ ആ 25 പൈസ നമുക്ക് ആദ്യം ഒരാള് ഭിക്ഷ. ഒരു മലയാളി ഹോട്ടലിൽ ചെന്നിട്ട് അയാൾ 5 രൂപ തന്നു. ആഹാരം തന്നില്ല, 5 രൂപ തന്നു. അങ്ങനെ ടോട്ടൽ കിട്ടിയത് 31 രൂപ 25 പൈസ. അപ്പോഴും വൈഫിന്റെ ഇത് പോകുന്നത്, ഞാൻ തിരുപ്പതി സിറ്റിയിൽ കറങ്ങുകയാണല്ലോ, അതുകൊണ്ട് എനിക്ക് ഒരു 2 രൂപയുടെ മാല മേടിക്കും. അവരുടെ ആ ചിന്താഗതി പോകുന്നത് അങ്ങനെയാണ്. നമ്മളിവിടെ തീർന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങള് അന്നത്തെ ദിവസം മുഴുവനും ഭിക്ഷ അയച്ചു. ഒരു ഹോട്ടലിൽ ചെന്നു. ആ ക്യാൻറ്റീനിൽ, റെയിൽവേ ക്യാൻറ്റീനിലാണ്. അവിടെ ചെന്ന് ഞങ്ങൾ പണി ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു, പണിയൊന്നുമില്ല, റെയിൽവേയിൽ പിക്കാസ് കുത്തുന്ന പണിയുണ്ട്, വേണമെങ്കിൽ തരാം. ഞാൻ പറഞ്ഞു, എനിക്ക് ടിവിയുടെ അസുഖമുണ്ട്, അപ്പോ അതുകൊണ്ട് എനിക്ക് പണിയൊന്നും എടുക്കാൻ പറ്റില്ല. ഹോട്ടൽ പണി എനിക്കറിയാം, എന്റെ അമ്മാവന് ഹോട്ടൽ പണിയായിരുന്നു. ഞാൻ അവിടെ ഹോട്ടലിൽ ജോലി ചെയ്തിട്ടുണ്ട്. ഹോട്ടലിൽ പണി വേണമെങ്കിൽ ഞാൻ എടുക്കാം. അപ്പൊ പറഞ്ഞു, ഇപ്പൊ ഹോട്ടലിൽ ആളെ ആവശ്യമില്ല. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഒരു TTR അവിടെ വന്നു. അപ്പൊ അയാൾ പറയാണ്, എന്താ പ്രശ്നം? അപ്പൊ ഈ ഹോട്ടലുകാരൻ പറയും, ഇവർക്ക് ബോംബെക്ക് പോകണം. അപ്പൊ TTR പറഞ്ഞു, ആ വണ്ടി കിടക്കണം, ഞാനാണ് അതിൽ കയറിക്കൊള്ളാൻ പറഞ്ഞു. ഞങ്ങൾ ഒന്നും ചിന്തിച്ചില്ല. അപ്പൊ ഈ 31 രൂപ 25 പൈസയില് ഏതാണ്ട് 10-16 രൂപ ഞങ്ങളുടെ തീർന്നു. ബാക്കി കയ്യിലുണ്ട്. അപ്പോ ഞങ്ങൾ വണ്ടി കയറിയിരുന്നു. ഒന്നും നോക്കാനില്ല, എന്താണെന്ന് ഒരു ലക്ഷ്യമില്ലാത്ത ജീവിതമാണ്. ഞങ്ങൾ സൂററ്റിൽ നിന്നാണ് പോയത്. ഈ വണ്ടി പോകുന്നത് ബോംബെക്കാണ്. അതിൽ കയറി കഴിഞ്ഞപ്പോ അയാൾ ഞങ്ങളോട് പറഞ്ഞു 17 രൂപ അടയ്ക്കണം. ഞങ്ങൾ പറഞ്ഞു പൈസ ഇല്ലെന്ന് പറഞ്ഞു. അടുത്ത സ്റ്റോപ്പിൽ ഞങ്ങൾ ഇറങ്ങിക്കൊള്ളാം, പൈസ ഇല്ല, ഞങ്ങൾ ഇറങ്ങിക്കൊള്ളാന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് അവിടെ അടുത്തിരുന്ന ഒരു പാലക്കാടുകാരൻ ഫോറിനിൽ പോകാനായിട്ട് ബോംബെക്ക് പോയിട്ട് ഫോറിനിൽ പോകാൻ ഇരിക്കുന്ന ആളാണ്. അയാൾ പറഞ്ഞു, ഞാൻ പൈസ കൊടുത്തോളാം, നിങ്ങളെല്ലാം ആഹാരം ഞാൻ തന്നോളാം. അങ്ങനെ ബോംബെ വരെ സുഭിക്ഷമായിട്ട് പോയി. ഇയാൾ ഒരു ചുവന്ന പേപ്പറിൽ എന്തോ എഴുതി തന്നു. അപ്പൊ അയാൾ പറഞ്ഞു, നിങ്ങൾക്ക് എവിടെ പോകണ്ടേ, പോലീസ് സ്റ്റേഷനിലാണെങ്കിൽ ഈ പേപ്പർ കാണിച്ചാൽ മതി. അങ്ങനെ ഞങ്ങൾ ബോംബെയിൽ വന്ന് ഇറങ്ങി. തിരിച്ച് ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഈ കടലാസ് കാണിച്ചപ്പോൾ അവരെ എടുത്ത് ചോദിച്ചു, എവിടെ പോകണ്ടേ? ഞങ്ങൾ പറഞ്ഞു, സൂററ്റിൽ പോകണം. എങ്ങും പോകാൻ നിവൃത്തിയില്ല, സൂററ്റാണ് പരിചയമുള്ള സ്ഥലം. വർഷങ്ങളായിട്ട് അവിടെയാണ്. ഞാൻ 78 സൂററ്റിൽ വന്നതാണ്. ഇതിപ്പോ നമ്മൾ സഞ്ചരിക്കുന്നത് 86 ഡിസംബറിലാണ്. അപ്പോ
സൂററ്റിൽ വന്ന് ഇറങ്ങി. അപ്പൊ ആ കല്യാണ വണ്ടിയായിരുന്നു. ആ കല്യാണത്തിന് വേണ്ടി കൊടുത്തിരിക്കുന്ന ഒരു ഡബ്ബയായിരുന്നു. അതിനകത്ത് അവർക്ക് നമ്മൾക്ക് ആഹാരവും സുഭിക്ഷമായിട്ട് ഞങ്ങൾ സൂററ്റിൽ വന്ന് രാത്രി 10 മണിയോടുകൂടി ഇറങ്ങി. 10 മണിയോട് ഇറങ്ങിയപ്പോ യാത്ര, കാലത്തെ യാത്രയും ഈ യാത്രയും കൂടി ആയപ്പോ ഭയങ്കര ക്ഷീണമായി. എവിടെയെങ്കിലും പോയി കിടക്കണമല്ലോ. അപ്പൊ മലയാളി എന്നുള്ള നിലയ്ക്ക് ആരെങ്കിലും കണ്ടാൽ നാണക്കേടായാലോ എന്ന് വിചാരിച്ച ഒരു മൂലയ്ക്ക് പോയി കിടന്നു. കുറച്ചു നേരം കഴിഞ്ഞപ്പോ ഈ ഞങ്ങൾ കിടക്കണേന്റെ അടുത്ത് വേറൊരാൾ വന്ന് കിടക്കും. പക്ഷെ അയാളുടെ ഇതിൽ നിന്ന് ഇങ്ങനെ വെള്ളം ഒഴുകുന്ന പോലെ. തൊട്ടു നോക്കിയപ്പോ ചോരയാണ്. എനിക്ക് മനസ്സിലായി സംഗതി ഇത് ഡെഡ് ബോഡിയാണ്. അങ്ങനെ പതുക്കെ ഞാൻ വൈഫിനോട് പറഞ്ഞില്ല, അവരെ മുട്ടി വിളിച്ച് ഞങ്ങൾ ഇങ്ങനെ ദൂരെ മാറി നിന്നിട്ട് പറഞ്ഞു, ആ കിടക്കുന്ന ശവമാണ്. അപ്പൊ ശവം കിടക്കണോടത്താണ് ഞങ്ങൾ കിടന്നത്. ഞാൻ ബൈബിളിൽ വന്ന് വാചനം വായിക്കുമ്പോൾ അങ്ങനെ പറയുന്നുണ്ട്, മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ അങ്ങനെ ഒരു അവസരം ദൈവം എനിക്ക് തന്നിരുന്നു. അങ്ങനെ അത് ആ ശവം ശവത്തെ കിടത്തുന്ന ആ സ്ഥലത്തായിരുന്നു ഞങ്ങൾ പോയി കിടന്നത്. ഇരുട്ട് മൂക്കി പോയി കിടന്നതാ. അവിടെ നിന്ന് ഞങ്ങൾ അടുത്ത സ്റ്റേഷനിൽ ഉദനയിലേക്ക് പോയി. ഉദനെ പോയിട്ട് ഇങ്ങനെ വിഷാദിച്ചിരിക്കുമ്പോൾ ഒരു സഹോദരനെ കണ്ടു. ആ സഹോദരൻ അവനും ഞാനും ഒന്നിച്ച് ജോലി ചെയ്തവനാണ്. അവനോട് ഞാൻ പറഞ്ഞു, എന്റെ പരിസ്ഥിതി ഇപ്പൊ ഇങ്ങനെയാണ്. ഒന്നില്ലേ എനിക്ക് താമസിക്കാൻ സ്ഥലം വേണം, അല്ലെങ്കിൽ പണിക്ക് പോകാൻ ഒരു നിവൃത്തിയില്ല. അപ്പൊ അവൻ ആലോചിച്ചപ്പോ അവന് ഒരു വഴി കണ്ടില്ല. സദന് പറ്റിയ ഒരു വഴിയുണ്ട്, ഞാൻ സദനെ ഒരു സ്ഥലത്ത് എത്തിക്കാം. അവൻ എന്നെ ഒരു പോലീസുകാരന്റെ വീട്ടിലാണ്, റെയിൽവേ പോലീസ്, കോട്ടയത്തുകാരനാണ്. പുള്ളിയുടെ പേര് കുഞ്ചുബായി എന്നാണ്. കറുത്തിട്ട് നല്ല ഉള്ളനാണ്. അയാളുടെ വീട്ടിൽ ചെന്നപ്പോ അയാള് വളരെ സൗമ്യമായിട്ട് സംസാരിച്ചു. അത് 1986 ഡിസംബർ 29 അപ്പൊ പുള്ളി എന്നോട് പറഞ്ഞു, ഞങ്ങൾക്ക് ചായയും കാപ്പിയൊക്കെ തന്നേച്ച് റൊട്ടിയൊക്കെ തന്നേച്ച് പറഞ്ഞു, 31 വരണം. ഈ 31 വരെ ഞങ്ങൾക്ക് നിൽക്കാൻ സ്ഥലമില്ല. അപ്പൊ ഞങ്ങൾ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി നേരെ അടുത്തുള്ള സ്റ്റേഷനിൽ പോയിരുന്നു. പിന്നെ കുടിക്കുന്നത് പച്ചവെള്ളമാണ്. ആ 2 ദിവസം അവിടെ ഇരുന്നിട്ട് പച്ചവെള്ളം. അപ്പൊ ഞങ്ങൾ 30 രാത്രി തീരുമാനിച്ചൊരു തീരുമാനമാണ്, മരിക്കുക. നമ്മളെ പോലെയുള്ള തെണ്ടികള് ഒരു പുതിയ വർഷത്തെ പ്രവേശിച്ച് വെറുതെ ഈ ദേശത്തെ ചീത്തയാക്കരുത്, നമ്മൾ മരിക്കണം. അങ്ങനെ ഞങ്ങൾ മരിക്കാനായിട്ടുള്ള തയ്യാറെടുപ്പ്. ഞങ്ങൾ രണ്ടുപേരും കൂടെ, നിങ്ങൾ എന്ത് പറയുന്നു, നിങ്ങൾക്ക് ഞാൻ നാട്ടിൽ പോവില്ല എന്ന് അവർ തീർത്ത് പറഞ്ഞു. സാധാരണ മരിക്കുകയാണെങ്കിൽ പിന്നെ ഞാൻ ജീവിച്ചിട്ടും കാര്യമില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് രണ്ടുപേരും കൂടി മരിക്കാം. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് എണീറ്റ് റെയിൽവേ പട്ടയില് ആളില്ലാത്ത സ്ഥലം നോക്കാൻ പോയി. 31 രാത്രി. 31 രാജധാനി എക്സ്പ്രസ്, ഏറ്റവും സ്പീഡ് കൂടിയ വണ്ടി അതാണ്. അതിൽ മരിക്കണമെന്നാണ് അന്ന് വിചാരിച്ചത്. പക്ഷെ അവിടെ പോയി സ്ഥലമൊക്കെ നോക്കിയിട്ട് അവിടെ നിന്നപ്പോ വൈഫ് ചോദിച്ചു, ഇനി നമ്മൾ തിരിച്ചു പോണോ, ഇവിടെ അങ്ങ് മരിച്ചാ പോരെ? ആള് പകലാണെങ്കിലും ഒരു മനുഷ്യനും ഏതാണ്ട് കിലോമീറ്റർ അകത്ത് മനുഷ്യനില്ലാത്ത സ്ഥലം. BRC കമ്പനിയുടെ സൈഡായിട്ട്. ഇന്നിപ്പോ അവിടെ വലിയ ബിൽഡിംഗ് ഒക്കെ ആയി. പക്ഷെ ഞാൻ പണ്ട് കുടിച്ചിട്ടുണ്ട്. നാട്ടിൽ വന്ന സമയത്തും സൂററ്റിൽ ജീവിച്ച സമയത്തും ഞാൻ കുടിച്ചിട്ടുണ്ട്. അപ്പൊ എനിക്ക് ഒരു മോഹം തോന്നി, എന്റെ അവസാനമാണല്ലോ, അന്ന് ഇത്തിരി കുടിക്കണമെന്നൊരു മോഹമുണ്ട്. പുള്ളിക്കാരത്തി മോശമൊന്നുമല്ല കുടിക്കണ കാര്യത്തിൽ. അങ്ങനെ ഞങ്ങള് കുടിക്കാൻ ആരുടെയും കയ്യിൽ നിന്ന് പൈസ കിട്ടുമോ, ഞങ്ങൾ പരിചയക്കാരുടെ അടുത്തൊക്കെ പോയി, പണിയെടുത്തപ്പോ പരിചയമുള്ള ആൾക്കാരുടെ വീട്ടിലൊക്കെ പോയി ചോദിച്ചെങ്കിലും നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം പോലും കിട്ടിയില്ല. ആരും ഒരു പൈസ. നടന്നു വരുന്ന വഴിക്ക് ഒരു പുതിയ 10 നോട്ട് കിട്ടി. ആ 10 നോട്ട് അന്ന് കൊടുക്കുകയാണെങ്കിൽ ഒരു കുപ്പി ചാരായം കിട്ടി, വലിയ ബോട്ടില്. പക്ഷെ ഞാൻ പറഞ്ഞു, ഇതുകൊണ്ടൊന്നും ആവില്ലല്ലോ, മരിക്കാൻ പോവുക. അങ്ങനെ വിചാരിച്ചിരുന്നപ്പോ 31 അല്ലേ, നമ്മളെ ഒരു സാറ് വിളിച്ചിട്ടില്ലേ, നമുക്ക് അവിടെ വരെ പോയി ഒന്ന് പോകാൻ. പുള്ളി റെയിൽവേയിലല്ലേ, പുള്ളിയുടെ ശമ്പളം കിട്ടി കാണും. അങ്ങനെ ഞങ്ങള് പുള്ളിയുടെ വീട്ടിലേക്ക് പോയി. പുള്ളിയുടെ വീട്ടിൽ ചെന്നപ്പോ അവിടെ ഭയങ്കര ഒരുക്കങ്ങളാണ്. സത്യത്തിൽ എന്റെ ജീവിതത്തിൽ പറഞ്ഞാൽ ക്രിസ്ത്യാനിറ്റിയോട് എനിക്ക് വളരെ വെറുപ്പാണ്, വിശേഷിച്ച് പെന്തക്കോസ്തലുകാരോട് വളരെ വെറുപ്പാണ്. ഞാൻ അങ്ങനെയാണ്. അവിടെ നമ്മുടെ തിരുവാങ്കുളം എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു പയ്യന് വേണ്ടി പ്രാർത്ഥിച്ചു. മഞ്ഞപ്പിത്തായിരുന്നു, അവർ മരിച്ചു പോയതോടുകൂടി ഞാനും ഞങ്ങൾ ചേർന്ന കുറെ സംഘങ്ങളും കൂടി അവരെ അവിടെ ഓടിക്കണമെന്നുള്ള നിലയ്ക്ക് അന്ന് പ്രവർത്തിച്ചിട്ടുണ്ട് വർഷങ്ങൾക്ക് മുമ്പ്. അപ്പോ ഇവരോട് എനിക്ക് ഭയങ്കര വെറുപ്പാണ്. അപ്പൊ ഇവര് പറഞ്ഞു, ഇവിടെ പെന്തക്കോസ്തൽ ആരാധനയാണ്. ഞാൻ വിചാരിച്ച വല്ല ബർത്ത്ഡേ വല്ലതായിരിക്കും. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാനൊരു ഹിന്ദുവാണ്, ഞാൻ ഇന്ന് വരെ ഒരു പ്രാർത്ഥനയിലും പങ്കെടുത്തിട്ടില്ല, അതുകൊണ്ട് ഞങ്ങള് പോയേക്കാം. അപ്പൊ പുള്ളി എടുത്ത് ചോദിച്ചു, രാത്രിയല്ലേ, എങ്ങോട്ട് പോകും, താമസിക്കാൻ സ്ഥലമുണ്ടോ? ഇല്ല, ഞങ്ങൾ സ്റ്റേഷനിൽ പോയി. പുള്ളി പറഞ്ഞു, ഇവിടെ അടുത്ത എന്റെ വീടിനോട് ചേർന്ന് തന്നെ ഒരു ഹോളായിട്ട് കിടക്കുക, അവിടെയാണ് അവർ പ്രാർത്ഥന നടത്തുക. റെയിൽവേ ക്വാർട്ടേഴ്സില്ല പ്രാർത്ഥന നടത്തി. അപ്പൊ ആ പുറകില് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇരിക്കാം,
ഇവിടുത്തെ പ്രാർത്ഥന കഴിയുമ്പോൾ ഇവിടെ തന്നെ എവിടെയെങ്കിലും കിടക്കാം. ആ സംസാരവും അവരുടെ ആ സ്നേഹവും കണ്ടപ്പോൾ ഞാനും വിചാരിച്ചു ഇവിടെ എങ്ങനെ ഇരിക്കാം. ഈ സ്റ്റേഷനിൽ പോയിരുന്ന് മറ്റുള്ളവരെ കണ്ട് നമ്മള് ആ പേര് ഈ തേക്കണയിൽ നല്ലതാണല്ലോ എന്ന് വിചാരിച്ച് അവിടെ തന്നെ അങ്ങ് ഇരുന്നു. ഒരു പ്രാർത്ഥനയൊക്കെ തുടങ്ങി. പിന്നെ എന്റെ ചിന്ത മുഴുവനും വണ്ടി പോകണം, നമ്മൾ മരണത്തിന് തയ്യാറായിരിക്കുക. ഇവിടെ നിന്ന് ഇനി എങ്ങനെ എണീറ്റ് പോകും? ഇവിടെ ഇരിക്കുന്നത് പ്രാർത്ഥനയുടെ സ്ഥലമാണ്. ഇനി പുള്ളി അവിടെ പ്രാർത്ഥനയ്ക്ക് ഇരുന്ന് ചെയ്ത് പുള്ളിയോട് പറയാണ്ടിട്ട് പോകാനും പറ്റില്ല. അപ്പോ ഈ പ്രാർത്ഥന തുടങ്ങി കുറച്ചു നേരം കഴിഞ്ഞ് പാട്ടും കാര്യങ്ങളൊക്കെ നല്ല രസമുണ്ട് കേൾക്കാനൊക്കെ. ഹിന്ദിയിലാണ്, വൈഫിനൊന്നും മനസ്സിലാവില്ല, ഞാനെല്ലാം കേൾക്കുന്നുണ്ട്. അവര് പ്രാർത്ഥിച്ചു കഴിഞ്ഞ് കുറച്ചു നേരം കഴിഞ്ഞ് ഭജൻ സംഗീതം എന്നൊക്കെ എടുത്തിട്ട് അവരിങ്ങനെ വായിക്കുകയാണ്. ഇപ്പോഴാണ് നമ്മൾ ഭജൻ സംഗീതം കാര്യങ്ങൾ. അന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈബിളിനെ പറ്റി നമുക്ക് ഒരു ചുക്കും അറിയത്തില്ല, ABCD പോലും അറിയത്തില്ല. അപ്പോ അവര് വായിച്ച കഴിഞ്ഞിട്ട് സാക്ഷിക്കുള്ള സമയമാണ്. ഞാൻ വിചാരിച്ചു ഇതെന്തൊരു സാക്ഷി. അവരെണീറ്റ് ചെയ്യുന്ന ഓരോരുത്തര് ആ കൊല്ലം അവർക്ക് സംഭവിച്ച കാര്യങ്ങള്, അവരുടെ കൊച്ചിന് സംഭവിച്ചത്, ചില അസുഖക്കാർക്ക് സംഭവിച്ചത്, അങ്ങനെയുള്ള സാക്ഷ്യങ്ങളൊക്കെ പറയണ കേട്ടു. ഞാനും വിചാരിച്ചു ഇനിയിപ്പോ ദൈവം നമുക്ക് ഒരു വിടുതൽ തരുമോ? എന്റെ അച്ഛൻ TB വന്നിട്ട് TBയുടെ അസുഖം കൊണ്ട് മരിച്ച ഒരാളാണ്. ഇപ്പൊ ഞാനും TB അസുഖമായിട്ട് അവിടെ കുത്തിയിരിക്കുക. എനിക്കും വിടുതൽ തരുമോ? ഇങ്ങനെ ഒന്ന് മനസ്സിലൊന്ന് ചിന്തിച്ചു പോയി. പിന്നെ എന്റെ നിരാശ, ജീവിക്കാനുള്ള ആശയില്ലാത്തത് കൊണ്ട് പിന്നെ മറ്റാഴത്തിലേക്കൊന്നും ചിന്തിക്കാൻ പോയില്ല. ഞാൻ വൈഫിനെ ഇടയ്ക്കിടയ്ക്ക് തോണ്ടും, സമയമാവുന്നു. അപ്പൊ എന്റെ കയ്യിൽ വാച്ചില്ല. വാച്ച് അവരുടെ മതിലിൽ വാച്ചിരിക്കും. വാച്ച് ചൂണ്ടിക്കാണിക്കൊണ്ട് ഞാൻ പറയും വണ്ടി വരുന്നു, സമയമാവുന്നു, അവരെ ചൂണ്ടിക്കാണിച്ചോണ്ടിരിക്കും. അപ്പോൾ അവരും ഒന്നും ശ്രദ്ധിക്കുന്നില്ല, അവർക്കും നിരാശയാണ്. അങ്ങനെ ഇരുന്ന് ഒരു കുറച്ചു നേരം കഴിയുമ്പോൾ ഒരു പാസ്റ്റർ എന്ന് പറഞ്ഞ ഒരാളെ നമ്മൾ ആദ്യമായിട്ട് കേൾക്കുക പാസ്റ്റർ. അപ്പൊ പുള്ളി എണീറ്റ് ഇന്ന് പ്രസംഗിക്കാൻ തുടങ്ങിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മാർക്കോസിന്റെ സുവിശേഷത്തിൽ നിന്നാണ് പുള്ളി പ്രസംഗിച്ചത്. അത് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, അന്നൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു. ഇപ്പൊ ബൈബിളിൽ നമ്മൾ വായിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത് കൊണ്ട് എനിക്കറിയാം. കർത്താവിന്റെ ദാസന്മാരും കർത്താവ് ഒന്നിച്ച് വഞ്ചിയിൽ യാത്ര ചെയ്യുമ്പോൾ ആ വഞ്ചി തെരയടിച്ച് മുങ്ങാൻ പോകുന്നു. ആ സമയത്ത് കർത്താവിന്റെ ദാസന്മാർ എണീച്ച് പ്രാർത്ഥിക്കുന്നു. അപ്പൊ കർത്താവ് എണീച്ച് അല്പവിശ്വാസി എന്ന് വിളിക്കുന്ന ആ ഭാഗമാണ് കർത്താവ് അതിന്റെ ദാസൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ 86 ഡിസംബർ 31 രാത്രി രാജു പാസ്റ്റർ, പുതിനയിലെ രാജു പാസ്റ്റർ പ്രസംഗിച്ച പ്രസംഗം. പക്ഷെ എനിക്കൊരു സംശയം തോന്നി, ഞാൻ ഒരു വഞ്ചിയിലാണോ എന്നൊക്കെ എനിക്ക് തോന്നിപ്പോയെങ്കിലും ഒന്നും പിടികിട്ടാത്ത വിധത്തിൽ അങ്ങ് മാറി. എന്ന് വെച്ച് കഴിഞ്ഞാൽ മരണചിന്തയാണ് മനസ്സിലിരിക്കുന്നത്. അങ്ങനെ പുള്ളി ഞങ്ങൾക്ക് ആഹാരം തന്നത് രാത്രി 1 മണിക്ക്. അപ്പൊ ഞങ്ങൾ പിറ്റേ വർഷത്തേക്ക് പ്രവേശിക്കാൻ പാടില്ല എന്നെടുത്ത നിർണയത്തിന് അപ്പുറത്തേക്ക് ഇത് 12 മണിയും കഴിഞ്ഞ് പിറ്റേ വർഷത്തേക്ക് ഞങ്ങൾ പ്രവേശിച്ചും കഴിഞ്ഞു. അപ്പൊ അത്രയും ഈ കഴിഞ്ഞ വർഷം 86 ഡിസംബർ 31 ഞങ്ങള് സുവിശേഷ വചനം കേട്ടോണ്ടിരിക്കുക. അപ്പൊ വണ്ടിയും പോയി, ഞങ്ങളുടെ സമയം പോയി, അടുത്ത വർഷം വന്ന് ഭവിക്കുകയും ചെയ്തു. അപ്പൊ എന്താ ചെയ്യണ്ടേ? ഞാൻ ദേഷ്യപ്പെടുകയാണ് വൈഫിനോട്. എന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞതാണ് എണിക്കണം. അവരെണിക്കത്തുമില്ല, നമ്മളെ വിടത്തുമില്ല. നമ്മുടെ സമയം പോയി, നമ്മൾ വിചാരിച്ച കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് എന്താ ജീവിതം? ജീവിക്കാൻ ഒരു വഴിയില്ല, അസുഖമാണ്. 1.5 കൊല്ലത്തെ മരുന്ന് കഴിക്കാനാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഇരുന്ന് അവർ ആഹാരം തന്നു. 3 ദിവസം ആഹാരം കഴിക്കും. 29 അവരുടെ അവിടെ നിന്ന് 2 ചപ്പാത്തി കഴിച്ചിട്ട് പോയതാ. പിന്നെ 31 രാത്രി 1 മണിക്ക് ഇവർ ആഹാരം, കോഴിയിറച്ചും പൂരിയൊക്കെ ഉണ്ട്. ആഹാരം കഴിച്ചു കഴിഞ്ഞപ്പോൾ വിധമൊക്കെ മാറി. പിന്നെ എവിടെയെങ്കിലും ഒന്ന് ഇരുന്നാൽ മതി എന്നായി. ആപ്പാടെ തളർച്ചയായി. ഞങ്ങളുടെ ഇരിപ്പ് കണ്ട് അവരൊരു കോസടി കൊണ്ടുവന്ന് ഇട്ട് ഒരു കയറ് വലിച്ചൊരു കട്ടിൽ കൊണ്ടുവന്നു. ഞങ്ങൾ അവിടെ കിടന്നു. പക്ഷെ എനിക്ക് ഉറക്കം വന്നില്ല. വൈഫ് കിടന്നുറങ്ങി. പുള്ളി 5 മണിക്ക് എണിച്ചു. ഈ പോലീസുകാരൻ എണിച്ചപ്പോ ഞാൻ കണ്ണു തുറന്ന് കിടക്കാം. എന്ത് പറയണോ, എങ്ങോട്ടാ, എന്താ ഉദ്ദേശം? ഞാൻ പുള്ളിയോട് പറഞ്ഞു എനിക്ക് ഉദ്ദേശമൊന്നും, എനിക്ക് ജീവിതത്തിൽ നിരാശയുള്ളൂ. അപ്പൊ ഇന്നലെ സംസാരിച്ചത് നിങ്ങളോടാണെന്നാണ് എനിക്ക് തോന്നുന്നത്, പുള്ളി പറഞ്ഞു. അപ്പൊ ഞങ്ങളെ പറ്റി അങ്ങേർക്ക് ഒന്നും അറിയത്തില്ല. ഞാൻ പറഞ്ഞു ഞാൻ TBയുടെ അസുഖത്തിലിരിക്കുകയാണ്. TBയുടെ അസുഖത്തിലിരിക്കുമ്പോ ഞാൻ പുള്ളിയോട് ഒന്നും പറയാൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൊച്ചുങ്ങളുള്ള വീട്ടിലൊക്കെ TB ഉള്ള അസുഖങ്ങൾ കയറി ചെന്ന് കഴിഞ്ഞാൽ എന്റെ സ്വന്തം വീട്ടിൽ കയറി പോകാൻ എനിക്ക് അനുവാദം ഇല്ലായിരുന്നു ആ സമയത്ത്. അപ്പോ വേറെ വീട്ടിൽ കയറി പോയിട്ട് ഞാൻ TB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അവര് കുടിക്കുന്ന ഗ്ലാസ് വരെ ചൂടുവെള്ളത്തിൽ കഴുകി എടുക്കേണ്ടി വരും. അതുകൊണ്ട് ഞാൻ ആരോടും ഒന്നും പറഞ്ഞില്ല. പിന്നെ ഞാൻ 5 മണിക്ക് എണിച്ചപ്പോ പുള്ളിയോട് പറഞ്ഞു ഞാൻ TBയുടെ അസുഖക്കാരനാണ്, എനിക്ക് ജോലി ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ ആ കണ്ടീഷനിൽ ഞാൻ തിരുപ്പതി വരെ പോയിട്ട് ഇന്നലെ കഴിഞ്ഞ 29 രാത്രിയാണ് ഇവിടെ എത്തിയത്. 28
29-ാം തീയതിയാണ് നിങ്ങളെ കാണാൻ വന്നത്. നിങ്ങൾ 31-ാം തീയതി വരണം എന്ന് പറഞ്ഞു. ഞാൻ കുടിക്കുന്ന ഒരു മനുഷ്യനാണ്. നിങ്ങൾ എന്തെങ്കിലും പൈസയായിട്ട് സാമ്പത്തികമായിട്ട് സഹായിക്കുമെന്ന് വിചാരിച്ചാണ് നിങ്ങൾ അവിടെ ഞാൻ വന്നിരുന്നത്. പക്ഷെ പ്രാർത്ഥനയിൽ പങ്കെടുക്കുകയും നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഒരു ആഹാരം കിട്ടുകയും ചെയ്തതോടുകൂടി ഇന്നത്തെ ദിവസം കഴിഞ്ഞു പോയി, ഞങ്ങളുടെ പ്ലാൻ എല്ലാം പൊട്ടിപ്പോയി. അപ്പൊ പുള്ളി പറഞ്ഞു, പേടിക്കണ്ട, നിങ്ങൾ ചിന്തിച്ച ചിന്ത തെറ്റായി. അപ്പൊ ഞങ്ങള് ശരിയായ രൂപത്തിൽ ആരാധിക്കുന്ന ഒരു സ്ഥലത്ത് നിങ്ങൾക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ, അല്ലെ ഇന്നലത്തെ രാത്രിയിലത്തെ വചനം നിങ്ങളോട് പറഞ്ഞതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു പുതിയ ജീവിതത്തിന് ആരംഭമുണ്ട്. ഇനി മരണത്തെ പറ്റി ചിന്തിക്കാതിരിക്കുക. ഇന്നലെ ഇവിടെ കൂടിയ ആൾക്കാരും ഞാനും ഒക്കെ നിങ്ങളുടെ കൂടെ ഉണ്ട്. എനിക്കത് ആ വാക്ക് തന്നെ സഹിക്കാൻ പറ്റി. നമ്മുടെ ബന്ധക്കാര് നമ്മുടെ കൂടെ ഇല്ല. ആ സമയത്ത് കർത്താവിന്റെ മക്കള് നമ്മളോട് പറയാണ്, ഇനി പേടിക്കണ്ട, ഞങ്ങൾ എല്ലാവരും നിങ്ങളുടെ കൂടെയുണ്ട്. ഞങ്ങൾക്ക് താമസിക്കാൻ റൂമില്ല, ജോലിയില്ല, ഒന്നുമില്ല. പെട്ടിയുണ്ട്, പാത്രങ്ങളൊക്കെ പോയ വഴിക്ക് പോയതൊക്കെ ഓരോന്നൊക്കെ അവിടെ ഇവിടെയൊക്കെ പോയി, അതൊക്കെ പിന്നെ ബാക്കിയുള്ളതുണ്ട്, ഒരു സഞ്ചിയുണ്ട്. ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. അപ്പൊ ഈ പുള്ളി പറഞ്ഞ 7:30 മണിക്ക് ഞാൻ ജോലിക്ക്, പിന്നെ 3 മണിക്കേ വരത്തുള്ളൂ. അപ്പൊ ഇവിടെ നിന്ന് എങ്ങും പോവരുത് എന്ന് പറഞ്ഞിട്ടാ പോയി. അപ്പോ ഞാൻ എന്റെ ഭാര്യയോട് പറഞ്ഞു, സംഗതി പ്ലാൻ എല്ലാം പൊട്ടിയല്ലോ, ഇനിയിപ്പോ എന്താ ചെയ്യാ? അപ്പൊ പുള്ളിക്കാരത്തി പറഞ്ഞു, അദ്ദേഹം ഒരു ദൈവത്തിന്റെ ദാസനല്ല, എന്തെങ്കിലും പറഞ്ഞതിൽ ഒരു ഉദ്ദേശം ഉണ്ടാകും, നമുക്കൊന്ന് കാത്തിരിക്കും. 3 മണിക്ക് പുള്ളി വന്നിട്ട് എന്നോട് പറഞ്ഞു, നിങ്ങൾക്ക് ഞാൻ താമസിക്കാൻ ഒരു സ്ഥലം, തൽക്കാലം വാടക വേണ്ട. പക്ഷെ ഞങ്ങള് ആ മാസാവസാനം ഞങ്ങളോട് 100 രൂപ പുള്ളി മേടിച്ചായിരുന്നു, അത് വേറെ കാര്യം. അപ്പോ തൽക്കാലം ഇവിടെ താമസിച്ചു. വേറൊരാൾ താമസിക്കുന്നുണ്ട്, അയാൾ വീട്ടിൽ പോകും. അപ്പൊ ആ താമസിച്ചിരുന്ന ആള് ഞങ്ങളെ 10-14 ദിവസം ഞങ്ങളെ സംരക്ഷിച്ചു. അപ്പൊ അദ്ദേഹം നല്ലൊരു പക്ക വിശ്വാസിയാണ്, പാപ്പച്ചൻ എന്നാണ് പേര്. അങ്ങനെ ഇത്രയൊക്കെ ആയെങ്കിലും എനിക്ക് എന്റെ ജീവിതത്തിലേക്ക് തിരിച്ചു വരാനുള്ള ഒരു വഴിയും കാണുന്നില്ല. എല്ലാം നശിച്ച് നാറാണക്കല്ല് പിടിച്ചു. എന്റെ അമ്മാവൻ ഹോട്ടലുകാരനാണ്, ഞാൻ ഹോട്ടലിൽ ജോലി ചെയ്തിട്ടുണ്ട്. അമ്മാവൻ ഹോട്ടൽ എവറസ്റ്റ് എന്ന് പറയുന്ന തൃപ്പൂണിത്തുറയിൽ അന്ന് ഏറ്റവും പേര് കേട്ട ഹോട്ടലുകാരനായിരുന്നു. പക്ഷെ എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ട് പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ തെറ്റായ വഴിയിൽ സഞ്ചരിച്ചത് കൊണ്ട് എന്റെ സ്വന്തക്കാരും ബന്ധക്കാരുമായിട്ട് എനിക്ക് യാതൊരു ബന്ധമില്ല. ഇപ്പോ ഞാൻ നടു റോട്ടിൽ നിൽക്കുന്നതിന് തുല്യമാണ്, അല്ലെങ്കിൽ ഒരു കയത്തിൽ വീണതിന് തുല്യം, ഒരു രക്ഷയില്ലാണ്ട് നിൽക്കുന്ന ഒരു സമയമാണ്. അപ്പൊ ഇവര് പറയുന്നത് എനിക്ക് കേട്ടേ പറ്റും. എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, എന്നെ വിശ്വസിച്ച് ഓടി വന്ന ഒരു സ്ത്രീ ഉണ്ടല്ലോ, പിന്നെ എന്റെ ചിന്ത ആ വഴിക്ക് പോയി. ഞാൻ മരിച്ചാൽ, അല്ലെ മരിച്ച് അവരും മരിക്കും, അങ്ങനെ ഒരു ചിന്തയിൽ പോയി. അങ്ങനെ ഞങ്ങൾ 14 ദിവസം ആ സഹോദരന്റെ കൂടെ ജീവിച്ചു, താമസിച്ചു. അയാൾ 14ാമത്തെ ദിവസം നാട്ടിൽ പോവുകയും ചെയ്തു. പിന്നെ ഞങ്ങളാണ് ചുമ്മാ പട്ടിക അടിച്ച ഒരു വീടാണ്. മോളിൽ പത്രം ഇട്ടിട്ടുണ്ട്, പട്ടിക അടിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ നല്ല ആൾക്കാർക്ക് വെട്ടം കിട്ടും. പലകയൊക്കെ ഉണങ്ങി ഇങ്ങനെ വാക്കയായിട്ട് വളഞ്ഞ ഇതാണ്, അതിലാണ് താമസം. അപ്പൊ അവിടെ താമസിച്ചോളാൻ പറഞ്ഞു. ഞാൻ അവിടെ കുറച്ചു ദിവസം താമസിച്ചു കഴിഞ്ഞപ്പോൾ ഒരു മലയാളി വന്ന് എന്നോട് പറഞ്ഞു, പള്ളിയിൽ പോകുന്ന ആളാണ്. പുള്ളി വന്ന് പറഞ്ഞു, നിങ്ങൾക്ക് പണി ചെയ്യാൻ പറ്റുമെങ്കിൽ എന്റെ കൂടെ വാ, പെയിന്റ് അടിക്കാൻ. 8 കൊല്ലം ഞാൻ പ്രിന്റിംഗ് ആൻഡ് ഡൈനിങ്ങിൽ ജോലി ചെയ്തതിലാണ് ഞാൻ അസുഖക്കാരനായത്. ഇപ്പൊ വിളിക്കുന്നത് പെയിന്റ് അടിക്കാനാണ്. പക്ഷെ ഞാൻ ഒന്നും ആലോചിച്ചില്ല, മരിക്കണമെങ്കിൽ മരിക്കട്ടെ, 2 ദിവസം ശമ്പളം കിട്ടിക്കഴിഞ്ഞാൽ പച്ചവെള്ളം കുടിക്കാമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ അയാളുടെ കൂടെ. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഞാൻ പള്ളിയിൽ പോകുന്നുണ്ട്. അപ്പൊ വൈഫ് മറ്റുള്ളവരുടെ കൂടെ അവരുടെ വീട്ടിൽ പോയിരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്, അവരുമായിട്ട് സഹകരിച്ചു പോകുന്നുണ്ട്. ഈ 14 ദിവസം കൊണ്ട് തന്നെ അവരൊരു കുടുംബ അംഗങ്ങളായി തീർന്നു. ഞങ്ങൾക്ക് ആകാൻ പറ്റിയില്ലെങ്കിലും അവരെ ഞങ്ങളെ ഒരു കുടുംബ അംഗങ്ങളെ പോലെ ആക്കി വിശ്വാസികൾ. ആ ഒരു സ്നേഹമുണ്ട്. അപ്പോ ഈ പോലീസുകാരൻ സാറുണ്ട്, പുള്ളി കൽക്കരി വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു പെട്ടി കൽക്കരി കൊണ്ടുവന്ന്, കാർട്ടൂൺ കൽക്കരി കൊണ്ടുവന്ന് ഞങ്ങളുടെ റൂമിൽ തരും. നിങ്ങൾക്ക് മണ്ണെണ്ണ മേടിക്കണ്ട, ഇത് കത്തിച്ച് വേവിച്ചാൽ മതി. അങ്ങനെ ഇരിക്കുമ്പോ അസുഖം വളരെ കൂടാൻ, കമ്പനി പണിക്ക് പോകാൻ തുടങ്ങി. ഞാൻ ഓരോ ദിവസവും വൈകുന്നേരം വന്നിട്ട് പറയും, ലക്ഷ്മി എന്നെ ആശ്രയിച്ച് നിൽക്കരുത്, എനിക്ക് എന്റെ ഒരു ഭരോസയില്ല, ഞാൻ മരിച്ചു പോകും, എനിക്ക് അങ്ങനെ തോന്നുന്നു. ഞാനൊരു ആദ്യത്തെ മാസം 20 ദിവസം ജോലി, അത് ആ കമ്പനിയും കെമിക്കൽ കമ്പനിയാണ്, പൗഡറാണ് പറ്റിയത്. പിന്നെ 10 ദിവസം റെസ്റ്റ് എടുത്തു, പിന്നെയും പണിക്ക് പോയി. പിന്നെയും 10-15 ദിവസം ജോലി ചെയ്തിട്ട് പിന്നെ വീട്ടിൽ വന്ന് ഞാൻ ടിഫിനൊക്കെ താഴെ ഇട്ടത് പറഞ്ഞു, ഇനി എനിക്ക് ഒരിക്കലും ജോലി ചെയ്യാൻ പറ്റുന്നു. ഞാൻ നടന്നെത്തിയത് തന്നെ വല്ലവരുടെ സഹായത്തിലാണ്. അങ്ങനെ അവരും അവിടെ ഇരുന്ന് കരഞ്ഞു. അപ്പോ പാസ്റ്റർ ചെന്ന് വിളിച്ചു,
ചർച്ചിലെ വിശ്വാസികൾ വന്നു എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അപ്പൊ പാസ്റ്റർ അന്നും പറഞ്ഞു, ഭയപ്പെടരുത്, ഞങ്ങളെല്ലാം കൂടെ ഉണ്ട്, നിങ്ങൾ യാതൊരു ആവശ്യം മനസ്സ് സ്വസ്ഥമാക്കി ഭയപ്പെടാതിരിക്കുക, ഞങ്ങൾ എല്ലാവരും കൂടെയുണ്ട്. സഞ്ജേട്ടന്റെ അസുഖം തീർച്ചയായിട്ടും പൂർണ്ണമായിട്ടും വിടുതലിലേക്ക് കർത്താവ് വിടുതൽ തരും. കർത്താവിൽ വിശ്വസിച്ചാൽ മഹത്വം കാണും. അങ്ങനെ ഒരു ശബ്ദം കർത്താവ് പറഞ്ഞു. പുള്ളിക്കാരത്തി ഞങ്ങളുടെ റൂമിനകത്തിരുന്ന് ആഹാരമൊക്കെ ഉണ്ടാക്കി. അടുത്ത് തന്നെയാ ചർച്ചിന്റെ അടുത്ത് തന്നെ ഞങ്ങൾ താമസിക്കുന്നു. ഇതൊക്കെയാണെങ്കിൽ എനിക്ക് എന്റെ മനസ്സങ്ങോട്ട് ശരിയാവുന്നില്ല. ഞാൻ പാസ്റ്ററോട് പറഞ്ഞു, പാസ്റ്റർ ഞാൻ ഹോസ്പിറ്റലിൽ പോകും. ശരി, പോയിക്കൊള്ളാൻ പറഞ്ഞു. അങ്ങനെ ഹോസ്പിറ്റലിൽ പോയി. അപ്പൊ അതിന് മുമ്പ് 2 മാസം മുമ്പാണ് എക്സ്റേ എടുത്തത്. എക്സ്റേ എടുത്തിട്ട് TB ഉണ്ട്, 1.5 വർഷം മരുന്ന് കഴിക്കണമെന്ന് എനിക്ക് റിപ്പോർട്ട് സിവിലിൽ നിന്നും കിട്ടി, പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ നിന്നും കിട്ടി. അപ്പോൾ ആ സർട്ടിഫിക്കറ്റ് എൻ്റെ കയ്യിലുണ്ട്. അത് വെച്ചിട്ട് പിന്നെ ആ ഡോക്ടറെ തന്നെ പോയി കണ്ടപ്പോൾ അയാൾ പറഞ്ഞു, 1 പ്രാവശ്യം കൂടി എക്സ്റേ എടുത്തോളാം. അപ്പോൾ എക്സ്റേ എടുത്തു. അവിടെ അന്നത്തെ എക്സ്റേ എന്ന് പറഞ്ഞാൽ 3ാമത്തെ ദിവസം ചെന്ന് മേടിക്കും. അങ്ങനെ എക്സ്റേ എടുത്തു. ആ എക്സ്റേ നമുക്ക് കിട്ടിക്കഴിഞ്ഞപ്പോ ഈ ഡോക്ടറിന്റെ മുഖത്ത് ഒരു ഭയങ്കര സന്തോഷം. പക്ഷെ അയാളുടെ മുഖത്തെ സന്തോഷം കണ്ടിട്ട് എനിക്ക് അങ്ങ് ദേഷ്യം വരും. നമ്മളിവിടെ രോഗിയായിട്ടിരിക്കുക, നമ്മളിവിടെ എന്തെങ്കിലും പറയണ്ട, ഇയാള് ചിരിക്കുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്, ഇരിക്കുന്നുണ്ട്. ഞാൻ അയാൾ വർത്താനം പറയുന്നതിന് മുമ്പ് ഞാൻ അയാളോട് കയറി ദേഷ്യപ്പെട്ടു. രോഗിയെ വെച്ചിട്ട് നിങ്ങൾ ഇരുന്ന് ചിരിച്ച് വർത്താനം പറയാണ്. അപ്പൊ എനിക്ക് മനസ്സിലായി അയാൾ ഒരു ആന്ധ്രക്കാരനായിരുന്നു. അയാള് പറഞ്ഞു എന്നോട് അവിടെ ഇരിക്കാം. ഇരുന്ന് അയാള് എക്സ്റേ എടുത്ത ആളെ വിളിച്ചു. ഈ എക്സ്റേ തെറ്റിപ്പോയിട്ടില്ലല്ലോ, 13ാം നമ്പറാണ്, അന്നത്തെ 13ാം നമ്പറാണ്, സദൻ എന്നാണ് പേര്. അപ്പൊ അയാൾ പറഞ്ഞു ഇല്ല, തെറ്റിയിട്ടില്ല, ഫയലെടുത്ത് നോക്കണം ഒന്നും കൂടി. അയാൾ വന്ന് പറഞ്ഞു ഇല്ല, ഒരു തെറ്റുമില്ല, ഇത് ആ എക്സ്റേ തന്നെയാണ്, സദൻ എന്നാണ് പേര്. കഫം ചെക്ക് ചെയ്ത് ആളെ വിളിച്ചു. നിങ്ങൾ കഫം ചെക്ക് ചെയ്ത നമ്പർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയിട്ടില്ലല്ലോ. അതൊരു സ്ത്രീയായിരുന്നു. അവർ പറഞ്ഞു ഇല്ല, അതിലൊരു മാറ്റം സംഭവിച്ചിട്ടില്ല. അന്നെന്ന് വെച്ചാൽ സിവിലിൽ ഇത്ര ആൾക്കാരൊന്നും പോകുന്നില്ല. അപ്പൊ ഈ ഡോക്ടർ എന്നോട് പറഞ്ഞു, സഞ്ജേട്ടാ, നിങ്ങൾക്ക് ഒരു അസുഖവും ഇല്ല. എനിക്ക് ഒന്നും കൂടി ദേഷ്യം വന്നേ. എനിക്ക് എന്റെ മനസ്സിന് ഇത്രയും ദേഷ്യം വന്ന സമയമില്ലെന്നുള്ളതാണ്. ഞാൻ പറഞ്ഞു, നിങ്ങൾ ഡോക്ടറാണോ? 1.5 കൊല്ലം, 2 മാസം മുമ്പ് നിങ്ങൾ പറഞ്ഞു 1.5 കൊല്ലം മരുന്ന് കഴിക്കണമെന്ന്. 2 മാസം കഴിഞ്ഞ് എക്സ്റേ എടുക്കുമ്പോ നിങ്ങൾ പറയണം മരുന്ന് കഴിക്കണ്ടെന്ന്, നിങ്ങൾക്ക് അസുഖമില്ലെന്ന്. എന്താ നിങ്ങൾ ഡോക്ടറാണോ എന്ന് ചോദിച്ചു. അയാൾക്ക് മനസ്സിലായി ഇയാൾ ചൂടാവുകയാണെന്ന് മനസ്സിലായി. ഇയാൾ എന്നെ വിളിച്ച് കസേരയിൽ ഇരുത്തി വെള്ളമൊക്കെ തന്ന് അയാൾ എന്നോട് സൗമ്യമായിട്ട് സംസാരിക്കുകയാണ്. ചേട്ടാ, ഈ ദിവസങ്ങളിൽ എന്താ നിങ്ങൾ ആഹാരം കഴിച്ചത്? ഞാൻ പറഞ്ഞ ആഹാരം കഴിക്കാനോ, കട്ടക്കാപ്പി കുടിക്കുന്നത് ചർച്ചുകാരുടെ വീട്ടിൽ പോയിട്ടാ. ഈ ചർച്ച് എന്ന് പറയുന്നത് അയാൾക്ക് അപ്പം പിടിയിട്ടു. അയാളൊരു സൗത്തുകാരനായതുകൊണ്ട്. അപ്പോ അയാൾ പറഞ്ഞു, നിങ്ങളുടെ ജീവിതത്തില് അപ്പൊ ഒരു അത്ഭുതം സംബന്ധിച്ചിരിക്കും, ഒരു അത്ഭുതം സംഭവിച്ചിരിക്കും. എന്റെ പ്രകാരം നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം നടന്നിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 മാസം മുമ്പെടുത്ത എക്സ്റേക്ക് നിങ്ങളുടെ കയ്യിൽ അസുഖമുണ്ട്, ഈ മിഞ്ഞാന്ന് എടുത്ത എക്സ്റേയിലും നിങ്ങൾക്ക് അസുഖം ഇല്ല. ഇത് രണ്ടും ഇതിൽ എടുത്തതാണ്. പ്രൈവറ്റ് ആയിട്ട് എടുത്തതിലും അസുഖമുണ്ട്. അപ്പൊ ഇന്നെടുത്തിരിക്കുന്ന എക്സ്റേയില് അസുഖം ഇല്ല. അപ്പോ അയാള് തീർത്തു പറഞ്ഞു, ഇല്ല ചേട്ടാ, നിങ്ങൾക്ക് ഇനി യാതൊരു അസുഖവും ഇല്ല. ഒന്നില്ലെങ്കിൽ ഒരു മിറക്കിൾ നടന്നിരിക്കുന്നു, അത്ഭുതം നടന്നിരിക്കുന്നു. അതാണ് അവിടെ സംഭവിച്ചത്. ഞാനും വൈഫും അവിടെ നിന്ന് കരഞ്ഞു, മുട്ടുകുത്തി ദൈവത്തെ, അവിടെ വെച്ച് തന്നെ ദൈവത്തെ ഞങ്ങൾ സ്വീകരിക്കുകയായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഓടി റെയിൽവേ ക്വാർട്ടേഴ്സിൽ വന്നു. സിസ്റ്ററോട് പറഞ്ഞു, സിസ്റ്ററും അവരൊക്കെ വലിയ വേളയിൽ കരഞ്ഞു. അങ്ങനെ ഞങ്ങള് വിശ്വാസത്തിലേക്ക് ബൈബിൾ എടുക്കാനുള്ള കാരണം എന്റെ അസുഖത്തിന്റെ വിടുതൽ. ആ അസുഖം എനിക്ക് ഭേദമായി എന്ന് അവർ പറഞ്ഞോടുകൂടി പിന്നെ എനിക്ക് ഭയങ്കര ആരോഗ്യമാണ്. എങ്കിലും മനസ്സിൽ നിരാശയാണ്. നിരാശ എന്ന് വെച്ച് കഴിഞ്ഞാല് ജോലിയില്ല, വീടില്ല, എങ്ങനെ മുമ്പോട്ട് പോകും, പിന്നെ നിരാശയാണ്. പക്ഷെ ഇതെല്ലാം ഞങ്ങൾ പ്രാർത്ഥനയ്ക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു ദിവസം ഞങ്ങൾ പണിക്ക് പോയി. ആ പണിയിൽ നിന്ന് എനിക്ക് 20 രൂപ, 15 രൂപ കിട്ടിക്കൊണ്ടിരുന്ന സ്ഥലത്ത് നിന്ന് 20 രൂപ ശമ്പളമായി. ഞങ്ങൾ വേറൊരു റൂം വാടകയ്ക്ക് എടുത്തു. അപ്പൊ 600 രൂപ ശമ്പളം, ഒരു 100 രൂപ, 150 രൂപ, 5 രൂപ ഡെയിലി ഉണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് സുഖമായ ജീവിതം അങ്ങനെ ജീവിച്ചു പോയി. അപ്പൊ ഞാൻ കണക്ക് കൂട്ടുമ്പോ ഞങ്ങള് ജീവിതത്തിൽ ഞങ്ങൾ മുമ്പോട്ട് വന്നത് ദൈവത്തിങ്കിലേക്ക്. ദൈവമാണ് എനിക്കൊരു വിടുതൽ. അപ്പൊ ഞാൻ അവിടെ ചർച്ചിലെ ഒരു ദിവസം സാക്ഷിക്ക് വേണ്ടി എണീറ്റ്.
എന്റെ സാക്ഷി പറയാൻ കർത്താവിന്റെ ദാസൻ എന്നെ അനുവദിച്ചു. എന്നുവെച്ചാൽ മുഴുവനൊന്നും പറഞ്ഞില്ല. പക്ഷെ ആ സാക്ഷിയിൽ ഞാൻ ഒരു നിർണയം എടുത്തത്, ഞാൻ ഇവിടെ ജോലി ചെയ്തില്ലെങ്കിലും ഞാൻ സേവ ചെയ്തിരിക്കും. കർത്താവിനോടുള്ള ഞാൻ സമർപ്പണം ചെയ്തത്, ഞാൻ ജോലി ചെയ്തുകൊണ്ടാണെങ്കിലും കർത്താവിന്റെ സേവ മുടങ്ങാണ്ട് ഞാൻ കൊണ്ടുപോകും. അത് ഇന്ന് വരെ എനിക്ക് ദൈവം സഹായിക്കും. സഭയിൽ എത്തിയതിനു ശേഷം പലവിധമായ പോരാട്ടങ്ങൾ നമുക്കുണ്ടായി. അത് എന്നോട് നേരത്തെ പാസ്റ്ററും മറ്റു വിശ്വാസികളും പറയുമായിരുന്നു. നിങ്ങൾ സമുദായത്തിൽ നിന്ന് വരുന്നവർക്ക് ചിലപ്പോൾ ഇതിലേക്ക് വരുമ്പോൾ എന്തെങ്കിലും ശൈത്താന്യ പോരാട്ടങ്ങൾ ഉണ്ടാവും, അതിൽ നിങ്ങൾ കുടുങ്ങിപ്പോകരുത്. അത് നിങ്ങൾക്ക് ഒരു ബലം നിങ്ങൾക്ക് അതിൽ പ്രാപിക്കാൻ സാധിക്കും. അങ്ങനെയൊക്കെ കർത്താവിന്റെ ദാസൻ ഞങ്ങളെ നേരത്തെ ഉപദേശിച്ചിരുന്നു. പല പോരാട്ടങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുമ്പോട്ട് പോകാൻ പറ്റാത്ത വിധത്തിൽ ആരോ നമ്മളെ കടിഞ്ഞാനിട്ട് പിടിച്ച് വലിക്കുക. അതേ രൂപത്തിൽ എങ്ങനെ മുമ്പോട്ട് പോകാൻ നോക്കുമ്പോ അതേ രൂപത്തിൽ. ഒരു കടയിൽ ഞാൻ ജോലി ചെയ്തു. ആ കടക്കാരൻ, കടയിലെന്ന് പറഞ്ഞാൽ ഈ പെയിന്റ് അടിച്ചുകൊണ്ടിരുന്ന അയാൾ ഒരു കട തുടങ്ങി. ആ കടയിൽ ഞാൻ പോയി ജോലി ചെയ്തു. അവിടെ ചെന്നപ്പോ അവിടെയും ശൈത്താൻ എന്ന് പറഞ്ഞാൽ അയാൾക്കടെ അമ്പലത്തിലെ വിളക്ക് കത്തിച്ചിട്ട് വേണം ഞാൻ കട കച്ചവടം ചെയ്യാൻ. ഞാൻ പറഞ്ഞു സാധിക്കത്തില്ല. എന്താ സാധിക്കാത്ത? ഒരു വിളക്ക് കത്തിക്കുന്ന ഇത്ര വലിയ കാര്യമാണോ? ഞാൻ പറഞ്ഞു ഞാനിപ്പോ പഴയ സാധനമല്ല, എന്നെ ദൈവം ഒന്ന് പുതിയതാക്കിയിരിക്കുക. അതുകൊണ്ട് ഞാൻ പഴയതായിട്ടുള്ള ചെയ്തിരിക്കുന്ന ഒരു കാര്യങ്ങളും ഞാൻ ഇപ്പൊ ചെയ്യില്ലെന്ന്. അയാൾക്കൊന്നും പിടികിട്ടിയില്ല. ഞാൻ പറഞ്ഞു അടിച്ചു വാരണോ? കട അടിച്ചു വാരി തളിച്ചൊക്കെ ഇടാം, പൊടി പറക്കാണ്ട്. പക്ഷെ വിളക്ക് എത്തിക്കാൻ നിങ്ങൾ ആളെ ഏൽപ്പിച്ചോളൂ. അത് കഴിഞ്ഞ് പുള്ളിക്ക് എന്നോട് വലിയ കാര്യമായിരുന്നു, വിശ്വാസമായിരുന്നു. അപ്പൊ പുള്ളി എവിടെയെങ്കിലും പോകണമെങ്കിൽ തന്നെ പുള്ളി പറയും, സദനെ ഞാനിവിടെ ഇല്ല, സദൻ നോക്കിക്കൊള്ളണം കട. നല്ല കച്ചവടമുള്ള കടയാണ്. അപ്പോ കച്ചവടമുണ്ട്. പക്ഷെ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഞാൻ നുണ പറയണം. കച്ചവടത്തിൽ കപടമില്ലെന്ന് എല്ലാവരും പറയുന്നെങ്കിൽ കച്ചവടത്തിൽ കപടമുള്ളൂ. ഞാൻ ആദ്യമായിട്ടാണ് കടയിൽ നിൽക്കുന്നത്. 350 രൂപയുടെ സാധനത്തിന് നമ്മൾ 400 രൂപ പറഞ്ഞാലേ 350 രൂപ ഇവിടെ ഗുജറാത്തികൾ തരത്തുള്ളൂ. അപ്പൊ എനിക്ക് ആദ്യം നുണ പറയണം, 400 ആണെന്ന് പറയണം. പിന്നെ കുറച്ച് കൊണ്ടുവന്ന് അതിന്റെ ഒറിജിനൽ വിലയ്ക്ക് കൊടുക്കാം, 350 രൂപ. അങ്ങനെ നുണ പറഞ്ഞു അപ്പൊ ഞാൻ വിചാരിച്ചു ഇപ്പൊ ഞാൻ ദൈവത്തെങ്കിലുമൊക്കെ വന്നിട്ട് ശൈത്താന്റെ പ്രവൃത്തിയാണ്. ഞാൻ ചേട്ടനോട് പറഞ്ഞു, നിങ്ങൾ ഇവിടെ കറക്റ്റ് വില എഴുതി വെച്ചു, ആ വില ഞാൻ പറയത്തു, ഇനി എനിക്ക് ആരോടും നുണ പറയാം. അപ്പോ എന്താ കാര്യം? ഞാൻ പറഞ്ഞു ഞാൻ പള്ളിയിൽ പോവുകയാണ്, കർത്താവായ യേശു ക്രിസ്തുവിന്റെ പിറകെ യാത്ര ചെയ്യണമെന്ന് മനസ്സുറച്ച് ഞാൻ സാക്ഷ്യം പറഞ്ഞിരിക്കുകയാണ്. എനിക്ക് അത് ചെയ്തേ പറ്റൂ. നിങ്ങളുടെ ജോലി ഇല്ലെങ്കിലും ഞാൻ വേറെ ജോലിക്ക് പോയാലും ശരി. പുള്ളി എന്നെ പറഞ്ഞു വിട്ടില്ല. പുള്ളി എനിക്ക് ഒരു വണ്ടി തന്നു, ഒരു രാജദൂത്. പുള്ളി പറഞ്ഞു നിനക്ക് എവിടെയെങ്കിലും പോകണോ, നീ ഈ വണ്ടിയും കൊണ്ട് പോയിക്കോ. അപ്പൊ പിന്നെ നമ്മള് വൈകുന്നേരത്തെ പ്രാർത്ഥനയ്ക്ക് പോകാൻ തുടങ്ങി. അപ്പൊ പുള്ളി പറഞ്ഞു ഞാൻ വന്നിരുന്നോളാം, എന്നാലും നീ പോയിട്ട് വന്നു. 10-15 ലക്ഷം രൂപയുടെ ഗോഡൌണിൽ സാധനം ഇരിപ്പുണ്ട്. എപ്പോഴും ഒരു 7-8 ലക്ഷം രൂപയുടെ സാധനം കടയിൽ ഇരിപ്പുണ്ട്. അത്രയും വലിയ വ്യാപാരിയാണ്. ആ കടയിൽ അതിന്റെ ഇൻചാർജ്, അത് മൊത്തം നോക്കിയെടുക്കുന്ന ആള് ഞാനാണ്. അപ്പൊ പുള്ളിയോട് ഒരു ദിവസം പുള്ളി എന്നോട് ഒന്ന് പറഞ്ഞു, ഞായറാഴ്ച കട തുറക്കണം. ഞാൻ പറഞ്ഞു സാധിക്കത്തില്ല. അപ്പൊ പുള്ളി പറഞ്ഞു ഇന്ന് ഞായറാഴ്ച ഞാൻ കളർ കൊടുക്കാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞത് നിങ്ങൾ എന്ത് കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടോ, ഞായറാഴ്ച ആരാധന വിട്ട് ഒരു ജോലിക്ക് എന്നോട് പറയരുത്. പുള്ളി സമ്മതിച്ചു. ഒറ്റ വാക്കാ, എന്നോട് പറയരുത്. പുള്ളി ആദ്യം ഒരു വാക്ക് പറഞ്ഞു, സമ്പാദിക്ക് വിശ്വാസമുള്ള ഒരാളെ നിർത്തിവെച്ച് പോയിക്കോ. ഞാൻ പറഞ്ഞു സാധിക്കത്തില്ല, എനിക്ക് വിശ്വാസമുള്ളവർ ആരുമില്ല. പണത്തിന്റെ മുകളിൽ ആരെയും വിശ്വസിക്കപ്പെടാൻ പറ്റത്തില്ല. 64,000 രൂപ വരെ കച്ചവടം നടന്നിട്ടുള്ള കടയാ കട ഞാൻ നിൽക്കുമ്പോ. അപ്പൊ ഞാൻ പറഞ്ഞു അങ്ങനെയുള്ള സ്ഥലത്ത് വേറൊരാളെ നിർത്തിവെച്ച് ഞാൻ പോകത്തില്ല. അങ്ങനെ പുള്ളി എന്നോട് പറഞ്ഞു ഞാൻ കടയിൽ വന്നോളാം, നിന്റെ ആരാധന മുടക്കണ്ട. അങ്ങനെ പുള്ളി ആരാധനയ്ക്ക് സപ്പോർട്ടായിരുന്നു. കുറച്ച് നാൾ കഴിഞ്ഞു ഞാൻ പുള്ളിയിൽ നിന്ന് പണി അങ്ങ് വിട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സ്വന്തമായിട്ട് പെയിന്റിന്റെ പണി ചെയ്യാൻ എനിക്ക് സ്വാതന്ത്ര്യമില്ല. അവിടെ സ്വന്തമായിട്ട് പണിയെടുക്കാം. അപ്പൊ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മൾ 2-3-4 പണിക്കാരെ വെച്ച് കളർ കൊണ്ടുവന്ന് കൊടുത്തു കഴിഞ്ഞാൽ അവർ പോയി പണിയെടുത്തോളൂ. ഇപ്പൊ എനിക്ക് പ്രാർത്ഥനയ്ക്ക് പോകാം. പ്രാർത്ഥനയാണ് മുഖ്യം. ഞാൻ ഇന്ന് വരെ ഒരു പ്രാർത്ഥനയും മുടക്കിയിട്ടില്ല. എനിക്ക് എന്റെ പ്രാർത്ഥന ആദ്യമായിട്ട് മുടങ്ങിയത് ഞാൻ നാട്ടിൽ പോകുന്ന സമയത്ത്. ഞാൻ ഓർക്കാണ്ട് ടിക്കറ്റ് ബുക്ക് ചെയ്തു. ശനിയാഴ്ച എനിക്ക് ടിക്കറ്റ് കിട്ടി. പക്ഷെ ഞാൻ വണ്ടിയിലിരുന്ന് ആരാധിച്ചു. ഞാൻ 2 നേഴ്സുമാരുണ്ടായിരുന്നു, അവരോട് കൂടി ഞങ്ങൾ പാടി പ്രാർത്ഥിച്ചു. പക്ഷെ എനിക്ക് പറ്റിയ ഏറ്റവും വലിയ തെറ്റ് ദിവസം നോക്കാതെ ടിക്കറ്റ് ബുക്ക് ചെയ്തു. അങ്ങനെ എന്റെ ആരാധന നഷ്ടപ്പെട്ടിട്ടുണ്ട്. അല്ലാണ്ട് ഒരു കാരണവശാലും ഞായറാഴ്ച ആരാധന എനിക്ക് നഷ്ടം വന്നിട്ടില്ല ഇന്ന് വരെ. ഇന്ന് ഏതാണ്ട് 35 കൊല്ലമായി. 87 തൊട്ട് ഈ സമയം വരെ എന്റെ ആരാധന ഒരു കാരണവശാലും ആരാധന മുടങ്ങിയിട്ടില്ല. ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്, ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ ഞാൻ ഭിക്ഷ അയച്ചു നടന്നു. ആ കാര്യം ഞാൻ ഒരു അന്യ സ്ത്രീയുമായിട്ട് സ്നേഹിച്ചു. എനിക്ക് ആസ്മയുടെ രോഗം വന്നു, ഞാൻ മരിക്കാൻ പോയി.
ഇതിലൊന്നും ഞാൻ ഓർത്തിട്ട് എനിക്കൊരു സങ്കടം വരുന്നില്ല ഇപ്പോ. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്തെല്ലാം വഴിയെ യാത്ര ചെയ്തോ ആ വഴിയെല്ലാം എന്നെ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത് കർത്താവിന്റെ പാദപീഠത്തിലാണ്. അപ്പോ നമ്മൾ തെറ്റുകാരാണ്, തെറ്റായി പോകുന്ന വഴി ആൾക്കാർ നമ്മൾ ഓരോരുത്തരും ശകാരിക്കുമെങ്കിലും, പക്ഷെ ഞാൻ പറയുന്നത് ആ തെറ്റിലൂടെയാണ് ഇവ ശരിയിലേക്ക് പ്രവേശിച്ചത്. ആ ഞാൻ പ്രവേശിച്ചത്. എത്ര തെറ്റായ കാര്യങ്ങളാണ് എന്റെ ജീവിതത്തിൽ സംഭവിച്ചത്. ആ തെറ്റുകൾ മൊത്തം യാത്ര ചെയ്ത് ഞാൻ വന്ന് അവസാനിച്ചത് കർത്താവിന്റെ പാദപീഠത്തിലാണ്. ദൈവനാമം മഹത്വം ഉണ്ടാകട്ടെ. ആ കർത്താവ് എന്നെ നടത്തുന്നു. ആ കർത്താവ് എന്നെ ഇന്ന് വരെ പട്ടിണി കൂടാണ്ട് നടത്തുന്നു. ഞങ്ങൾ 2018 വരെ വൈഫ് എന്റെ കൂടെ ഉണ്ടായിരുന്നു. ഞാൻ അതിന്റെ ഇടയ്ക്ക് ചെരുപ്പില്ലാണ്ട് നടന്നിട്ടുണ്ട്, ചെരുപ്പിന് വാറില്ലാണ്ട് നടന്നിട്ടുണ്ട്. ചെരുപ്പിന് വാറില്ലാണ്ട് ഞാൻ വഴി കിടക്കുന്ന ചെരുപ്പ് വാറ് പൊട്ടിച്ചെടുത്ത് മുട്ടുസൂചിക്ക് കുത്തി ഞാൻ 1 മാസത്തോളം നടന്നിട്ടുണ്ട്. അത്രയും കഷ്ടം അനുഭവിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ കർത്താവിലേക്ക് വന്നതിന് ശേഷം എനിക്ക് യാതൊരു ബുദ്ധിമുട്ടും സത്യത്തിൽ ഇല്ല. ബുദ്ധിമുട്ടെന്ന് പറയുന്നത് ഞാൻ അറിഞ്ഞിട്ടില്ല. പിന്നെ കർത്താവിൽ വന്ന് ആ ബുദ്ധിമുട്ട് മുഴുവനും എന്റെ പുറകില് കർത്താവ് എറിഞ്ഞു കളഞ്ഞിരിക്കുന്നു. അതെ, അന്ന് തൊട്ട് ഇന്ന് വരെ സന്തോഷമായിട്ടാണ് ജീവിക്കുന്നത്. അപ്പോ വൈഫിന് കാലിൽ കുറച്ച് നീരുണ്ടായിരുന്നു. ആ നീരിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, പക്ഷെ പറ്റിയില്ല. അത് ഞങ്ങൾ പല ഡോക്ടർമാരെ കാണിച്ചെങ്കിലും അവര് ഓപ്പറേഷൻ ചെയ്യണം, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഗ്യാരണ്ടി ഇല്ലെങ്കിൽ ഓപ്പറേഷൻ ചെയ്യണ്ട. അപ്പൊ അവർ ഗ്യാരണ്ടി തരത്തില്ല. അത് ഒരു ഹാത്തിപ്പാവാണോ മന്തിന്റെ രോഗമാണോ അതുമല്ല, അവരുടെ കാലില് പോയിസന്റെ ഇതുണ്ടായിട്ട് ഇടയ്ക്കിടയ്ക്ക് നീര് വരും. ആ പനിയൊക്കെ വന്നു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് നീര് വരും. അപ്പൊ ആ ഡോക്ടർ പറഞ്ഞു എപ്പോഴെങ്കിലും ഈ ഇൻഫെക്ഷൻ ഉണ്ടായാൽ പിന്നെ അധികം ഇവർ ജീവിച്ചിരിക്കില്ല. അത് 2018 അങ്ങനെ അവർക്ക് പെട്ടെന്ന് ഇൻഫെക്ഷൻ ഉണ്ടായി. ഞങ്ങൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. 10 ദിവസം സൂറത്തിലെ ഏറ്റവും വലിയ ഹോസ്പിറ്റലായിരുന്നു. അപ്പൊ കോൺട്രാക്ട് പണി ഇതൊക്കെ ആയതുകൊണ്ട് ഒരുമാതിരി നല്ല പൈസയൊക്കെ കയ്യിൽ വരാൻ തുടങ്ങി. ചെരുപ്പില്ലാണ്ട് നടന്ന സ്ഥലത്ത് ഞങ്ങൾ ഏറ്റവും കൂടുതൽ കരഞ്ഞത് ഒരു മാരുതി മേടിച്ചിട്ട് ആ മാരുതിയിൽ ഇരുന്നുകൊണ്ടാണ് ഞങ്ങൾ കരഞ്ഞത്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ചെരുപ്പില്ലാത്ത സമയത്ത്, ചെരുപ്പില്ലാണ്ട് ഇവിടെ നടന്നൊരു കാലഘട്ടത്തിൽ ഇന്ന് ഞങ്ങൾ മാരുതിയിൽ, പഴയ മാരുതിയാണ്, മാരുതിയിൽ ഇരിക്കുകയാണ്. അപ്പോ അതിന് ഞങ്ങൾ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ഏതാണ്ട് ഒരു 1/2 മണിക്കൂർ നേരം ആ കാറിൽ, വീടിന് മുമ്പത്ത് തന്നെ കാറിട്ടിട്ട് അതിൽ കയറിയിരുന്ന് ഞങ്ങൾ രണ്ടുപേരും കരയുകയാണ്. ചെരുപ്പില്ലാണ്ട് നടന്ന സ്ഥാനത്ത് നിന്ന് ഇത്രയെങ്കിലും ദൈവം ഞങ്ങളെ കൊണ്ടുവന്നല്ലോ, ആ ഒരു നന്ദി വിചാരിച്ചുകൊണ്ട്. അപ്പോ ഞങ്ങള് എന്തെടുത്താലും ആ കഷ്ടകാലം, ആ ഭിക്ഷയയച്ച് നടന്ന കാലത്ത് ഒരിക്കലും മറക്കുന്നില്ല. കഴിഞ്ഞ കാലത്തെ മറക്കുന്നില്ല. ദൈവം ഉപകാരം ചെയ്തതല്ല, ആ കഴിഞ്ഞ കാലം, ആ ചിന്തയാണ് എന്നെ മുമ്പോട്ട് ഇപ്പോൾ ഓടാൻ ബലം തന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ ആരായിരുന്നു എന്ന് ഞാൻ ഓർക്കും. ഞാൻ എവിടെയാണെന്ന് ഇപ്പൊ ഞാൻ ചിന്തിക്കുന്നു. ഞാൻ എവിടെ ചെന്ന് എത്തണമെന്ന് ചിന്തിക്കുന്നു. അതാണ് എന്റെ ഓട്ടത്തിന്റെ മുഖ്യ ബലം. അത് നമ്മൾ പലരും മറന്നു പോകുന്നുണ്ട് ഞാൻ എവിടെയാണ്. ഒരു പാസ്റ്റർ എന്നോട് പറഞ്ഞു, നമ്മൾ ഭിക്ഷ അയച്ചു എന്നൊക്കെ മറ്റുള്ളവരുടെ മുമ്പിൽ സാക്ഷ്യം പറഞ്ഞാൽ നമുക്ക് യാതൊരു വില ഉണ്ടാവില്ല. പക്ഷെ ഞാൻ പറഞ്ഞു എന്റെ സാക്ഷ്യം അതായിപ്പോയി, എനിക്കത് പറയാണ്ട് ഒരു രക്ഷയില്ല. ഞാൻ ദൈവം തരുന്ന വില മതി. മാനുഷികമായ ഒരു ബലത്തെ ഞാൻ ആവശ്യപ്പെടുന്നില്ല, ഞാൻ അത് ആഗ്രഹിക്കുന്നുമില്ല. ദൈവം തന്നത് ഏതാണ്? എന്റെ വീടിന്റെ ഉദ്ഘാടനത്തിന് ഞാൻ വീട് മേടിച്ചു. വീടിന്റെ ഉദ്ഘാടനത്തിന് പലരെയും വിളിച്ചിരുന്നു, മലയാളികളായിരുന്നു അധികം. അപ്പോ ഒരു സഹോദരൻ എന്നെ വീട്ടിൽ നിന്ന് വിളിച്ചു, അടുത്ത വഴിയിലേക്ക് കൊണ്ടുപോയിട്ട് പറയാം, നിങ്ങൾ എന്ത് സാക്ഷിയായി പറയണേ, ആൾക്കാർ അവിടെ ഇരിക്കുന്നു, താൻ ഭിക്ഷക്കാരനാണെന്ന് പറഞ്ഞാൽ തന്റെ വീട്ടിൽ നിന്ന് ആരെങ്കിലും ആഹാരം കഴിക്കുമോ? ഞാൻ പറഞ്ഞു ആ വിശപ്പുള്ളവർ കഴിച്ചാൽ മതി, നല്ലവർ കഴിക്കണ്ട. പക്ഷെ എന്റെ സാക്ഷ്യം എന്ന് പറയുന്നത് അത് ദൈവം തന്ന സാക്ഷ്യമാണ്. അത് ഏത് പാതിരാത്രി ഏത് എടുത്തു പോയാലും ഞാൻ അതേ സംസാരിക്കും. ഞാൻ പള്ളിയിൽ വന്ന് ഞാൻ 89 സ്നാനപ്പെട്ടതിന് ശേഷം എനിക്ക് വചനം വായിക്കുമ്പോൾ സ്നാനപ്പെട്ടവർക്ക് മാത്രം കാര്യമില്ല, ആത്മാഭിഷേകം പ്രാപിക്കുന്നു. ഞങ്ങൾ 7 ദിവസം ഉപവാസത്തിലിരുന്നു. ഞാൻ ആത്മാഭിഷേകം പ്രാപിച്ചു. ആത്മാഭിഷേകം പ്രാപിച്ചിട്ട് കാര്യമില്ല, അത് മാത്രം അതുകൊണ്ട് മൂടി വെക്കാനുള്ളതല്ല, അത് മനുഷ്യരുടെ ഇടയിലേക്ക് ഇറങ്ങണം. അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ വണ്ടി മേടിച്ചു. ഞങ്ങൾ ഒരു ഹോണ്ട മേടിച്ചു, പുതിയത് തന്നെ മേടിച്ച്, ലോണായിട്ട് മേടിച്ച്, അതിന് പാർസൽ സഹായിച്ചു. ആ വണ്ടിയും കൊണ്ട് ഞങ്ങൾ ഗാവ് ഏരിയയിൽ പല സ്ഥലത്തും, നവാപൂര്, നന്ദർബാർ, ബാഡുലി, പിന്നെ വ്യാര, അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഞങ്ങൾ സേവയ്ക്ക് പോകും. അവിടെ ചെന്നാലും ഞാൻ ആദ്യം പറയുന്നത് ഒരു ഒറ്റ വാക്കാണ്, എന്നെ കണ്ടാൽ നിങ്ങൾക്ക് കിണ്ണം കെട്ടുമെന്ന് തോന്നുമോ എന്ന് വെച്ചാൽ ഞാൻ ഭിക്ഷയയച്ച് നടന്ന മനുഷ്യനാണെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഇപ്പൊ ഞാൻ നല്ല സോട്ടും കൂട്ടും നല്ല പാൻറ്റൊക്കെ ഇട്ടുണ്ട്, പക്ഷെ എന്റെ കഴിഞ്ഞ കാല ജീവിതം ഞാൻ ഒരു ഭിക്ഷക്കാരനായിരുന്നു. അതാണ് എന്റെ ദൈവത്തിൽ എനിക്ക് പറയാനുള്ള ഏറ്റവും വലിയ സാക്ഷി. ഹല്ലേലൂയ. അങ്ങനെ നമ്മൾ പല ഗ്രാമങ്ങളിൽ പോകുമ്പോഴും അവിടെ ചെല്ലുമ്പോഴൊക്കെ അവർ പറയും ഞങ്ങൾ ആദിവാസികളാണ്. ഞാൻ പറഞ്ഞു ആര് പറഞ്ഞു നീ ആദിവാസിയാണ്? ഇന്നും ആൾക്കാർ പറയുന്ന അതാണ്. ആദിവാസി സംഘത്തിലെ സഭയിൽ പോയി കഴിഞ്ഞാൽ ഇത് ആദിവാസി സഭയാണ്,
അത് ചില പാസ്റ്റർമാർ പേര് കൊടുത്തിരിക്കാന്ന്. ഞാൻ പറഞ്ഞു അങ്ങനെ ഒരു സഭയില്ല. മനുഷ്യര് രക്ഷിക്കപ്പെട്ട ഒരു സഭയുള്ളൂ. ആദിവാസി സഭ എന്ന് പറഞ്ഞ സഭയില്ല ഈ ലോകത്ത്. അങ്ങനെ ആരാ പേരുണ്ടാക്കി വെച്ചേ? ഞാൻ പറയണേ സഹോദര സഹോദരി, ഞാൻ നിന്റെ സഹോദരനാണ്, നീ പറയണത് ഞാൻ ആദിവാസി. അത് ഒരിക്കലും പറയരുത്. അങ്ങനെ ഞാൻ നവാപൂർ ഏരിയയിൽ പല ചർച്ചിലും കയറി ഇത് പ്രസംഗിച്ചിട്ടുണ്ട് ഈ കാര്യം. അത് പിന്നെ പാട്ടായി തുടങ്ങി. പിന്നെ കുറച്ചു നാൾ കഴിഞ്ഞപ്പോൾ എന്റെ വണ്ടി കേടായി, എനിക്ക് പിന്നെ പുറത്തേക്ക് പോകാനുള്ള സൗകര്യമില്ല. കൊറോണ വന്നതോടുകൂടി എല്ലാം ഏതാണ്ട് ഡൗൺ ആയി. അത്രേ ഉള്ളൂ. അപ്പോ നമ്മൾ മിക്ക സ്ഥലത്തും സേവയ്ക്ക് പോകും. അങ്ങനെ എനിക്ക് ആശയില്ലാത്ത എനിക്ക് ഒരു ആശ ഉണ്ടായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വിശ്വാസത്തിലേക്ക് വന്നതിന് ശേഷം എനിക്ക് ഒരു സഭാ ലീഡർ, അല്ലെ ഞാൻ താമസിക്കുന്ന വീട്ടിൽ ഒരു സഭ ആരംഭിച്ചാൽ കൊള്ളാം എന്നൊരു ആശ. അതുവരെ എനിക്കൊരു മറ്റൊരു ആശ ഉണ്ടായിട്ടില്ല. മറ്റു വഴികളെല്ലാം കർത്താവ് തുറന്ന വഴി. പക്ഷെ ഇത് എന്റെ മനസ്സിൽ തോന്നിയ ഒരു ആശയാണ്. അങ്ങനെ ഞങ്ങൾ ഇവിടെ 3-4 പേര് സംഘടിപ്പിച്ച് മുളയും പ്ലാസ്റ്റിക് പേപ്പറെല്ലാം കെട്ടി വീടിന്റെ ടെറസിന്റെ മുകളിൽ ആരാധന ആരംഭിച്ചു. അപ്പൊ ഞാൻ വേറൊരു ചർച്ചിൽ പോകുന്നുണ്ട്, 25 കൊല്ലമായിട്ട് അവിടെയാണ്. പക്ഷെ എനിക്ക് ഒരു കാര്യം ഞാൻ പറയാം, നമ്മുടെ സഭയിൽ വന്ന ആൾക്കാർ വളരെ ഒന്നുമില്ലായ്മയിലാണ് വരുന്നത്. പിന്നെ അല്പം എന്തെങ്കിലും ആയിക്കഴിഞ്ഞാൽ പിന്നെ അവർ ഈ ലോകത്ത് മുഴുവൻ നേടി എന്നുള്ളതാണ്. പക്ഷെ ഞാൻ പറയുന്നത്, ഞാൻ ബൈബിള് എന്നും വായിക്കുന്നുണ്ട്, എപ്പോഴും വായിക്കുന്നുണ്ട്. സമയം കിട്ടിയാൽ അപ്പൊ ഞാൻ ബൈബിള് വായിക്കും. എന്ന് വെച്ചാൽ ഞാനൊരു പള്ളിയിലെ പ്രസംഗികൻ കൂടിയാണ്. അപ്പോ നമ്മൾ ഒരിക്കലും എനിക്ക് ബൈബിളിനെ പറ്റി അറിയാമെന്ന് ഞാൻ ആരോടും പറഞ്ഞു. അത് പറയത്തക്ക ജ്ഞാനം എനിക്ക് ഉണ്ടായിട്ടില്ല, എത്ര വായിച്ചാലും. അപ്പൊ ഞാൻ ഇങ്ങനെ സംശയിച്ചിരിക്കുമ്പോൾ എനിക്കൊരു പുസ്തകം കിട്ടി. ആ പുസ്തകത്തില് ഒരു പാസ്റ്റർ എഴുതിയിരിക്കുന്നത്, ആ പാസ്റ്റർ 100 പ്രാവശ്യം ബൈബിള് വായിച്ചു. പക്ഷെ ആ പാസ്റ്റർ അടിയിൽ കുറിപ്പ് എഴുതിയിരിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ബൈബിള് വായിക്കാൻ ആരംഭിക്കുന്നേ ഉള്ളൂ. അപ്പൊ ബൈബിൾ എന്താണ്? 100 പ്രാവശ്യം വായിക്കുന്ന ആള് പറയുന്നു ഞാൻ ഇപ്പൊ ബൈബിള് നമ്മുടെ ഘട്ടത്തിലുണ്ടെങ്കിൽ നമ്മൾ പറയും എനിക്കെല്ലാം അറിയാം. പക്ഷെ നമ്മൾ അങ്ങനെ പറയുന്നവൻ വിഡ്ഢിയാണ്, നമുക്കൊന്നും അറിയത്തില്ല. ദൈവത്തിന്റെ സ്തോത്രം. ഞാനിവിടെ പ്രസംഗിക്കാൻ എണിച്ച് നിൽക്കുമ്പോൾ എന്റെ വായിലൂടെ, എന്റെ നാവിലൂടെ ദൈവം പല കാര്യങ്ങളും പ്രസംഗിച്ചിട്ടുണ്ട്. പക്ഷേ സദൻ ചേട്ടാ, സദനങ്ങളെ ഇന്ന് നിങ്ങളുടെ പ്രസംഗം നല്ല. ഞാൻ പറഞ്ഞു എനിക്ക് അറിയത്തില്ല. നിങ്ങളോട് ദൈവം പ്രസംഗിച്ചത് എനിക്കറിയത്തുള്ളൂ. ഞാൻ എന്താണ് പ്രസംഗിച്ചതെന്ന് പോലും എനിക്കറിയില്ല. ഞാൻ പ്രസംഗിച്ച പ്രസംഗം ഞാൻ വീട്ടിൽ പോയിരുന്ന അതൊന്ന് എഴുതാമെന്ന് വിചാരിച്ചാൽ പറഞ്ഞ വാക്കുകൾ എനിക്ക് അപ്പോൾ ഓർമ്മയില്ല. ദൈവം നമ്മളെ കൊണ്ട് നടത്തുക. പിന്നെ ഇവിടെ ഞങ്ങള് ഈ സഭ തുടങ്ങി 3 വർഷത്തിന് ശേഷം ഇത് മുകളിൽ കോൺക്രീറ്റ് ചെയ്തു, അതിപ്പോ ഒരു ഹോളാക്കി എടുത്തു. ഇപ്പൊ ഇവിടെ പ്രാർത്ഥന നടക്കുന്നു. ഈ പ്രാർത്ഥനയില് അപ്പൊ നമ്മൾ ഭിക്ഷ അയച്ചു കൊടുത്തുന്ന ഞാൻ ഒരു പുൾപിറ്റിൽ നിന്നപ്പോ ഞാൻ ഓർക്കാതെ കരഞ്ഞുപോയി. ദൈവം നമ്മളോട് ചെയ്യുന്ന ഉപകാരം. ഞാൻ റോഡ് പതിയായിരുന്നു, ഞാൻ റോട്ടിൽ ഭിക്ഷ അയച്ചുകൊണ്ട് നടന്നവനാണ്. ഇന്ന് ഞാൻ നിൽക്കുന്നത് ദൈവത്തിന്റെ പ്രസംഗ പീഠത്തിലാണ്. അപ്പോ ഇവിടെ ആരംഭിച്ച സമയത്ത് തന്നെ ഒത്തിരി ദുഷ്ടാത്മാക്കൾ പ്രാപിച്ച ആൾക്കാരെയൊക്കെ കൊണ്ടുവരും. ഇവിടെ അങ്ങനത്തെ ഒരു പ്രദേശമായിരുന്നു. അത് ഓരോരോ ആൾക്കാർ, സ്ത്രീകളാണ് അധികം ദുഷ്ടാത്മ പ്രാപിച്ച് തുള്ളിച്ചാടി 3-4 പേര് പിടിച്ചുകൊണ്ടാ മുകളിലാണ് കൊണ്ടുവരുന്നത്. അപ്പൊ ആൾക്കാരൊക്കെ വഴിയിൽ ഇങ്ങനെ നോക്കി നിൽക്കാം എന്താകും. അവർക്കൊന്നും നമ്മൾ പ്രവേശനം കൊടുത്തില്ല. എന്ന് വെച്ചാൽ ഇതിന്റെ ഉള്ളിൽ അത്രയ്ക്ക് ആൾക്കാരെ, ഒരു 100-150 കൂടുതൽ ആൾക്കാരെ ഇരിക്കാൻ പറ്റില്ല. അപ്പൊ ഇവർ ഈ പ്രാർത്ഥന കഴിഞ്ഞു പോകുമ്പോ വളരെ സാവധാനം മൗനമായിട്ട് നടന്നു പോവുകയാണ്. അപ്പൊ ആ നിൽക്കുന്ന ആൾക്കാർ നമുക്ക് സാക്ഷികളാണ്. അവരുടെ ആ സാക്ഷി മുഖേന നമ്മുടെ ചർച്ചിൽ വളരെ ആൾക്കാർ ഇവിടെ വന്നു. ഞാൻ ഇവിടെ വന്നിട്ട് പുറത്തിറങ്ങി ഓരോ വീട്ടിലും സുവിശേഷം പറയാൻ ഞാൻ പോയിട്ടില്ല. ഇന്നും വിശ്വാസികളുടെ വീട്ടിൽ ഞാൻ പോകുന്നില്ല. ആരെങ്കിലും വിളിച്ചാൽ മാത്രമേ ഞാൻ പോകുന്നുള്ളൂ. അപ്പോ നമ്മുടെ ഇവിടെ നടക്കുന്ന ഓരോ സംഭവങ്ങളും കണ്ടറിയുന്ന ആൾക്കാര് മറ്റുള്ളവരോട് പറഞ്ഞിട്ടാണ് ഇവിടെ ആൾക്കാർ കയറി വന്നിട്ട്. ഇന്ന് നമുക്ക് കൊറോണയ്ക്ക് മുമ്പ് ഏതാണ്ട് 42 കുടുംബം ഉണ്ടായിരുന്നു. അത് നേരെ വെട്ടിച്ചിരിച്ച് ഇപ്പോ തിരിച്ചിട്ട് ഇപ്പൊ ഒരു 5 കുടുംബം നമ്മളുടെ അടുത്ത് പോയിട്ടുണ്ട്. എന്ന് വെച്ചാൽ പുതിയ ആൾക്കാർ വരുന്നുണ്ട്. ഇതുപോലെയുള്ള വളരെ 22 വയസ്സായ ഒരു പെൺകുട്ടി നമ്മുടെ മധ്യപ്രദേശിൽ നിന്ന് ഇവിടെ വന്നു. അത് വട്ട് പിടിച്ചിട്ട് ഒരു രക്ഷയില്ല. കൊച്ചു കുഞ്ഞുങ്ങളെ പോലും തിരിച്ചറിയില്ല. 2 പിള്ളേരുണ്ട് അവർക്ക്. അപ്പോ ഞങ്ങൾ ഒന്നിച്ച്, ഞാൻ ഒറ്റയ്ക്കല്ല പ്രാർത്ഥിക്കുന്നത്, ദൈവം അവിടെ പ്രവർത്തിക്കുകയാണ്. ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന് പ്രാർത്ഥിച്ച് ആ കുട്ടിക്ക് വിടുതൽ ലഭിച്ചു. അത് വളരെ സന്തോഷമായിരിക്കുന്നു. അതുപോലെ തന്നെ ഇവിടെ അധികം നമുക്ക് അത്ഭുതം നടന്നിരിക്കുന്നത് ദുഷ്ടാത്മാക്കളാലാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കഴിഞ്ഞ 9 മാസം ഒരു ബീഹാറി സ്ത്രീ വന്നു, റുബി എന്നാണ് അവരുടെ പേര്. അവർക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചു. കഴിഞ്ഞ ആഴ്ചയിൽ അവരുടെ വീടിന്റെ ഉദ്ഘാടനമായിരുന്നു. വളരെ സന്തോഷമായിട്ടിരിക്കുന്നു. അങ്ങനെ ഈ ഒരു കാരണത്തില് ഇവിടെയുള്ള ആൾക്കാര് എന്നെ മന്ത്രവാദി എന്ന് പേരും. അപ്പൊ ഞാൻ ആൾക്കാർ വന്ന് പറയുമ്പോ ഞാൻ ചർച്ചിലെ ആൾക്കാരോട് പറയും, നിങ്ങൾ ആരോടും പറയണ്ട, അങ്ങനെ തന്നെ ഇരുന്നോട്ടെ.
അവരുടെ മനസ്സിൽ ഒരു ഭയം. ആ ഭയത്തിന്റെ കാരണത്തിൽ ഒരു ഗുണം കിട്ടിയിട്ടുണ്ട്. ഇതുവരെ ഞങ്ങളിപ്പോ 12 കൊല്ലത്തിലേറെയായി ഇവിടെ കൈകൊട്ടലും ആരാധനയും ഒച്ചയും ബഹളവും ഒക്കെ ഉണ്ടെങ്കിലും ഇവിടെ RSSകാരുടെ കൂട്ട സംഘമുണ്ട്, ബജറംഗുകാരുണ്ട്, പിന്നെ ഗണപതി സംഘമുണ്ട്, മറാഠി സംഘമുണ്ട്, നിരങ്കാര സഭയുണ്ട്. അങ്ങനെ 7 കൂട്ടര് നമ്മുടെ റൂമിന്റെ ചുറ്റുപാടുണ്ട്. ഒരാളും ഞങ്ങളോട് നിങ്ങൾ ചെയ്തതും ശരിയല്ല എന്ന് പറയാൻ ഇതുവരെ എൻ്റെ അടുത്ത് വന്നിട്ടില്ല. നാളത്തെ കാര്യം നമുക്കറിയത്തില്ല. ഇന്ന് വരെയുള്ള കാര്യത്തില് നമ്മളോട് ആരും എതിർത്തിട്ടില്ല. അപ്പൊ ഈ പറയുന്ന ആൾക്കാരുടെ കുട്ടികൾക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അപ്പൊ ഈ വഴിയിൽ നിന്ന് കണ്ടിട്ടുള്ള ആൾക്കാർ പറയും, നിങ്ങൾ എന്തിനാ വിഷമിക്കണേ, കിളവന്റെ അടുത്തൊന്നും കൊണ്ടുപോയിരുന്നില്ലേ? നമ്മളെ ആൾക്കാർ കിളവൻ അല്ലെ അങ്കിള് ഇങ്ങനെ വിളിക്കുന്നു, കൊണ്ടുപോകുന്നില്ല. അവർ കൊണ്ടുവരും. ഇപ്പൊ ഞാൻ അവരുടെ മുഴുവൻ റിപ്പോർട്ട് മേടിക്കും. ചിലപ്പോൾ നോർമൽ ആയിരിക്കും. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അസുഖം മാറും. എന്താ സാധനങ്ങൾ പറയണേ? ഇന്നോട്ട് മരുന്ന് കഴിക്കരുത്. പലർക്കും അങ്ങനെ വിടുതൽ കിട്ടിയിട്ടുണ്ട്. നമ്മൾ പറയും എന്ന് വെച്ചാൽ ഡോക്ടർമാർ വെറുതെ മരുന്ന് കൊടുക്കുക, മരുന്ന് കഴിക്കുന്നത് തന്നെ അവർക്ക് അസുഖം. അപ്പൊ അവര് നമ്മൾ പറയുന്നത് അനുസരിക്കും. പക്ഷെ അവർ ചർച്ചിൽ വരുന്നില്ല, നമ്മുടെ വാക്ക് കേൾക്കുന്നുണ്ട്. അങ്ങനെ ഒരു മഹത്വം ഈ ഏരിയയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇവിടെ സംഗംനഗർ സൊസൈറ്റി എന്നാ പറയുന്നത്. ഇപ്പൊ നമുക്ക് 100-100 ചില്ലാൻ ആൾക്കാർ ഇരിപ്പുണ്ട്. ആ 100 ചില്ലാൻ ആൾക്കാരില്ലേ ഏറ്റവും വലിയ നമ്മുടെ സഭയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേങ്കിൽ ഇന്ത്യയിൽ ഇതുപോലെ ഒരു ചർച്ച കാണത്തില്ല. ഈ 100 ചില്ലാൻ ആൾക്കാര് നോർത്ത് ഇന്ത്യക്കാരാണ്. ഞാൻ മാത്രം ഒരാൾ സൗത്തുകാരനാണ്. ഒരു മലയാളിയേ ഉള്ളൂ ഞാൻ. ഞാനാണ് ഇവിടുത്തെ ലീഡർ. നമ്മൾ എന്ത് പറഞ്ഞാലും അത് അവരനുസരിക്കും. അതാണ് ഏറ്റവും വലിയ സഭയുടെ ഏറ്റവും വലിയ ബലം. ഇന്ന് വരെ നമ്മുടെ സഭ ഇതുപോലെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഭിക്ഷയയച്ച എനിക്ക് ദൈവം തന്ന ഒരു വലിയൊരു പദവിയാണ്. ദൈവനാമ മഹത്വം ഉണ്ടാകും. ഞാൻ എൻ്റെ വീട്ടിലുള്ളവരൊക്കെ പറയും, അവരാരും വിശ്വാസത്തിലല്ല, അവരൊന്നും നമ്മളെ അനുകരിക്കുന്ന ആൾക്കാരുമല്ല. അവർ പറയും, എന്തിനാ ഇനി കളവനായില്ലേ, എന്തിനാ ഇവിടെ? ഞാൻ പറഞ്ഞു, എനിക്ക് എന്തെങ്കിലും ദൈവം ഒരുക്കിയിട്ടുണ്ടെങ്കിൽ അത് സൂററ്റിലാണ് ഒരുക്കിയത്. സൂററ്റ് വിട്ട് ഞാൻ എങ്ങോട്ടും വരത്തില്ല. സഭ വിട്ട് ഞാൻ പോകാൻ തയ്യാറില്ല. കർത്താവിനോട് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. അഥവാ കർത്താവെ, നീ എന്നെ എടുക്കപ്പെടുമെങ്കിൽ എന്റെ ഈ വിശ്വാസത്തിൽ ഈ സഭയിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന ആ സമയത്ത് കർത്താവൻ എന്നെ എടുക്കപ്പെടും. മറ്റുള്ളവന്റെ കൈ കൊണ്ട് ഒരു സ്പൂൺ വെള്ളം എന്റെ വായിൽ ഒഴിക്കാൻ ഇടയാവരുത്. ഇന്ന് ഇവിടുത്തെ ആൾക്കാർക്ക് അത്ഭുതമാണ്. 73 വയസ്സിലാണ് ഇപ്പൊ ഞാൻ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഓടി നടക്കുന്നു, പണിയെടുക്കുന്നു, 2 വീലർ ഓടിക്കുന്നു. ഇപ്പൊ ഒരു 4 വീലർ വേണമെന്ന് ആഗ്രഹപ്പെട്ട് ഞാൻ ഇങ്ങനെ ഒരാളോട് പറഞ്ഞിരിക്കുന്നു. അപ്പോ ഇത് എന്റെ പ്രായത്തിനനുസരിച്ച് അവർ നോക്കുമ്പോൾ ഇയാൾക്ക് ഇത്രയും പ്രായം ആയിട്ടുണ്ടോ എന്ന് വരെ അവർ വന്ന് നമ്മളോട് ചോദിക്കണം, നിങ്ങൾ പറയുന്നത് ശരിയാണോ? 73 വയസ്സായിട്ടുണ്ടോ? അന്യജാതിക്കാർ ചോദിക്കുന്ന. ഞാൻ പറഞ്ഞു, എനിക്ക് 73 വയസ്സായി. എന്റെ സർട്ടിഫിക്കറ്റ് പ്രകാരം ഞാൻ സ്കൂളിൽ പഠിച്ചു വന്ന കണക്കാം ഞാൻ 73 ആകുമ്പോ തന്നെ 74 എന്ന് പറയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസംബറിലാണ് നമ്മൾ ജനിച്ചത്. ഇപ്പൊ നമ്മൾ 51 എന്റെ ജന്മം. അപ്പൊ 51 കൂട്ടുകയാണെങ്കിൽ ഇന്നത്തോട് കൂട്ടി 24. അപ്പൊ 50, 51, 24 ഞാൻ പറയും. എന്ന് വെച്ചാൽ 24 കയറിക്കൊണ്ടിരിക്കുകയാണ്. ദൈവനാമം മഹത്വം ഉണ്ടാകട്ടെ. അപ്പോ ഞാൻ ഒരു കാര്യം ഞാൻ പാസ്റ്ററോട് സൂചിപ്പിക്കുകയാണ്. സഭാപരമായിട്ടുള്ള കാര്യമാണ്, പറയാൻ പാടില്ലെങ്കിലും ഞാൻ പേര് പറയുന്നില്ല. ഞാൻ വിശ്വാസത്തിൽ വന്നതിന് ശേഷം എന്റെ സാക്ഷ്യം അത് മറ്റുള്ളവരിലേക്ക് കൊടുക്കണമെന്ന് എന്റെ മനസ്സിൽ തോന്നി. അപ്പൊ ഞാനൊരു പാസ്റ്ററെ സമീപിച്ചു. ആ പാസ്റ്റർ സമീപിച്ചപ്പോ ആ പാസ്റ്റർ പറഞ്ഞു, ശരി, കൺവെൻഷൻ മൈതാനത്ത് സഞ്ചാരം പോരെ, ഞാൻ അതിനൊരു 10 മിനിറ്റ് സമയം തരാം എന്ന് പറഞ്ഞു. അപ്പൊ ആ പുള്ളി നമുക്ക് സമയം തന്നില്ല. ഞാൻ പോയി 3 ദിവസം കുത്തിയിരുന്നു. 3 ദിവസം കഴിഞ്ഞ് എഴുതിച്ചു പോന്നു. ഒന്നും ഞാൻ പാസ്റ്ററോട് ഇതുവരെ ഒന്നും ചോദിക്കാനും പോയിട്ടില്ല. എന്തുകൊണ്ട് പറ്റിയില്ല? അവരുടെ സമയത്തിന്റെ അഡ്ജസ്റ്റിങ് അവരുടെ കയ്യിലാണ്. നമ്മളെ പോലുള്ള ഒരാൾക്ക് എണിച്ച് നിർത്താൻ അവർക്ക് മനസ്സുണ്ടാവില്ല. അപ്പോ എനിക്ക് ഇപ്പോ അല്ലെങ്കിൽ കഴിഞ്ഞ കൊല്ലം ഞാൻ ബെന്നി പാസ്റ്ററുടെ മൊബൈലിൽ സംസാരിക്കുമ്പോൾ അന്ന് എന്റെ ചന്ത് പൊട്ടി. ഞാൻ കൺവെൻഷൻ മൈതാനത്ത് സംസാരിക്കണമെന്ന് ആലോചിച്ച ആ കാര്യം ഇന്ന് ഈ മൊബൈലിലൂടെ ലോകമെമ്പാടുള്ള ആൾക്കാർ കേട്ടുകൊണ്ടിരിക്കുന്നു. അന്ന് 800 ചില്ലാൻ ആൾക്കാർ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു ലൈവിലായി. അപ്പോ അതൊക്കെ ആലോചിക്കുമ്പോൾ ദൈവം പ്രവർത്തിക്കുന്ന പ്രവൃത്തിക്ക് നമ്മൾ എന്ത് പ്രതിഫലം കൊടുക്കും ദൈവമേ? ഞാൻ മനസ്സിൽ ആലോചിച്ചത് ദൈവം അവിടെ ഇപ്പൊ പാസ്റ്റർ മുഖേന ഇത് ആരൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്നു, ഇത് എത്ര 1000 പേര് കേൾക്കും നമുക്കറിയത്തില്ല. പക്ഷെ എനിക്ക് പോകാൻ പറ്റാത്ത സ്ഥാനത്ത് ഡാനിയൽ ജോൺ എന്ന് പറയുന്ന വലിയൊരു മഹാൻ പാസ്റ്റർ എന്റെ ശബ്ദം മറ്റുള്ളവരിൽ എത്തിക്കുകയാണ്. അത് കർത്താവ് നിയോഗിച്ചിരിക്കുന്ന ഒരു ദൈവദാസനാണ്. ഹല്ലേലൂയ. അപ്പൊ അങ്ങനെ സഭയിലും നമുക്ക് ചില ഇതിലൊക്കെ നിരാശ വന്നിട്ടുണ്ട്. അതൊന്നും പിന്നീട് നമ്മൾ ആലോചിക്കുമ്പോൾ അത് നന്മയ്ക്കായിരുന്നു. പൗലോസ് പറയുന്നുണ്ട്, എന്ത് സംഭവിച്ചാലും അതൊക്കെ നന്മയ്ക്കാണ്. ഇവിടെ ഒരു കുട്ടി 13 വയസ്സായ ഒരു കുട്ടി മരിച്ചു. എനിക്കത് വലിയൊരു വിഷമായി. എനിക്ക് സഭയ്ക്കകത്ത് എണീറ്റ് നിൽക്കാൻ വലിയ ബുദ്ധിമുട്ടായി. ഞാൻ ഇനി എന്ത് പ്രസംഗിക്കുന്നായി. പക്ഷെ ആ പെൺകുട്ടിയുടെ അച്ഛൻ 1 മാസം കഴിഞ്ഞ് ഇവിടെ പ്രാർത്ഥനയ്ക്ക് വന്നപ്പോ
ഇവിടത്തെ മെമ്പർ തന്നെയാണ്. പുള്ളി എടുത്തു പറഞ്ഞു, ദൈവം തന്നു, ദൈവം എടുത്തു. പുള്ളിയുടെ വായിലെ ആ ശബ്ദം കേട്ടപ്പോ എനിക്കൊരു പ്രത്യേക ബലം കിട്ടി. അല്ലാണ്ട് ഞാൻ നിത്യതയിലേക്ക് ദൈവത്തെ മനുഷ്യരെ കൊണ്ടുപോകുന്നു, നിങ്ങളെ ദൈവം കൺമണി പോലെ കാക്കുന്നു, ഇതെല്ലാം പ്രസംഗിക്കുമ്പോ പെട്ടെന്ന് ഇവയാക്കടെ മുഖത്തേക്ക് നോക്കുമ്പോൾ എനിക്കൊരു ലജ്ജ തോന്നുന്നു. എന്റെ മകളെ ദൈവം കൊണ്ടുപോയല്ലോ. അപ്പൊ ഞാനും പറയുന്നു, എന്ത് സംഭവിച്ചോ അതെല്ലാം നന്മയ്ക്ക് വേണ്ടി സംഭവിച്ചു. എന്റെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചോ അതെല്ലാം നന്മയ്ക്ക് വേണ്ടി സംഭവിച്ചു. കർത്താവിന് സ്തോത്രം. ഞങ്ങള് ആരാധിച്ചുകൊണ്ടിരുന്ന സഭയ്ക്കകത്ത് മുനിസിപ്പാലിറ്റി കമ്മീഷണർ ഉണ്ടായിരുന്നു, മുനിസിപ്പാലിറ്റി അസിസ്റ്റന്റ് കമ്മീഷണർ, പിന്നെ കസ്റ്റംസ് ഓഫീസർ, പോലീസ് ഇൻസ്പെക്ടർ. പക്ഷെ എല്ലാത്തിലും കെണിഞ്ഞവനായിട്ട് ഞാൻ മാത്രമേ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ ആ ചർച്ചിൽ ചെന്നതിന് ശേഷം 3 കൊല്ലത്തിന് ശേഷം സ്ഥാനപ്പെട്ടതിന് ശേഷം ഞാൻ അവിടുത്തെ ആദ്യമായത് ഖജാൻജി, കമ്മിറ്റി മെമ്പർ, ഖജാൻജി, സെക്രട്ടറി, പിന്നെ വൈസ് പ്രസിഡന്റ്, ഈ ഇത്രയും സ്ഥാനത്തിൽ എത്തിയതിനു ശേഷമാണ് എനിക്ക് ഇവിടെ ഒരു പ്രാർത്ഥന നടത്തണം എന്നുള്ള ഒരു മോഹം വന്നു. ഇവിടുത്തെ ആൾക്കാർ, ഇവിടെ എന്റെ ഈ സഭയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 മിനിറ്റ് പോലും ദൂരം പോകണ്ട ഇവിടുത്തെ ആൾക്കാർക്ക് ഇവിടെ വന്ന് എത്താൻ പറ്റും. പ്രൈസ് ദി ലോർഡ്. അതില് ഭയങ്കരമായിട്ട് മരിക്കാൻ പോയവരുണ്ട്, വളരെ കഷ്ടത്തിൽ ജീവിക്കുന്നവരുണ്ട്, പിള്ളേരുള്ളത് കൊണ്ട് മരിക്കുന്നില്ല എന്ന് പറയുന്നവരുണ്ട്. അങ്ങനെ പല സാക്ഷികളാണ്. അതൊക്കെ നമ്മൾ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് തലയ്ക്ക് തന്നെ ഓളം പിടിക്കും. ഇത്രയ്ക്ക് ആൾക്കാരുടെ മുമ്പിലാണോ നമ്മൾ എണീറ്റ് നിൽക്കുന്നതെന്ന് വരെ തോന്നിപ്പോകും. ദൈവനാമം മഹത്വം ഉണ്ടാകട്ടെ. അങ്ങനെ പലവിധ കഷ്ടത്തിലൂടെയാണ് ദൈവം എന്നെ ഈ സഭയുടെ സേവ ഏൽപ്പിച്ചിരിക്കുന്നത്. ഇന്നും ദൈവത്തിന്റെ നാമത്തിൽ നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയ ആൾക്കാരുടെ ഒരു മാനവും ബഹുമാനവുമാണ് നമുക്ക് കിട്ടുന്നത്. നമ്മളെ ഒരു തെറ്റായ നജറിൽ ആരും നോക്കുന്നില്ല. പക്ഷെ ഞാൻ പ്രസംഗിക്കുന്ന പ്രസംഗത്തിൽ പാസ്റ്ററെ, അത് തെറ്റാണോ ശരിയാണോ, പക്ഷെ എന്റെ കണക്കിന് എനിക്ക് മതമില്ല. ഞാൻ ഫിന്നി പാസ്റ്റർ ഇതില് ഞാൻ ഇങ്ങനെ ഒരു ശബ്ദം എടുത്ത് പറഞ്ഞിട്ടുണ്ട്, കർത്താവായ യേശു ക്രിസ്തു ക്രിസ്ത്യാനിയല്ല, പിന്നെ നിനക്ക് എങ്ങനെ ക്രിസ്ത്യാനിയാകാൻ പറ്റും? കർത്താവ് ക്രിസ്തുമതത്തെ പ്രചരിപ്പിക്കാനല്ലല്ലോ വന്നത്. അപ്പൊ ആ ക്രിസ്ത്യാനിക്ക് ഞാൻ എതിരാണ്. പെന്തക്കോസ്റ്റലിന് ഞാൻ അങ്ങനെ ഒരു ഇത് ഞാൻ വെക്കുന്നു. പക്ഷെ ഞാൻ വായിച്ച വേദഭാഗത്തിൽ നിന്നും എനിക്ക് മനസ്സിലായിട്ടുള്ള ഏറ്റവും മുഖ്യമായ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്റെ വചനം അനുസരിക്കുന്നവര് എന്റെ മക്കളായിരിക്കും. അതുകൊണ്ട് ഞാൻ ഇന്ന് വരെ സഭയ്ക്ക് പേര് കൊടുത്തിട്ടില്ല. നമ്മൾ മക്കളായിരിക്കണം. ആരിവിടെ വന്ന് അന്വേഷിച്ചാലും ഞാൻ ക്രിസ്ത്യാനിയല്ല, ഞങ്ങൾ കർത്താവിന്റെ മക്കൾ. ഈ ഒരു ശബ്ദമേ ഞാൻ മറ്റുള്ളവർക്ക് കൊടുത്തിട്ടുള്ളൂ. നിങ്ങൾ കർത്താവിന്റെ മതപരമായിട്ട് പോയി കഴിഞ്ഞാൽ, നീ ക്രിസ്ത്യാനിയാണെങ്കിൽ ഹിന്ദു നിന്നെ ദ്രോഹിക്കും, നീ മുസ്ലിം ആണെങ്കിൽ ഈ രണ്ടുപേരും നിന്നെ ദ്രോഹിക്കും. നീ അതിനൊന്നും നീ അകപ്പെടാൻ പോകണ്ട. നീ കർത്താവിന്റെ മക്കളായി പോകും. അഥവാ നിനക്ക് എന്തെങ്കിലും ദോഷം വന്നാൽ തന്നെ നിന്റെ ജീവൻ കർത്താവിന്റെ കയ്യിലാണ്. അതുകൊണ്ട് നീ പേടിക്കരുത്. അതുകൊണ്ട് അങ്ങനെ ഞാൻ സഭയെ ബലപ്പെടുത്തി കൊണ്ടുപോകുക. ദൈവനാമം മഹത്വം ഉണ്ടാകട്ടെ. ഞാൻ ഭിക്ഷ അയച്ചുകൊണ്ടിരിക്കുന്ന സമയം പറയാൻ മറന്നുപോയി. ഭിക്ഷ അയച്ചുകൊണ്ടിരുന്നത് ഒരു ടാക്സി ഡ്രൈവർ യൂണിയന്റെ ഒരാള് ഞങ്ങളെ 9 മണിക്ക് പിടിച്ച് ഒരു ഷെഡിലിരുത്തി. ആ ഷെഡിലിരുത്തിയിട്ട് അദ്ദേഹം പിന്നെ വരുന്നത് വൈകുന്നേരം 3 മണിക്ക്. മൂത്രം ഒഴിക്കാൻ പോകാൻ പറ്റില്ല. അന്ന് മഴയും പെയ്യുന്നുണ്ട്, മഞ്ഞും വീഴുന്നുണ്ട്, ഡിസംബർ സമയമാണ്. പക്ഷെ അദ്ദേഹം വന്നത് ക്ഷമ ഒരു ഭിക്ഷ യാചിക്കുന്ന ആളോട് ക്ഷമ യാചിച്ചുകൊണ്ടാണ് വന്നത്. ചേട്ടാ ക്ഷമിക്കണം, ഹിന്ദിയിലാണ് പറയുന്നത്, ആന്ധ്രക്കാരൻ. എനിക്ക് മലയാളം അറിയാം, അയാൾക്ക് മലയാളം അറിയില്ല. അപ്പോ അയാളെടുത്ത് 25 രൂപ കയ്യിൽ. നമ്മള് ഈ യാത്രക്കിടയിൽ കണ്ടുമുട്ടിയ ഒരു മനുഷ്യൻ, അദ്ദേഹത്തിന്റെ ആ ഭിക്ഷ തരുന്ന സമയത്ത് പോലും അദ്ദേഹത്തിന്റെ മനസ്സിന്റെ താഴ്മ. പക്ഷെ എനിക്കൊരു തെറ്റുപറ്റി. ഞങ്ങൾക്ക് കാശും കാര്യങ്ങളൊക്കെ ഉണ്ടായ സമയത്തും വണ്ടിയും വെള്ളമൊക്കെ ഉണ്ടായിട്ടും ഞങ്ങൾ അയാളെ ഒന്ന് കാണാൻ പോവാന്ന് വിചാരിച്ചിട്ട് പലപ്പോഴും വിചാരിച്ചെങ്കിലും സാധിച്ചില്ല. അതൊരു നിരാശയായിട്ട് ഇന്നും നിലനിൽക്കുന്നു. ഇപ്പൊ അയാൾ ജീവിച്ചിരിപ്പുണ്ടാവില്ല. എന്ന് വെച്ചാൽ അന്ന് തന്നെ അയാൾക്ക് ഒരു 19 വയസ്സുണ്ടായിരുന്നു. എനിക്ക് 34 വയസ്സുള്ളപ്പോ അയാൾക്ക് 50 വയസ്സുണ്ടായിരുന്നു. ഇപ്പൊ നമുക്ക് 73 വയസ്സായപ്പോ അയാൾ പോയി കാണും. എങ്ങനെയാ ഇനി പോയി ചെയ്യുന്ന കാണാം. അതൊരു വലിയൊരു തോൽവിയായിട്ട് എനിക്ക് തോന്നുന്നു. എനിക്ക് ഇത്രയും സഹായിച്ച ഒരു വ്യക്തിയെ എനിക്ക് പോയി കാണാനോ അയാൾക്ക് ഒരു നമസ്കാരം പറയാനോ അല്ലെങ്കിൽ ഞാനിന്ന് ദൈവത്തിലാണെന്നുള്ള ഒരു സൂചന കൊടുക്കാനോ ഒന്നും എനിക്ക് പറ്റിയില്ലല്ലോ എന്ന് വിചാരിച്ച് എന്റെ മനസ്സിന് എനിക്ക് വല്ലാണ്ട് എനിക്ക് വേദനയുണ്ട്. കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. എന്റെ വീട്ടിലുള്ള ആൾക്കാർ ആരും ഈ വിശ്വാസത്തോട് സഹകരിക്കുന്നില്ല. എന്റെ സഹോദരിമാര് സഹകരിക്കുന്നില്ല. 25 കൊല്ലമായി അവരുടെ വീട്ടിൽ ഞാൻ ബൈബിൾ കൊണ്ടുവച്ചിട്ട് ഇതുവരെ അവരത് കൈകൊണ്ട് തൊട്ടിട്ടില്ല. അപ്പോ ഞാൻ പറയും, ഓരോരുത്തരുടെ അസുഖം എന്ന് പറയുമ്പോൾ ഞാൻ പറയും, ഞാൻ വെച്ച പുസ്തകം എടുക്ക്, നിങ്ങളുടെ അസുഖം മാറും, അതെടുത്ത് വായിക്കും. നിങ്ങളുടെ ആങ്ങളെയായ ഞാൻ ഇത്രയ്ക്ക് വലിയൊരു വിടുതലും എടുത്തിട്ട് ആ അത്ഭുതം നിങ്ങൾക്ക് അറിയാവുന്നത് കൊണ്ട്
നിങ്ങൾ അതിനെ പിൻപറ്റുമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ നിങ്ങൾ അന്ന് ബൈബിൾ എടുക്കുന്ന പോലുമില്ല. അവർക്ക് അവരുടെ മൂർത്തിയും ഭഗവതിയൊക്കെ. എന്നാൽ ഇളയ പെങ്ങൾ അങ്ങനെയല്ല. ഇളയ പെങ്ങൾ വായിക്കില്ലെങ്കിലും പള്ളികളിലും അവിടെ ഇവിടെയൊക്കെ എല്ലായിടത്തും കയറിപ്പോകും. ഞാൻ പറഞ്ഞ അതാണ് വ്യഭിചാരം. ആ എല്ലാം കാണുന്നിടത്തൊക്കെ കയറി പോവുക. എവിടെയൊക്കെ പ്രാർത്ഥനയുണ്ടോ, എവിടെയൊക്കെ ചെണ്ട കൊട്ടുന്നുണ്ടോ, അവിടെയൊക്കെ ഞങ്ങളുടെ ഭഗവാനാണെന്ന് പറഞ്ഞ് കേൾക്കും. ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് ഒറ്റ ഭഗവാനേ ഉള്ളൂ, അത് യേശു ക്രിസ്തുവാണ്. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. നമ്മള് ഒരിക്കലും ഒരാളെ കുറ്റപ്പെടുത്താൻ പാടില്ല. അങ്ങനെ കുറച്ച് നാള് നമ്മൾ നാട്ടിൽ പോയിട്ടൊക്കെ വന്നപ്പോ ഇപ്പോ നമ്മുടെ അമ്മാവന്റെ മകൻ അവനൊരു ബുദ്ധിമുട്ടിലായി. അവനൊരു കോടീശ്വരനാണ്. അവൻ എന്നോട് വിളിച്ചു പറഞ്ഞു, ചേട്ടാ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. ആദ്യമായിട്ട് നാട്ടിൽ നിന്ന് ഞാൻ വിശ്വാസത്തിൽ വന്നിട്ട് ആദ്യമായിട്ട് വീട്ടിൽ നിന്ന് കിട്ടിയ ഒരു സഹാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എന്തെന്നാ പറയാ, സമാധാന വാക്ക്. ചേട്ടാ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കും. ഞാൻ പ്രാർത്ഥിച്ചു. ദൈവം മഹത്വം ഉണ്ടാകട്ടെ. അതുപോലെ നമ്മൾ സാക്ഷി ഒത്തിരി കാര്യങ്ങൾ ഞാൻ വിട്ടാണ് പറയുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മറ്റൊരു ചാനലിൽ ഇതിന്റെ സാക്ഷി പറഞ്ഞിട്ടുണ്ട്. പിന്നെ രാജു പാസ്റ്റർ എന്ന് പറയുന്ന ഒരാളാണ് ഞങ്ങളുടെ പാസ്റ്റർ, ചങ്ങനാശ്ശേരിക്കാരനാണ്. അപ്പോ ഇവിടെ ഞങ്ങൾക്ക് പ്രാർത്ഥിക്കേണ്ട ഗതികേടിലേക്ക് ഞാൻ എത്തിച്ചേർന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇവിടെ സഭ ആരംഭിക്കേണ്ട ഒരു ഗതികേടിലേക്ക് ഞാൻ പറഞ്ഞില്ലേ, സഭയിലുണ്ടായിരുന്ന വലിയ വലിയ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് അങ്ങനെ അവരായിട്ട് സഹകരിച്ചു പോകാൻ പറ്റുന്നില്ല. പണക്കാരുടെ മുമ്പിൽ പോയി നിൽക്കാൻ നമുക്കൊരു ലജ്ജ തോന്നും. കാര്യം നമ്മളും ഡ്രസ്സിന്റെ കാര്യങ്ങളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഞാനും അവരോട്ട് കുറവല്ല. പക്ഷെ അവരുടെ ഉദ്യോഗവും പദവിയെല്ലാം നോക്കുമ്പോൾ, പക്ഷെ ഇന്ന് ഞാൻ ഇരിക്കുന്ന സഭയിൽ ഞാൻ എന്നെ പോലെയുള്ള ആൾക്കാരല്ലാതെ, അല്ല എന്നെക്കാളും കുറഞ്ഞ ആൾക്കാരായിരിക്കും എല്ലാവരും ഏതാണ്ട് സമത്വത്തോടു കൂടി. ഒറ്റ ഇപ്പൊ കഴിഞ്ഞ ആഴ്ചയിൽ നേപ്പാളി വന്നിരുന്നു, ഗുജറാത്തി ഉണ്ട്, മറാഠി ഉണ്ട്. ഇവിടെ ഹിന്ദിയിലല്ലാണ്ട് ഒരു വാക്ക് പോലും പറഞ്ഞു. ഞാൻ ചിലപ്പോ പറയും എനിക്ക് നാണാവുന്ന നിങ്ങളുടെ മുമ്പിൽ എണീറ്റേക്കാനായിട്ട്. ഞാൻ 12-13 കൊല്ലം കൊണ്ട് ആരാധന നടത്തുന്ന സഭയില് ഒരു മലയാളം പാട്ട് പാടാൻ ആരുമില്ല. ഒരു പാട്ട് നമ്മൾ ഒരു വരി പോലും പാടാൻ പറ്റത്തില്ല. അങ്ങനെ ദൈവം ഇത്രത്തോളം നമ്മൾ നടത്തി വെച്ചിരിക്കുക. 2018 വൈഫിന് ഇൻഫെക്ഷനായി, വൈഫ് മരിച്ചു. അപ്പൊ വൈഫിന്റെ ശിശുവിരുന്നത് ഭർത്താവിന്റെ ഡോക്ടർ വന്ന് പറഞ്ഞു, എന്നോട് പറഞ്ഞില്ല, ചർച്ചിലുള്ള വേറൊരു പൈതലിനോട് പറഞ്ഞു, ആന്റി രക്ഷപ്പെടാൻ ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞു. പക്ഷെ ആ 10 ദിവസം കഴിഞ്ഞ് വീട്ടിൽ വന്ന് അന്ന് രാത്രി തന്നെ അവർ മരിച്ചു. അപ്പോ അതിന് വലിയ ചർച്ചയിൽ നിന്ന്, ഞാൻ ആദ്യം നിന്നിരുന്ന ചർച്ചയിൽ നിന്ന് വന്ന അവരെല്ലാ സേവയും നമ്മളോട് നയാ പൈസ പോലും വാങ്ങാതെ എനിക്ക് നടത്തേണ്ട എല്ലാ സേവയും, എനിക്ക് എന്റെ ബന്ധപ്പെട്ടവരില്ല, അല്ലെങ്കിൽ നാട്ടുകാരുമില്ല, ഒരു മനുഷ്യരും എനിക്ക് തുണയില്ലാത്ത സമയത്ത് അന്യ നാട്ടുകാരും നോർത്ത് ഇന്ത്യക്കാരും അന്യഭാഷക്കാരും സഭക്കാരും എല്ലാവരും കൂടി വളരെ സന്തോഷമായിട്ട് അവരുടെ ശവടക്കും, അതുപോലെ തന്നെ 5-ാമത്തെ ദിവസം വന്നൊരു വിലാസ മീറ്റിങ്ങും എല്ലാം അവർ തന്നെ നടത്തി. ദൈവനാമം മഹത്വം ഉണ്ടാകട്ടെ. ഞാൻ വിചാരിക്കുന്നത് നമ്മളെ സഭയിലല്ലായിരുന്നു എങ്കിൽ നമുക്ക് അങ്ങനെ ഒരു സഹകരണം കിട്ടത്തില്ല. അത് ഞാൻ മിക്ക ഹിന്ദുക്കളോടും പറയുന്നത്. ക്രിസ്ത്യനും ഹിന്ദുവും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് എന്നോട് പലരും ചോദിക്കും, മലയാളികളും ചോദിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഹിന്ദുക്കള് മരിച്ചോ എന്ന് നോക്കാൻ വരും, ക്രിസ്ത്യാനികൾ അങ്ങനെയല്ല. അവരുടെ അവസ്ഥ കണ്ട് ഇവര് മരിക്കരുത് എന്ന് പ്രാർത്ഥിക്കും. ആ ഒരു വ്യത്യാസം നമ്മുടെ ഹിന്ദുക്കളിൽ. ഞാനൊരു ഹിന്ദുവാണ്, എവിടെ പോയാലും ഞാൻ പറയും ഞാൻ ഹിന്ദു തന്നെയാണ്. ഞാൻ ഹിന്ദുസ്ഥാനിൽ ജനിച്ചെങ്കിൽ ഞാൻ മരിക്കുന്നവരെ ഞാൻ ഹിന്ദുസ്ഥാനി തന്നെയാണ്. ഞാൻ വേറൊരു ദേശത്തിന്റെ കാർഡോ അല്ലെങ്കിൽ ഒരു പൗരത്വം സ്വീകരിച്ചിട്ടില്ല. അത് മരിക്കും വരെ ഞാൻ ഹിന്ദുസ്ഥാനിയാണ്. അതിൽ എനിക്ക് യാതൊരു സംശയമില്ല. അങ്ങനെ തന്നെ ആയിരിക്കും. അപ്പൊ അവരോട് ഞാൻ പറയും, ഹിന്ദുക്കൾ വന്ന് നോക്കുന്നത് ആള് മരിച്ചോ എന്ന് നോക്കാനാണ്. പക്ഷെ ഈ മറ്റുള്ളവർ ക്രിസ്ത്യാനികൾ അങ്ങനെയല്ല. അവര് വന്നിട്ട് അവരെല്ലാവരും ഒന്നിലെ തലേ കൈവച്ച് പ്രാർത്ഥിക്കുക, അല്ലെങ്കിൽ മുട്ടുകുത്തി എന്ന് പ്രാർത്ഥിക്കും. ഈ മനുഷ്യന് ദീർഘായുസ് കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചാണ്. അതാണ് നമ്മളിൽ രണ്ട് കൂട്ടത്തിലുള്ള വ്യത്യാസം. അതൊക്കെ നമ്മൾ എപ്പോഴും കീപ്പ് ചെയ്യേണ്ടതാണെന്ന്. ഇപ്പൊ ഞാനൊരു വാസ്തുശാസ്ത്രക്കാരന്റെ വീട്ടിലാണ്. ഇപ്പോ അയാൾ പറയുന്നത്, നിങ്ങൾ മനുഷ്യരെ മതം മാറ്റുകയാണ്. വാസ്തുശാസ്ത്രക്കാരൻ, ഞാൻ പണിയെടുക്കുന്ന വീട്ടിൽ ഒരാളാണ്, മറാഠിയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, എന്തുകൊണ്ട് നമ്മളുടെ ഈ സഭ വിട്ട് ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നു? അത് നിങ്ങൾ എന്താ ചിന്തിക്കാത്തത്? അപ്പോ നിങ്ങളുടെ അവിടെ കിട്ടാത്തൊരു കാര്യം ഞങ്ങളുടെ അവിടെ കിട്ടുന്നുണ്ടോ? അതുകൊണ്ടാണ് വന്നത്. അല്ലെങ്കിൽ അവർ വേലിയാടേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ എന്താ സദനങ്ങൾ പറഞ്ഞു വരുന്നത്? ഞാൻ പറഞ്ഞു, നിങ്ങൾ പണ്ട് കാലത്ത് എന്റെ അപ്പനമ്മൂമ്മമാരെയൊക്കെ അടിമത്തത്തിൽ വെച്ചുകൊണ്ടിരുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു.
അവർ ബ്ലൗസ് ഉടുക്കാൻ പാടില്ല, മുട്ടിനെതിരെ തുണി ഉടുക്കാൻ പാടില്ല. നിങ്ങളുടെ ഈ അടിച്ചമർത്തലാണ് ഇന്ന് ഞങ്ങളെ പോലെയുള്ളവരുടെ ഉയർച്ച. നിങ്ങൾ എത്ര അടിച്ചമർത്താൻ നോക്കുന്നുവോ പാവപ്പെട്ടവരെ, അത്രേ അവർ ഉയരും. അതിന് എനിക്ക് തുണയായി വന്നത് എന്റെ കർത്താവാണ്, കർത്താവായ യേശു ക്രിസ്തു. കർത്താവായ യേശു ക്രിസ്തുവിന്റെ വചനം പറയുന്നു, ഞാൻ കൺകാൽ കൊടുക്കുന്നയായ പാവപ്പെട്ടവരെ അന്വേഷിച്ചു വന്നു. ഞാൻ പണക്കാരെ അന്വേഷിച്ചിട്ട് കാര്യമില്ല, അവർ കേൾക്കില്ല. ഞാൻ പാവപ്പെട്ടവനെ അന്വേഷിച്ചു വന്നു, ഞാൻ ആത്മാക്കളെ അന്വേഷിച്ചു വന്നു. അദ്ദേഹത്തിന് ഒരു മതമില്ല. അദ്ദേഹം ഉടനെ കുറച്ചു നേരം ഞാനിങ്ങനെ 10 മിനിറ്റ് വരെ ഞാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഞാൻ നിർത്തത്തില്ല. ഞാൻ 10 മിനിറ്റ് വരെ അയാളോട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ അയാൾ എന്നെ തോൽവി. സദനങ്ങളെ നമസ്കാരമുണ്ട്, നിങ്ങൾ പറഞ്ഞതിൽ വലിയ തെറ്റൊന്നും. നമ്മൾ കാര്യം മതം മാറ്റുക എന്ന് പറയുന്നത് ഇപ്പൊ ഇവിടെ ഉപയോഗിക്കുന്ന ഒരു ആയുധം മാത്രമാണ്. അത് വോട്ടിന് വേണ്ടിയോ വേറെ എന്തിനു വേണ്ടിയെങ്കിലും അവർ ഉപയോഗിക്കുന്ന ഒരു ആയുധമാണ്. പക്ഷെ ആയിക്കോട്ടെ, അതും നമ്മുടെ വിശ്വാസത്തിന് അത്യാവശ്യമാണ്. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. എന്ന് പറഞ്ഞ പോലെ ഞാൻ ഇന്ന് സദൻ മസി എന്ന് എഴുതാൻ ഞാൻ തയ്യാറില്ല. എന്റെ പേര് സദൻ എന്നാണ്, അത് അച്ഛനും അമ്മയിട്ട പേരാണ്, അത് മാറ്റാൻ ഞാൻ തയ്യാറില്ല. അതെനിക്ക് എന്റെ അച്ഛനും അമ്മയുടെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് അങ്ങനെ. പക്ഷെ കർത്താവ് എന്നെ വിളിക്കുന്ന പേര് മോനെ എന്നാണ് വിളിക്കുന്നത്, എന്റെ മകനെ എന്നാണ് വിളിക്കുന്നത്. അല്ലാണ്ട് എന്നെ വിളിക്കുന്നത് എന്റെ മകനെ എന്ന, ഇത്രയും പ്രായം. അപ്പൊ ആ ഒരു പുത്രത്വം നമുക്ക് ലഭിച്ചതാണ്. സ്വർഗസ്ഥ പിതാവിന്റെ പുത്രനാകാനുള്ള ഏറ്റവും വലിയ അധികാരം. അപ്പോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ റോട്ടിൽ ഞാൻ ഭിക്ഷ അയച്ചു. ഞാൻ മരണസ്ഥലത്ത് ആൾക്കാർ വണ്ടിയിൽ കട്ട് ചെയ്യുന്ന ശവം കൊണ്ട് കിടക്കുന്നിടത്ത് പോയി ഞാൻ കിടന്നു. എന്നാലും ഇതെല്ലാം കഴിഞ്ഞ് വന്നിട്ട് ആഹാരം കഴിക്കാൻ വകയില്ലാണ്ട് വന്നു, കിടക്കാൻ സ്ഥലമില്ലാണ്ട് വന്നു. ഇന്ന് എനിക്ക് കർത്താവ് ഒരു ഭവനം തന്നു. ഞാൻ ഭവനം മേടിച്ചപ്പോഴേ പറഞ്ഞു, ഇത് കർത്താവിന് വേണ്ടിയുള്ളതാണ്, ഇത് ഞാൻ എന്റെ വീട്ടുകാർക്ക് ആർക്കും കൊടുക്കത്തില്ല. ഇത് ഞാൻ ഇന്നും പറഞ്ഞിരിക്കുന്നത്, ഇത് ഞാൻ സഭയ്ക്ക് വേണ്ടി ഈ വീട് മൊത്തം കൊടുക്കുകയാണ്. അത് അതേ രൂപത്തിൽ തന്നെ വന്നു വിട്ടു. ഇന്ന് വേറൊരു അവകാശമില്ല, ഇത് സഭയ്ക്ക് വേണ്ടി തന്നെ കൊടുത്തിരിക്കുന്നു. അങ്ങനെ എന്തെല്ലാം എനിക്ക് ഇല്ലാതിരുന്നോ, എനിക്ക് ഷർട്ടില്ലാഞ്ഞിട്ട് ഞാൻ പ്രാർത്ഥനയ്ക്ക് പോലും പോകാണ്ട്, ഞാൻ എന്റെ രക്ഷിക്കപ്പെടുന്ന ആ സമയത്ത് തൊട്ട് ഷർട്ടിന്റെ ഷോൾഡർ വിട്ടുപോയിട്ട് പ്രാർത്ഥനയ്ക്ക് പോകാൻ പറ്റാണ്ട് ഞാൻ 2 ആഴ്ച വീട്ടിൽ കുത്തിയിരുന്നു. ആദ്യം അത് കഴിഞ്ഞിട്ട് ഒരു 15 രൂപയുടെ ഷർട്ട് മേടിച്ച് ഞാൻ ഒരു കൊല്ലം മുഴുവൻ ഉപയോഗിച്ചു. ഇന്ന് എന്റെ വീട്ടില് ഷർട്ട് ഇടാനോ, ഷർട്ട് വെക്കാനോ, പാന്റ് വെക്കാനോ, തുണി വെക്കാനോ സ്ഥലമില്ല. അതിന് വേണ്ട ദൈവത്തിന്റെ അനുഗ്രഹം ഇത് എവിടെ നിന്ന് വരുന്നു? ഇതൊക്കെ എനിക്ക് വിശ്വാസികൾ കൊണ്ടുവന്ന് തരുന്നതാണ്. ഞാൻ ഉടുക്കുന്ന ഈ ഷർട്ടും പാന്റും ഇതൊക്കെ എന്റെ മക്കൾ എനിക്ക് കൊണ്ടുവന്ന് തരുന്ന എന്തിടണമെന്ന് അവരെന്നെ കാക്കുന്നുണ്ട്. ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഇത്തരം അല്ലാണ്ട് എനിക്കൊന്നും അവർക്ക് വേണ്ടി ചെയ്യാൻ പറ്റിയിട്ടില്ല. പിന്നെ ഞങ്ങള് ഇവിടെ കിട്ടുന്ന പൈസ ഞാൻ സത്യമായിട്ട് ഇപ്പൊ നോക്കുകയാണെങ്കിൽ ഞാൻ എല്ലാത്തിൽ നിന്നും വേർതിരിഞ്ഞ് ഒരു സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുകയാണ്. ഞങ്ങൾ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് വിധവമാർക്കാണ്. വിധവമാർക്ക് നമ്മുടെ കയ്യിൽ വരുന്ന പൈസ നമ്മൾ ഏതെങ്കിലും വിധവ അല്ലെങ്കിൽ പഠിക്കാൻ ആഗ്രഹമുള്ളവർക്ക് എന്തെങ്കിലും കണ്ണിന് ഓപ്പറേഷന് വന്നു, അവിടെ ഒരു സഹോദരി ഉണ്ട്, അവരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ആരെങ്കിലും പണം ഇല്ലാന്നും പറഞ്ഞ് തിരിച്ചു പോവുകയാണെങ്കിൽ ഞങ്ങളെ വിളിച്ചേക്കണം, ഞങ്ങൾ അവർക്കുള്ള ലെൻസിന്റെ പൈസ ഞങ്ങൾ എത്തിച്ചോളാം. ഇത് ചെയ്യാൻ നമ്മളെ പോലെയുള്ള ഒരാൾക്ക് കഴിഞ്ഞു. അത് എനിക്ക് ഈ ദൈവസഭയിലോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഇടയിലോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്നെ പോലെയുള്ള ഒരു വ്യക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെരുപ്പ് പോലും ഇടാൻ യോഗ്യതയില്ലാത്ത, അല്ലെ ചെരുപ്പ് പോലും ഇടാൻ വകയില്ലാത്ത എനിക്ക് ഇന്ന് ഇങ്ങനെ ഒരു സഹായം ചെയ്യാൻ, അത് ഞാനല്ല ചെയ്യുന്നത്, എന്റെ സഭയിലെ മെമ്പർമാരാണ്. എന്നാലും അതിന്റെ ഒരു ലീഡർ സ്ഥാനത്ത് നിൽക്കാൻ ദൈവം എന്നെ സ്വർഗീയ അനുഗ്രഹം കൊണ്ട് എന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു. അതേ എനിക്ക് പറയാനുള്ളൂ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. അതുകൊണ്ട് ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല. പല കാര്യങ്ങളും ഇതിന്റെ ഇടയ്ക്ക് വിട്ടുപോയിട്ടുണ്ട്. ഞാൻ സാക്ഷ്യം പറഞ്ഞതുപോലെ ദൈവം തന്നിട്ടുള്ള മെയിൻ കാര്യം ഭിക്ഷക്കാരനെ പാസ്റ്ററാക്കി നിർത്തി. പക്ഷെ ഞാൻ ഇന്ന് വരെ ആരെ കൊണ്ടും പാസ്റ്റർ എന്ന് വിളിപ്പിച്ചിട്ടില്ല. പാസ്റ്റർ എന്ന് വിളിക്കാൻ പറ്റും. വൈഫ് മരിച്ചതിന് ശേഷം ഞാൻ ഒറ്റയ്ക്കാണ്. പിന്നെ എൻ്റെ കൂടെ ചർച്ചിലുള്ള രണ്ട് മൂന്ന് പേരെ ഒരു കുടുംബം ഞാൻ താമസിപ്പിച്ചിട്ടുണ്ട്. അവര് നമുക്ക് ആഹാരം ഉണ്ടാക്കി തരുന്നുണ്ട്. ഞാൻ പണി കിട്ടിയാൽ ഞാൻ പണിക്ക് പോകും. പക്ഷെ പ്രാർത്ഥനയുടെ കാര്യത്തിൽ എവിടെ പോയാലും പ്രാർത്ഥനയുടെ കാര്യത്തിൽ ഞാൻ ഇവിടെ എത്തിയിരിക്കും. ഞാൻ രാജസ്ഥാനിൽ പണിയെടുത്ത് 2.5 മാസം. അപ്പോൾ ഞാൻ ശനിയാഴ്ച വൈകുന്നേരം അവിടെ നിന്ന് പോരും, ഇവിടെ വന്ന് പ്രാർത്ഥന നടത്തും. 5 മാസം ഞാൻ സോലാപൂർ ഒരു സ്കൂളിന്റെ പണി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ശനിയാഴ്ച വൈകുന്നേരം അവിടെ നിന്ന് പോരും, ഞായറാഴ്ച കാലത്ത് ഇവിടെ വന്ന് പ്രാർത്ഥന നടത്തും, തിങ്കളാഴ്ച വൈകുന്നേരം തിരിച്ചു പോകും. അങ്ങനെയായിരുന്നു. എവിടെ പോയാലും ഞായറാഴ്ച. നാട്ടിൽ പോകുമ്പോൾ മാത്രം അവിടെ എവിടെയെങ്കിലും നാട്ടിലുള്ള സഭയിൽ, ഏതെങ്കിലും മലയാളി സഭയിൽ ഞാൻ കയറും. പക്ഷെ അവിടെ പോയാൽ എനിക്ക് ഇപ്പൊ ഞാൻ മലയാളത്തിൽ സംസാരിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ സലി സിസ്റ്റർ മുഖേനയാണ്. സലി സിസ്റ്റർ ഞാനുമായിട്ട് രാത്രിയിൽ ഒരു 10 മണിയാകുമ്പോൾ ഞങ്ങളൊരു 10-20 മിനിറ്റ് നേരം പ്രാർത്ഥിക്കും.
ഞങ്ങൾക്കൊരു വിഷയം ദൈവം തന്നിട്ടുണ്ട്. ആ പ്രാർത്ഥനയാണ് എനിക്ക് മലയാളത്തിൽ പ്രാർത്ഥിക്കാൻ അവസരം കിട്ടിയത് ഒരു കൊല്ലത്തിൽ. അല്ലാണ്ട് ഇവിടെ മലയാളം ഒരു അക്ഷരം പറയാനോ ഒരു പാട്ട് പാടാനോ എനിക്കൊരു പാട്ട് മുഴുവൻ എനിക്ക് മലയാളത്തിൽ അറിയത്തില്ല. കാര്യം 87 തൊട്ട് ഞാൻ സഭയിലുണ്ട്, എനിക്കൊരു മലയാളം പാട്ട് പോലും അറിയത്തില്ല. അതുപോലെ തന്നെ ഗുജറാത്തിയിൽ എനിക്ക് വലിയ പരിജ്ഞാനമില്ല. എന്നുവെച്ചാൽ ഞാൻ ഹിന്ദിയിൽ പ്രസംഗിക്കുന്നതുകൊണ്ട് എപ്പോഴും ഹിന്ദിയിലേക്ക് തിരിഞ്ഞു. ദൈവനാമം മഹത്വപ്പെടട്ടെ. അതുകൊണ്ട് ദൈവം ഇന്ന് വരെ എന്നെ നടത്തി, മുമ്പോട്ടും എന്നെ നടത്തണം. അതിന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രായമായിട്ടും മറ്റുള്ളവരെ കൊണ്ട് സാധിക്കാത്ത ചില കാര്യങ്ങളൊക്കെയാണ് ദൈവം എന്നെ കൊണ്ട് ചെയ്യിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് കർത്താവിന്റെ ദാസൻ നമ്മൾ പരിചയപ്പെട്ട് ഇന്ന് വന്ന് നമ്മൾ നേരി കാണുമെന്ന് എനിക്കറിയത്തില്ല. എന്നാലും എനിക്ക് ആരോഗ്യം ഉണ്ടെങ്കിൽ ഞാൻ തമിഴിൽ എത്തിയിരിക്കുന്നു. ദൈവം ഈ വേലയിൽ ഈ കർത്താവിന്റെ ദാസനെയൊക്കെ നേരി കാണാനും ഞാൻ തീർച്ചയായിട്ടും അവിടെ എത്തും. ദൈവം ഇതുവരെ എന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു. കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഞാൻ വീട് മേടിച്ചു, മുകളിൽ ഹോള് പണിതു, അതിന്റെ മുകളിലും ഷീറ്റിട്ട് റൂമെല്ലാം പണിതു. ഇതെല്ലാം നടക്കുമ്പോഴും എന്റെ കാല് എവിടെ ഒരടി ചർച്ചിൽ വെച്ചാലും എനിക്ക് ഒറ്റ വിചാരമുള്ളൂ, ഞാൻ ഭിക്ഷ അയച്ചവനായിരുന്നു. ആ വിചാരം എന്റെ കഴിഞ്ഞ കാലത്ത് ആ വിചാരം എന്നെ ഏറ്റവും മുമ്പിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക. ആരുടെ മുമ്പിൽ ചെന്നാലും ഞാനത് പറയും. 10 പേര് കൂടിയിരിക്കുന്ന സ്ഥലത്താണെങ്കിലും ഞാനത് പറയും. അത് പറയാണ്ട് എന്റെ ഒരു ദിവസം അവസാനിക്കും. അപ്പോ എന്റെ ശരിയായ സാക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു ഭിക്ഷക്കാരൻ. വൈഫിന്റെ സ്ഥലം ഉണ്ടായിരുന്നു, 1.5 കോടി രൂപ എന്റെ പേരിലാണ് അത് എഴുതിയത്. ഞാനത് മാറ്റി അവരുടെ പേരിലേക്ക് ആക്കിയിട്ട് അവരുടെ ബന്ധക്കാർക്ക് തിരിച്ചു കൊണ്ടേക്കും. എന്റെ വീട്ടിൽ ചെന്നപ്പോൾ അവർ പറഞ്ഞു, ചേട്ടാ ഒരു പൈസ പോലും അതിൽ നിന്ന് എടുക്കണം. 1.5 കോടി രൂപയുടെ സ്ഥലം ഉണ്ടായിരുന്നു. അത് ഞാൻ ആ പ്രമാണവും ഡെത്ത് സർട്ടിഫിക്കറ്റുമായിട്ട് അവരുടെ വീട്ടിൽ കൊണ്ടുപോയി അവരുടെ ബന്ധപ്പെട്ടവരുടെ കയ്യിൽ കൊണ്ട് ഏൽപ്പിച്ചിട്ട് ഞാൻ ഇന്നും എനിക്കൊരു കാര്യം അറിയാം, ഞാൻ ആരെ ഒന്നും പറ്റിക്കാനോ തെറ്റിക്കാനോ ഒന്നും പോയിട്ടില്ല. പ്രാർത്ഥനയെന്ന് പറഞ്ഞ് പലരും എന്റെ റൂമിൽ വന്ന് ഞങ്ങൾ എന്താ തരണ്ടേന്ന് ചോദിച്ചാലും നിങ്ങൾ ഒന്നും തരേണ്ട, ഉള്ളത് ദൈവത്തിന് കൊടുത്തേക്കാൻ പറയും. അത് ദൈവത്തിന് മഹത്വം കൊടുക്കുക, നിങ്ങൾ വീട്ടിൽ പ്രാർത്ഥിക്കുക. ഇതാണ് ഞാൻ പറഞ്ഞത്. അല്ലാണ്ട് അവരോടൊന്നും ഒരു നയ പൈസ പോലും ഇന്ന് വരെ നമ്മൾ മേടിച്ചിട്ട്. ഇപ്പൊ എനിക്ക് സഭയിൽ നിന്ന് ഏതാണ്ട് 6000 രൂപയാണ് ശമ്പളം. അത് അവര് എന്റെ ബുദ്ധിമുട്ട് ഓർത്ത് ഇവിടെയുള്ള ആൾക്കാർ പറഞ്ഞിട്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞു ഞാൻ പണിയെടുക്കുന്നുണ്ട്, എന്നാലും അവർ തരികയാണ്. ഞാൻ അതും ആരെങ്കിലും ഇല്ല വല്ലായ്മയിൽ വന്നു കഴിഞ്ഞാൽ അവർക്ക് ഞാൻ പണിയെടുത്ത് പൈസ കിട്ടുന്നുണ്ടോ അതിൽ നിന്ന് ഞാൻ കൊടുക്കും. പണിയെടുക്കാൻ പോകുന്നതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ വല്ലപ്പോഴും നാട്ടിൽ പോകേണ്ടി വന്നാൽ 10 പൈസ ആവശ്യമുണ്ട്. അതുകൊണ്ട് ഞാൻ പറയും, ഞാൻ ഇരുന്ന് പോയാൽ ഞാൻ ഇരുന്ന് പോകും. എന്നെ ദൈവം ഇരുത്തത്തില്ല. ദൈവം എന്നെ എത്ര ഓടാൻ പോകുന്നു. ഞാനൊരു വണ്ടിയുടെ കാര്യം പറഞ്ഞ് വണ്ടി കിട്ടിക്കഴിഞ്ഞാൽ ഇനി ഞാൻ കാവേരിയിലേക്ക് സേവയ്ക്ക് പോയിക്കൊണ്ടിരിക്കും. അങ്ങനെ ഭിക്ഷയയച്ച സദമ്പായി ഇന്ന് മറ്റുള്ളവരുടെ കാര്യത്തിൽ പറഞ്ഞ ഒരു പാസ്റ്റർ എന്ന് അവർ മനസ്സിൽ കരുതെങ്കിലും ആരെ കൊണ്ട് ഞാൻ പാസ്റ്റർ എന്ന് വിളിക്കത്തില്ല. പാസ്റ്റർ എന്ന് പറയുന്ന വാക്കിന് വളരെ വളരെ ആഴങ്ങളിലുള്ള അർത്ഥം അതുവരെ എത്തിച്ചേരാൻ എനിക്ക് പറ്റുന്നു. ഇതുവരെ പറ്റിയിട്ടില്ല. ഞാൻ പ്രസംഗിക്കുന്നത് ഞാൻ വിശ്വാസിയാകാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ. ഓരോ ദിവസം കാലത്ത് എണീക്കുമ്പോഴും ഞാൻ വിചാരിക്കുന്ന, കർത്താവേ എന്റെ വായിൽ നിന്ന് നുണയായിട്ടോ അല്ല ഇല്ലാത്ത വചനങ്ങളോ ഒന്നും പറയാൻ ഇടയാവല്ല, ദേഷ്യപ്പെടാൻ ഇടയാകും. പക്ഷെ 24 മണിക്കൂറിനുള്ളിൽ എന്തെങ്കിലും പ്രശ്നം വന്നിട്ടോ അല്ലെങ്കിൽ പണിക്കാരുടെ അങ്ങനെ ഒരു ദിവസവും എന്തെങ്കിലും ദേഷ്യത്തിലായിരിക്കും ചിലപ്പോൾ. അല്ലെങ്കിൽ ഒരു വണ്ടിയുടെ മുമ്പിൽ വേറൊരു വണ്ടി വന്ന് ബ്രേക്ക് ചെയ്തു, അവനോട് ദേഷ്യപ്പെട്ടു. അപ്പോഴും ഞാൻ വിചാരിക്കടോ, ഞാൻ പറഞ്ഞ് എണീച്ചിട്ട് ഞാൻ പറഞ്ഞത് പ്രാർത്ഥിച്ച് തെറ്റിപ്പോകുന്നല്ലോ, എനിക്ക് പാലിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ നമുക്ക് ലോകത്ത് പാലിക്കാൻ പറ്റാത്ത 1000 കാര്യങ്ങൾ. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ എങ്ങനെ ഒരു പാസ്റ്റർ ആവും? വലിയ ബുദ്ധിമുട്ടാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, പാസ്റ്ററായിട്ട് ഒരാൾ മാത്രമേ ഉള്ളൂ, അത് നമ്മുടെ കർത്താവ് തന്നെ. കർത്താവ് ബ്ലഡിന്റെ ഫാസ്റ്റിംഗ് ചെയ്ത ആള് പുള്ളിയാണ്. പുള്ളി തന്നെയാണ് പാസ്റ്റർ. അതുകൊണ്ട് എന്നെ ആരും പാസ്റ്റർ എന്ന് വിളിക്കരുത്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിട്ട്. ഓ പാസ്റ്ററെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഞാൻ കുറെ വിഷയങ്ങളൊക്കെ വിട്ടുകളഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരു ടിവിയിൽ പറഞ്ഞിരിക്കുന്ന വിഷയങ്ങളും കൂടി ആയിരുന്നു വിട്ടുകളഞ്ഞു. പക്ഷെ മെയിൻ എന്റെ ഇതാണ്, ഞാൻ പ്രാർത്ഥിച്ച് ഞാൻ രക്ഷ പ്രാപിച്ചു. മറ്റുള്ളവർ പ്രാർത്ഥിച്ചിട്ട് വിടുതൽ പ്രാപിച്ചു മനുഷ്യൻ. അത് ഞാൻ സിവിലില് അറിഞ്ഞു. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ എനിക്ക് വേണ്ടി ആ സമയത്ത് പ്രാർത്ഥിച്ചിട്ടില്ല. പ്രാർത്ഥന എന്ന് പറയുന്നത് എനിക്കറിയത്തില്ല. പക്ഷെ ആ സമയത്ത് എന്നെ ഉൾക്കൊള്ളുന്ന അല്ലെങ്കിൽ എന്നെ ആദ്യമായിട്ട് ഞാൻ മലയാളിയായിട്ട് കയറി ചെന്ന ആ സഭയില് 10-25 പേര് മെമ്പറുണ്ട്. അവര് ഡെയിലി എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനയുടെ ഉത്തരവാണ് എന്റെ ടിവിയുടെ അസുഖം മാറ്റി. അപ്പൊ എല്ലാവരും പറയും, വിശ്വസിച്ചാൽ നീ മഹത്വം കാണും. പക്ഷെ വിശ്വസിച്ചത് ഞാനല്ല, വിശ്വസിച്ച് പ്രാർത്ഥിച്ചത് അവരാണ്.
എനിക്ക് ലഘുവായ എന്നെ അവർ പ്രാർത്ഥനയിലൂടെ ദൈവത്തിന്റെ മുമ്പിൽ വെച്ചു. പക്ഷെ ദൈവം എന്നെ തൊട്ടു. Praise the Lord. Hallelujah. അവിടെ ആ ആശുപത്രിയിൽ ഞങ്ങൾ കൊട്ടുവെച്ച് പ്രാർത്ഥിച്ചു. ഞങ്ങൾ ജീവിതത്തിന് വേണ്ടി സമർപ്പിച്ചു. ഇന്നും ദൈവത്തിന് വേണ്ടി എനിക്ക് എന്തെല്ലാം ദൈവം തന്നോ അതെല്ലാം ഞാൻ ദൈവത്തിന് വേണ്ടി കൊടുത്തു. എനിക്ക് എന്റേതായിട്ടെന്ന് പറയാൻ എനിക്ക് ഒന്നുമില്ല. ശരീരം എന്റെ അല്ല, ആത്മാവ് എന്റെ അല്ല, ഒന്നും എന്റെ അല്ല. എല്ലാം ദൈവത്തിന് വേണ്ടി, ആ ദൈവത്തിന് വേണ്ടി സമർപ്പിച്ചു. ഞാൻ അവസാനിപ്പിച്ചു. ദൈവം കർത്താവിന്റെ ദാസനെ തന്ന സമയത്തിനായി സ്തോത്രം. ഡാനിയേൽ ജോൺ പാസ്റ്റർക്ക് ഇങ്ങനെ ഒരു സന്മനസ് ദൈവം കൊടുത്തതായി സ്തോത്രം. ദൈവമേ, മുമ്പോട്ട് നയിക്കണം, നടത്തണം. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന മറ്റാരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ ആത്മാവിൽ ബലം കൊടുക്കണമെന്ന് പറഞ്ഞു. യേശുവിന്റെ നാമം മഹത്വം. ഇത്തരത്തിലുള്ള നടത്തിയല്ലോ മുന്നോട്ട് നയിക്കണം, നടത്തണം. പ്രാർത്ഥന കേൾക്കനായി സർവ്വേശു ക്രിസ്തുവിന്റെ നാമം. സ്തോത്രം. വളരെ വ്യത്യസ്തമായ ഒരു സാക്ഷ്യമാണ് കേൾക്കാൻ കഴിഞ്ഞത്. മനുഷ്യൻ വ്യത്യസ്തമായ ജീവിതം നയിക്കുന്ന ഒരുപാട് ജനങ്ങൾ ഇന്ന് നമ്മുടെ സമൂഹത്തിലുണ്ട്. എല്ലാവരും ഒരുപോലെയല്ല. എല്ലാവരും അവരവരുടേതായ ആ ഒരു സ്ഥാനത്ത്, സാഹചര്യത്തിൽ അവർ ജീവിക്കുന്നു. നമ്മൾ ഒരിക്കലും ഒരാളെ കാണുന്ന പോലെ മറ്റൊരാളെ കാണാൻ പറ്റില്ല. ഓരോരുത്തരുടെയും അവസ്ഥ വേറെയാണ്, കാഴ്ചപ്പാടുകൾ വേറെയാണ്. അപ്പോൾ ഓരോരുത്തരെയും കാണേണ്ടുന്ന നിലയിൽ കാണുവാനും കേൾക്കേണ്ടുന്ന നിലയിൽ കേൾക്കുവാനും കഴിയുക എന്നുള്ളതാണ് ശരിക്കും ഒരു മനുഷ്യൻ എന്നുള്ളതായ ആ ഒരു വ്യക്തിയിൽ നിന്ന് ദൈവം പ്രതീക്ഷിക്കുന്നത്. കർത്താവിന്റെ ദാസൻ പ്രിയ സദനങ്ങള് ജീവിതത്തിൽ കടന്നുപോയ ആ അനുഭവങ്ങൾ, ആ നാൾ വഴികൾ ഞാൻ ശ്രദ്ധിച്ച് കേൾക്കുകയായിരുന്നു. കേരളത്തിൽ ഏത് സ്ഥലത്ത് നിന്നാണ് വന്നതെന്നൊന്ന് പറയാമോ? എറണാകുളം. എറണാകുളം. ഓക്കെ. എറണാകുളത്ത് ജനിച്ചു വളർന്ന് ഒരു ഹൈന്ദവ കുടുംബത്തില് പുറത്തു വന്ന ഒരു വ്യക്തി ഇന്ന് ഗുജറാത്തില് സൂററ്റില് ബസ്താൻ എന്ന് പറയുന്ന സ്ഥലത്ത് ഏത് നിലയിൽ ആയിത്തീർന്നു. റെയിൽവേ സ്റ്റേഷനുകൾ കയറി ഇറങ്ങി, അമ്പലങ്ങൾ കയറി ഇറങ്ങി, റെയിൽവേ പാളങ്ങളിൽ മരണത്തിന് വേണ്ടി ഓടി നടന്ന്, TB രോഗത്താൽ ആശുപത്രികൾ കയറി ഇറങ്ങി, മരുന്നിനും മറ്റു പല ചികിത്സയ്ക്കും ഒക്കെ വിധേയനായി, ജീവിതത്തിൽ ലക്ഷ്യം ഇല്ലാത്തവനായി, ലക്ഷ്യം തെറ്റിയവനായി, അലഞ്ഞു തിരിഞ്ഞ് നടന്ന, അല്ലെങ്കിൽ ഭിക്ഷയെടുത്ത് നടന്ന, ശവത്തിനോട് ചേർന്ന് കിടന്ന് ഉറങ്ങിയ, പട്ടിണി കിടന്ന, ചെരുപ്പില്ലാതെ നടന്ന, കഷ്ടത മാത്രം ജീവിതത്തിൽ രുചിച്ചറിഞ്ഞ ആ ഒരു വ്യക്തി അങ്ങനെ കുറേ നാളുകൾ ലക്ഷ്യമില്ലാതെ അലഞ്ഞു തിരിഞ്ഞ് നടന്നു. അങ്ങനെ ലക്ഷ്യമില്ലാതെ കയറി ചെന്നതാണ് ഒരു പോലീസുകാരൻ്റെ വീട്. ആ പോലീസുകാരൻ്റെ വീട് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രക്ഷയുടെ ഒരു ടേണിംഗ് പോയിന്റിലേക്ക് വരുന്നത്. അത് ഒരു ഡിസംബർ മാസം 31-ാം തീയതി ആത്മഹത്യ ചെയ്യാനെ കൊണ്ടുള്ള ഒരുക്കമാണ്. ആത്മഹത്യക്ക് വേണ്ടിയിട്ട് പാനൊരുങ്ങുക. റെയിൽവേ പാളത്തിൽ പോയി സ്ഥലമൊക്കെ കണ്ട് റെഡിയാക്കി വെച്ചിട്ട് ട്രെയിൻ വരുന്നതിന് മുൻപ് എന്നാൽ ഒന്നുകൂടി ഒന്ന് മദ്യപിച്ചിട്ട് ഒന്നുകൂടി കുടിച്ച് സന്തോഷിച്ചിട്ട് പോയി കിടന്ന് ചാകാം എന്നുള്ള തീരുമാനത്തില് പോലീസുകാരൻ്റെ വീട്ടിൽ വരികയാ, എന്തെങ്കിലും കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ. ശരിക്കും പറഞ്ഞാൽ അവിടെ വെച്ചാണ് കിട്ടിയത്. അവിടെ വെച്ച് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് മരിച്ചു. റെയിൽവേ പാളത്തിലല്ല മരിച്ചത്, പോലീസുകാരന്റെ വീട്ടിൽ മരിച്ചു. ആരാണ് മരിച്ചത്? ആ പഴയ അവിടെ വെച്ച് മരണം സംഭവിച്ചു. മരിക്കാൻ തീരുമാനിച്ച ദിവസം തന്നെ മരിച്ചു. ശരിയാണ്. ആ മരണം എന്ന് പറയുന്നത് പാപ മനുഷ്യന്റെ മരണമായിരുന്നു അന്ന് അവിടെ സംഭവിച്ചത്. ആ പാപിയായ മനുഷ്യൻ മരിച്ചു. അപ്പം ആ ഒരു മരണം അവിടെ വെച്ച് സംഭവിച്ചു എന്ന് തന്നെ മനസ്സിലാക്കുക. മരിക്കാൻ തീരുമാനിച്ച ദിവസം തന്നെ മരിച്ചു. പക്ഷെ അതിനുശേഷം ഒരു ജീവിതം ആരംഭിക്കുകയായിരുന്നു. പുതിയ വർഷത്തിലേക്ക് ഒരു പുതിയ ജീവിതം ആരംഭിച്ചു. ഒരു പുതിയ വർഷത്തില്. പിന്നീട് ആ ഒരു പുതിയ വർഷത്തില് ആ ദേശക്കാർക്ക് ഞാൻ ഒരു ശപിക്കപ്പെട്ടവനായിട്ടല്ല ഇനി ജീവിക്കാൻ ആഗ്രഹിച്ചത്, പകരം നന്മ നിറഞ്ഞ, നന്മയുള്ള, സ്നേഹമുള്ള, സഹായമുള്ള ഒരു ഹസ്തം, കരങ്ങളോടുകൂടി മറ്റുള്ളവരുടെ മുൻപിൽ കൈനീട്ടുന്നവനായിട്ടല്ല,
മറ്റുള്ളവർക്ക് കൊടുക്കുന്നവനായി, മറ്റുള്ളവരെ കരം പിടിച്ച് നടത്തുന്ന ഒരു വ്യക്തിയായിട്ട് മാറുകയാണ്. അങ്ങനെയുള്ളൊരു ജീവങ്കലേക്ക് പ്രവേശിക്കുക, ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതപ്പെടാൻ വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പ്, കർത്താവിനോടുകൂടി ജീവിക്കാനുള്ള ഒരു തയ്യാറെടുപ്പ്. ശരിക്കും പറഞ്ഞാൽ അതിനു മുമ്പ് ശവത്തോടുകൂടി തന്നെ കിടന്നുറങ്ങിയത്. ശവത്തോടുകൂടി കിടന്നുറങ്ങി. കാരണം പാപം നിറഞ്ഞ ആ ഒരു മനുഷ്യൻ എന്ന നിലയിൽ അവന്റെ ഉറക്കവും അങ്ങനെയുള്ള ഇടത്തായിരുന്നു. എന്നാൽ ജീവൻ പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ ആത്മാവിനും പ്രാണനും ശരീരത്തിനും സൗഖ്യം ലഭിച്ചു. TB രോഗം മാറി. TB രോഗത്തിൽ നിന്ന് പൂർണ്ണമായ വിടുതല്. ഡോക്ടർമാർക്ക് പോലും ആശ്ചര്യം, ഇതെന്തൊരു അത്ഭുതമാണെന്ന് അവര് പോലും ചിന്തിച്ചു. അതെ, ആ പ്രാർത്ഥനാ കൂട്ടായ്മ, ആ ഒരു ദൈവീയ ആ പദ്ധതിയിലേക്ക് ചേർന്ന് വരുവാനിടയായി തീർന്ന ഒരു സാഹചര്യം. ഒരുപാട് വ്യത്യസ്തമായ സാക്ഷ്യങ്ങൾ നമുക്ക് കേൾക്കാനും കാണുവാനും കഴിയുന്നുണ്ട്. ഓരോ പ്രിയപ്പെട്ടവർക്ക് ഓരോരുത്തർ എവിടെ ഫിറ്റ് ആവും എന്ന് ദൈവം തമ്പുരാൻ അറിയാം. അവരെ ദൈവം അവിടെ ചേർത്ത് പണിയാനിടയായി തീർന്നു. സ്തോത്രം. കർത്താവിന്റെ ദാസന്റെ ആ കടന്നുപോയ ആ കാലങ്ങളും വളരെ കഷ്ടതകൾ നിറഞ്ഞതായ ആ ഒരു അനുഭവങ്ങളും ഒക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചെളിക്കകത്ത് കിളിർത്തു നിൽക്കുന്ന താമര പോലെ ഇന്ന് അനേകർക്ക് സുഗന്ധം പരത്തുന്ന, പ്രകാശം പരത്തുന്ന, അനേകരെ കർത്താവിലേക്ക് നയിക്കുന്ന ഒരു വ്യക്തി. ഇടയ്ക്കൊരു വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ശ്രദ്ധിച്ചു, നാട്ടുകാർ പറയുന്നത് മന്ത്രവാദി എന്ന്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് ചെയ്യുന്നതായ ശുശ്രൂഷകൾ ആ ഒരു പ്രാർത്ഥനയാ. നമ്മൾ ചെയ്യുന്ന പ്രാർത്ഥന, മറ്റുള്ളവർക്ക് ചെയ്യുന്നതായ ആ ഒരു സേവനം ലോകക്കാർ കാണുമ്പോൾ അത് മന്ത്രവാദമാണ്. പക്ഷേ നമ്മൾ ദൈവത്തിന്റെ മക്കൾ എന്ന നിലയിൽ നമ്മൾ ചെയ്യുന്ന ആ സ്നേഹത്തിന്റെ ശുശ്രൂഷ എല്ലാവർക്കും തിരിച്ചറിയുന്നില്ല. ഓരോരുത്തരും അവരവരുടെ കാഴ്ചപ്പാടനുസരിച്ച് അവർ വിളിച്ചു പറയുന്നു. ചിലര് ആത്മീയ ശുശ്രൂഷ എന്ന് വിളിച്ചു പറയുന്നു, ചിലര് മന്ത്രവാദം എന്ന് വിളിച്ചു പറയുന്നു. പറയുന്നവര് എന്ത് വേണമെങ്കിലും പറഞ്ഞുകൊള്ളട്ടെ, ദൈവത്തിന്റെ നാമം മഹിമപ്പെടുവാൻ ഇടയായി തീരും. സ്തോത്രം. കർത്താവിന്റെ ദാസൻ കടന്നുപോയ ആ കഷ്ടതയുടെ നാളുകളൊക്കെ ഇന്ന് അനുഗ്രഹമാക്കി തീർത്തുകൊണ്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കുവാൻ കഴിഞ്ഞതിൽ ദൈവത്തിന് ഒത്തിരി നന്ദി പറയുന്നു. ഈ 73 വയസ്സ് കഴിയുമ്പോഴും സൗഖ്യത്തോടെ, ആരോഗ്യത്തോടെ, ദീർഘായുസോടെ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ, നിലകൊള്ളുവാൻ, അനേകരെ കർത്താവിലേക്ക് ആനയിക്കുവാൻ ദൈവം സഹായിക്കട്ടെ എന്ന് ഞങ്ങളും അരോമ TVയും ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഇത്രത്തോളം സമയം ഞങ്ങളോടൊപ്പം ചെലവഴിച്ചതിന് കർത്താവിന്റെ ദാസുള്ളതായ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. അരോമ TVയിലെ പ്രേക്ഷകരോട് ഞങ്ങൾക്ക് പറയുവാനുള്ളത്, നിങ്ങൾക്ക് ഇതുപോലെയുള്ളതായ ജീവിതം അനുഭവങ്ങൾ ഒരു പക്ഷേ കാണുമായിരിക്കാം. നിങ്ങളുടെ ജീവിതവുമായിട്ട് നിങ്ങൾ തട്ടിച്ചു നോക്കി, നിങ്ങൾ അവിടെ ഇവിടെ അലഞ്ഞു തിരിഞ്ഞ് നടക്കാതെ ശരിയായ സ്ഥലത്ത് നിങ്ങൾ എത്തിച്ചേരുവാനും കർത്താവിനെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ദൈവവും കർത്താവുമായി നിങ്ങൾ അംഗീകരിക്കുവാനും തയ്യാറാകുമ്പോൾ ഒരു ക്രിസ്തീയ വിശ്വാസമാണ്, ഇതൊരു ക്രിസ്തീയ അനുഭവമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഇതൊരു ജാതിയോ മതമോ അതിൻ്റെതായ കാര്യങ്ങളോ അല്ല, പകരം ഈ ഒരു അനുഭവത്തിലേക്ക് രക്ഷകനായ യേശുവിനെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ദൈവമായി, കർത്താവായി നിങ്ങൾ സ്വീകരിക്കുവാൻ, അംഗീകരിക്കുവാൻ തയ്യാറാകുമെങ്കിൽ ഈ പ്രിയപ്പെട്ടവന്റെ ജീവിതത്തിൽ ദൈവം കൊടുത്തതായ സന്തോഷവും സമാധാനവും നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കുവാൻ തക്കവണ്ണം കഴിയും. നിങ്ങളും ആത്മഹത്യ അന്വേഷിക്കുന്ന വ്യക്തിയായിരിക്കാം, മദ്യത്തിനും മയക്കുമരുന്നിനും ലഹരി വസ്തുക്കൾക്കും അടിമയായിരിക്കാം, അല്ലെങ്കിൽ തീരാ രോഗിയായിരിക്കാം, അല്ലെങ്കിൽ സാമ്പത്തിക കടബാധ്യതകളിലൂടെ കടന്നു പോകുന്ന വ്യക്തിയായിരിക്കാം, മക്കളെക്കുറിച്ച് ആശങ്കപ്പെടുന്ന പ്രിയപ്പെട്ടവരായിരിക്കാം. നിങ്ങൾ ഏത് പ്രശ്നത്തിന്റെ, ഏത് വിഷയത്തിന്റെ നടുവിൽ ഞെരുങ്ങുന്ന വ്യക്തിയായിരുന്നാലും നിങ്ങളെ രക്ഷിക്കുവാൻ, വിടുവിക്കുവാൻ, പൂർണ്ണമായി നിങ്ങളെ സഹായിക്കുവാൻ കഴിവുള്ള ഒരാളാണ് സർവശക്തനായ ദൈവം. ആകയാൽ ആ ദൈവവും പാകെ നിങ്ങൾ ഒരു നിമിഷം കണ്ണുകളെ അടയ്ക്കൂ. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. യേശു നിങ്ങളെ സ്നേഹിക്കുന്നു സഹോദര, യേശു നിങ്ങളെ സ്നേഹിക്കുന്നു. ആമേൻ. ദൈവമായ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു നിമിഷം ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവിന്റെ ദാസൻ സദനങ്ങള് അരോമ TVയിലെ പ്രേക്ഷകർക്ക് വേണ്ടി ഒരു നിമിഷം പ്രാർത്ഥിച്ചാണ്. അൻപുള്ള ദൈവമേ, സ്വർഗ്ഗപിതാവേ, അങ്ങയെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. ഈ സുന്ദരമായ സമയം, നല്ല സമയം ദൈവം അടിയന് തന്നിട്ട് അരോമ TVയിലെ കർത്താവെ പാസ്റ്റർ, കർത്താവെ സ്തോത്രം, നേരിൽ കാണാൻ ഞങ്ങൾക്ക് സാധിക്കുന്നു. ദൈവമേ, ഈ ദാസനെ കാണുവാനും കർത്താവെ ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുവാനും ഈ സമയം തന്നു. കർത്താവെ, ഞാൻ
ഈ TV-യിലൂടെ സാക്ഷ്യം പറഞ്ഞിരിക്കുന്നു. ആ സാക്ഷ്യം കേട്ടുകൊണ്ടിരിക്കുന്ന കർത്താവേ സ്തോത്രം. അരോമ TV-യിലെ എല്ലാ പ്രേക്ഷകരും ദൈവമേ കർത്താവേ സ്തോത്രം. അവർക്കെല്ലാവർക്കും എല്ലാവർക്കും അവിടുന്ന് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. അതുപോലെ തന്നെ അടിയനെ പോലെ നിരാശയിൽ അകപ്പെട്ട് നിൽക്കുന്ന ആൾക്കാർ പ്രത്യേകം കാണുവാനിടയാകട്ടെ. അവരുടെ യാത്ര നാശത്തിലേക്കല്ല, ദൈവത്തെ കണ്ടുമുട്ടുവാൻ അവർക്ക് ആഗ്രഹം കൊടുക്കട്ടെ എന്ന് അത് പ്രാർത്ഥിക്കുക. ദൈവനാമത്തിൽ മഹത്വമാകട്ടെ. കർത്താവെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ദൈവനാമത്തിൽ വന്ദനം ചെയ്യുന്നു. എല്ലാവരെയും, ദുഃഖമില്ലാത്തവരോ കഷ്ടമില്ലാത്തവരോ രോഗമില്ലാത്തവരോ ആരും എങ്കിലും കർത്താവെ അവർക്ക് എല്ലാവർക്കും അവിടെ നിന്ന് വിടുതൽ കൊടുത്ത് എല്ലാവർക്കും സൗഖ്യം കൊടുത്ത് സന്തോഷവും സമാധാനവും ഈ ദിവസങ്ങളിൽ കർത്താവ് കൂടുതൽ ബലം പ്രാപിച്ച് മുന്നോട്ട് പോകാൻ സഹായിക്കും. വിശേഷാൽ കർത്താവിന്റെ ദാസനെയും കുടുംബത്തെയും കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ചെയ്യുന്ന പ്രവൃത്തിയെ അനുഗ്രഹിക്കണമേ. കൂടുതൽ കൂടുതൽ സാക്ഷി മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ വേണം. ദൈവം അവിടുന്ന് പ്രവർത്തിക്കണം. ഒരു തടസ്സവും കൂടാതെ ദൈവഗീതത്താൽ കർത്താവ് മുന്നോട്ട് നയിക്കണം. ഇത്രത്തോളം നടത്തിയല്ലോ. അടിയന് സാക്ഷി പറയാൻ ഈ അവസരം തന്നു. എത്ര പേര് ചെവിക്കൊള്ളുമെന്ന് അറിയത്തില്ലെങ്കിലും ദൈവമേ, ആരെല്ലാം കേൾക്കുന്നു അവരുടെ ജീവിതത്തിന് ഒരു മാറ്റം സംഭവിക്കും. അവരുടെ ജീവിതത്തിന് ഒരു സ്വർഗീയ അനുഗ്രഹം ലഭിക്കും. യേശുവിന്റെ കൃപ, യേശുവിന്റെ ശക്തി, യേശുവിന്റെ സാമർത്ഥ്യം, ആ വിടുതൽ, ആ കർത്താവിന്റെ വിടുതൽ അനുഭവിക്കും. കർത്താവെ സ്തോത്രം. ഏവർക്കും അവിടെ നിന്ന് അവസരം നൽകണമെന്ന് പ്രാർത്ഥിക്കും. യേശുവിന്റെ നാമം മഹത്വം കരങ്ങളിലേക്ക് വീണ്ടും സമർപ്പിക്കും. എല്ലാ കുറവുകളെയും നികത്തണം വരവിനായി ഒരുക്കണം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. സർവ്വേശു ക്രിസ്തുവിന്റെ നാമത്തിൽ. ആമേൻ. താങ്ക് യു കർത്താവിന്റെ ദാസന് ഇത്രത്തോളം സമയം അരോമ TV-യിലെ പ്രേക്ഷകരോടൊപ്പം വിലപ്പെട്ട സമയം ചിലവഴിച്ച് അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം പങ്കുവച്ചതിന് കർത്താവിന്റെ ദാസനോട് നന്ദി, സ്നേഹം അറിയിക്കുന്നു. ദൈവം ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ ഞങ്ങളെ ശ്രവിച്ചുകൊണ്ടിരുന്ന മാന്യ ശ്രോതാക്കളുള്ളതായ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ സാക്ഷ്യം നിങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നുവെങ്കിൽ മറ്റുള്ള പ്രിയപ്പെട്ടവർ ഷെയർ ചെയ്ത് കൊടുക്കുക. അവർ കേൾക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ ഞങ്ങൾക്ക് വാട്സപ്പിൽ ഞങ്ങൾക്ക് മെസ്സേജ് അയയ്ക്കുക. ഉച്ച സമയങ്ങളിൽ വിളിച്ചാൽ ഒരു പക്ഷെങ്കിൽ എടുക്കാൻ കഴിയും. ഇല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക. നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ നിങ്ങളുടെ വിഷയങ്ങളെ ഏറ്റെടുത്ത് ഞങ്ങൾ ദൈവത്തിൽ പ്രാർത്ഥിക്കുന്നു. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. അനുഗ്രഹിക്കപ്പെട്ട അടുത്ത ഒരു സാക്ഷ്യവുമായി വീണ്ടും കാണുമ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com.